21-ാം നൂറ്റാണ്ടിന്റെ വിഹായസിലേക്ക് രാട്ടത്ത് വയ്ക്കാൻ കാലം നിയോഗിച്ച കാൽപ്പരകയുടെ കർമ്മകുശലയുടെ കൽപ്പരമാറ്റം ശ്രീപെരുമ്പത്തൂറിന്റെ മണ്ണിൽ പെരുമഴ പോലെ പെയ്തവസാനിച്ചു പോയ മഹാനായ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ഒന്ന് പ്രധാനമന്ത്രി ആവണമെന്ന് കോൺഗ്രസ്സുകാരെക്കാൾ ഏറെ ലീഗുകാർ ആഗ്രഹിക്കുന്ന, അല്ലെ ശരി ഞാൻ പറയുന്നു, കോൺഗ്രസ്സുകാരെക്കാൾ ഏറെ ലീഗുകാർ ആഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ചില ആളിന് ഉറക്കത്തിൽ ഞെട്ടിമുണരും, ഇത് ചിരിക്കും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഏത് സ്വപ്നം കണ്ടിട്ട് ഇല്ലേ. അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് പരിഭാഷപ്പെടുത്തിയത് ആര്? നാട്ടിൻ പുറത്തുകാരി ഫാത്തിമ സഫ. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, പോസ്റ്റ്മാൻ പറ്റിച്ച പാത്തുട്ടയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരു മുന്നൊരുക്കമില്ലാതെ സ്പോണ്ടേനിയസ് ആയി സ്റ്റേജിൽ വന്ന് പരിഭാഷപ്പെടുത്തിയ ഫാത്തിമ സഫയിലേക്കുള്ള ദൂരത്തിന്റെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ ഒരു നന്മ അല്ലെങ്കിൽ സുഹൃതം, അതിന്റെ ഒരു പുണ്യം അല്ലെങ്കിൽ അതിന്റെ മനോഹാരിത എന്ന് പറയുന്നത്, ഒരു പ്രത്യേക സമൂഹത്തെ സംഘടിപ്പിച്ചു. സ്വാഭാവികമായിട്ടും അങ്ങനെ സംഘടിച്ചാൽ വർഗീയമാവണത്, പക്ഷെ വർഗീയമാവാൻ പറ്റില്ല. സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ചു. ഞാനിപ്പോൾ ഇങ്ങനെ മുന്നോട്ട് നോക്കുമ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, പക്ഷെ ഞാൻ തട്ടമിട്ടവരെ കാണുന്നു, തൊട്ടവരെ കാണുന്നു. സന്തോഷം. ദളിത് ലീഗിന്റെ സാന്നിധ്യമുള്ള പ്രദേശം എന്ന നിലയിൽ ഏറെ സന്തോഷം തോന്നുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഞാനത് അറിയുന്നത്, സ്റ്റേജിൽ കയറിയപ്പോഴാണ് ഞാനത് അറിയുന്നത്. തട്ടമിട്ടവരെ കാണുന്നു, തൊട്ടവരെ കാണുന്നു. സന്തോഷം. നമ്മൾ അങ്ങനെ പറയാം, ലീഗ് അതാ പറയണത്, പശുവിനെ പൂജിക്കുന്നവർ പൂജിക്കട്ടെ, പശുവിനെ പൂജിക്കുന്നവർ പൂജിക്കട്ടെ, പന്നിയെ അറക്കുന്നവർ അറുക്കട്ടെ, പന്നിയെ വെറുക്കുന്നവർ വെറുക്കട്ടെ, തട്ടമിടുന്നവർ തട്ടമിടട്ടെ, പൊട്ടുതൊടുന്നവർ പൊട്ടുതൊടട്ടെ. അമ്പലത്തിലാണോ പോകാൻ ഇഷ്ടം? പൊയ്ക്കോളൂ, കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് ചർച്ചാണോ വേണ്ടത്? പൊയ്ക്കോളൂ, പ്രശ്നമില്ലേ. പള്ളിയിലേക്കാണോ നിങ്ങൾ പോകുന്നത്? പൊയ്ക്കോ, പ്രശ്നമില്ലേ. എവിടെ പോണില്ലേ? പോകണ്ട, പ്രശ്നമില്ല. അങ്ങനെ ഒരു ഭരണഘടന നമ്മുടെ മുന്നിലുള്ളത് കൊണ്ട് ആ ഭരണഘടനയുടെ നിലനിൽപ്പിനുള്ള പോരാട്ടത്തിന്റെ പ്രയാണവീഥികളിൽ പൂക്കൾ വിതറിയ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോ ആ ഇരുത്തത്തിന് ഒരു പവറും പത്രസുഖം ഉണ്ടാവും. നമ്മൾ പല രീതിയിലെ വരും. നിങ്ങളിപ്പോ എന്നെ ഇങ്ങനെ നോക്കണം, നമ്മൾ നിവേദനം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങോട്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാവരും കൂടി എന്നെ നോക്കി പേടിപ്പിക്കരുത്. ഞാൻ നോട്ടം കാണുമ്പോൾ നമുക്ക് ബേജാറുണ്ട്. നിബന്ധന പരിപാടി ഇപ്പം നടന്നുകൊണ്ട് ഇന്നിപ്പോ കഴിഞ്ഞില്ല, മിക്കവാറും സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞു, എല്ലായിടത്തും കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ല, ചെറിയ മക്കള് ഒരു മാസം മുമ്പേ കൊടുക്കും ഉസ്താദ് പ്രസംഗം. നിങ്ങൾക്ക് അടിപൊളിയെ പഠിച്ചിട്ട് നമുക്ക് വരാം. ഒരു മാസം കൊടുത്തിട്ട് ആർക്ക് പഠിപ്പിക്കും? ഉമ്മ പഠിപ്പിക്കും, ഉപ്പ പഠിപ്പിക്കും, ഉസ്താദ് പഠിപ്പിക്കും, അവർ സ്വയം പഠിക്കും. എന്തിനാ? മറ്റവനേക്കാൾ ഉഷാറായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പഠിത്തം. നാളെയാണ് നിവേദനെങ്കിൽ ഇന്ന് വൈകുന്നേരം ഉണ്ട് വീട്ടിലെ ഷെയർ കേസിന് മുകളിൽ ഒരു കടലാസ് ഇങ്ങനെ കൊട്ടിപ്പിടിച്ചിട്ട് വേണ്ട പ്രസംഗം, ഖാല റസൂലുള്ളാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രസംഗമാണ്. നമ്മളിങ്ങനെ പറയും, എൻ്റെ മോൻ നന്നായി പഠിച്ചിട്ടുണ്ട്, നല്ല ഫ്ലുവൻ്റ് ആണ്, അടിപൊളി സ്റ്റൈലാണ്, സമദാനി മോഡലാണെന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അങ്ങനെ പിറ്റേന്ന് പരിപാടി തുടങ്ങുകയാണ് മദ്രസയിൽ. അപ്പൊ ഉസ്താദ് അനൗൺസ് ചെയ്യാൻ, എന്ന അനൗൺസ്മെന്റ് അടുത്തതായി മൂന്നാം ക്ലാസ്സിൽ നിന്നും ഉവൈസ് വരുന്നു ഒരു മലയാള പ്രഭാഷണവുമായി. ഉസ്താദിന്റെ അനൗൺസ്മെന്റ് ഉവൈസ് വരികയാണ്. അന്ന് ഇപ്പൊ വായി കൊടുത്ത സൂട്ടും കോട്ടും തൊപ്പിയൊക്കെ ഇട്ടിട്ട് മമ്മൂട്ടി സ്റ്റൈലിൽ സ്റ്റേജിലേക്ക് വരികയാണ്. വേദിയിൽ വന്ന് കയറി ഉസ്താദ് മൈക്ക് ഇങ്ങനെ താത്തോടുത്തോന്. അതുവരെ അവന് മൈക്ക് ഇപ്പൊ അവന് മൈക്കല്ല, എന്നാ അവന് കൊത്താൻ നിൽക്കുന്ന മൂർക്കാരിങ്ങ അതൊക്കെ ഓനാകെ ഒന്ന് ബേജാറായി, പഠിച്ചത് പേതി മറന്നു. ഉസ്താദ് പറഞ്ഞു, മോനെ പെട്ടെന്ന് തുടങ്ങി, സമയമില്ലടാ, ഒരുപാട് ആൾ ഇനിയില്ലേ, പെട്ടെന്ന് തുടങ്ങി പേടി കണ്ടോട്ടോ. അപ്പൊ തുടങ്ങി വന്നിട്ട് ഇങ്ങനെ മൈക്ക് താത്തോടുത്ത് പിന്നെ മുമ്പിലേക്ക് നോക്കി. ആണും പെണ്ണുമായിട്ട് മുമ്പിൽ എത്ര ആളിരിക്കുന്നത്? 400 ആളിരിക്കുന്നു. അവർക്കെത്ര കണ്ണ്? 800 കണ്ണ്. കുറുക്കാൻ നോക്കുമ്പോൾ ആരെയാ നോക്കുന്നത്? ഉവൈസിനെ തരികിൽ തന്നെ നോക്കത്തില്ലേ? മുഴുവൻ കണ്ണും ഉവൈസിനെ നോക്കണം. സർവനാടിയും തളർന്ന്, സകല സ്വപ്നങ്ങളും പിളർന്ന്, പഠിച്ചതെല്ലാം മറന്ന്. പിന്നെ ഉവൈസ് എന്താ പറയാ? ഉവൈസ് പറയാ, അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ആ സമയമാണ് ജീവിതത്തിൽ ഏറ്റവും വിഷമമുള്ള സമയം. കയ്യെന്നാ ചെയ്യേണ്ടതെന്ന് തിരിയൂല, ഇത് ഏടിയാ നോക്കേണ്ടതെന്ന് തിരിയൂല, ആരോടാ പറയേണ്ടത് മനസ്സിലാവില്ല, എങ്ങനെയൊക്കെ ഒന്ന് രക്ഷപ്പെട്ടാൽ മതി. ഒരിക്കലെ എന്താവുകയാണ് ഒന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലാണ്. ഉസ്താദ് പറഞ്ഞു തുടങ്ങിക്കോന്ന് പറഞ്ഞവന് ധൈര്യം കൊടുത്തപ്പം 4 ബഹുമാനപ്പെട്ടതിൽ അതിന്റെ അപ്പുറം വരുന്നില്ല. ഉസ്താദ് പറഞ്ഞു, ബഹുമാനപ്പെട്ട എന്റെ കോട്ട കഴിഞ്ഞ് വിട്ടോ, അസ്സലാമു അലൈക്കും കഴിച്ച്. അവന്റെ ഉമ്മ മദ്രസയുടെ ഗോനാമെന്ന് പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നിട്ട് സമീറ താഹിറാനോട് പറയാണ്, താഹിറ എന്റെ കുട്ടിയെ പ്രസംഗം കേൾക്കുമ്പോഴും കണ്ടില്ലേ, സമദാനി സ്റ്റൈല, പിന്നെ പറഞ്ഞിട്ടാന്ന് പറയണ്ട കേട്ടോ, കേട്ടോ അല്ലെങ്കിൽ കേൾക്കൂല, എനിക്കറിയാം ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ പെണ്ണുങ്ങളുടെ സംസാരം ഉണ്ടല്ലോ. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോ സമീർ എന്ത് ചെയ്തു, എന്റെ കുട്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞു പടച്ചോനെ, സെൻസിറ്റീവ് ആണ് അവർ, ഉടനെ ബോധം കെട്ടുപോണു. ആരോ മുഖത്ത് വെള്ളം തെളിച്ചപ്പോ ബോധം തെളിഞ്ഞു. പിന്നെ സമീർ എന്നാ പറയുന്നറിയാ, പടച്ചോൻ എന്റെ കുട്ടി അങ്ങനെയായി, താഹിറാന്റെ കുട്ടി അങ്ങനെയാണേ അല്ല. പിന്നെ ദുആ ഇതാണ്,
അതൊരു സൈക്കോളജിയാണ്. ഞാൻ പറഞ്ഞു വരും, നിങ്ങൾ അങ്ങനെ എന്നെ നോക്കി പേടിപ്പിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് പേടിയാണ്, ഞാനൊരു ഉപേക്ഷയായി മാറും. അതുകൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ചോദിക്കുമ്പോൾ മിണ്ടിയും പറയുകയൊക്കെ ചെയ്തോ. ഒരു പ്രസംഗം വന്നതിനപ്പുറത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പങ്കുവെച്ചെങ്കിൽ പിരിയാൻ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ലൊരു സദസ്സാണ്, അപ്പുറത്ത് പെണ്ണുങ്ങളിരിക്കുന്നു. നിങ്ങൾ ഡിസ്റ്റൻസ് ഒക്കെ കൃത്യമായിട്ട് എനിക്കൊന്ന് മാഷായത് കൊണ്ടാകുന്നു, വളരെ ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. സന്തോഷം തോന്നുന്നു. ഞാൻ വരുമ്പോൾ പരിചയപ്പെട്ട കുറേ ആളുകൾ എല്ലാവരും കൊള്ളുന്നവരാണ്, സമൂഹത്തിൽ നല്ല നല്ല നിലയിലുള്ള ആളുകളാണ്, എല്ലാവരും ലീഗുകാരുമാണ്. ഞാൻ വരുമ്പോൾ ബന്ധപ്പെട്ട കുറേ ആളില്ലേ, ഒരു കാലത്ത് ബിസ്ക്കറ്റ് ചായ കുടിച്ചു, മറ്റൊരാൾ കൂട്ടാൻ വന്നു, ഒരാൾ കൂടെ ഉണ്ടായി, പിന്നെ അപ്പുറത്ത് കയറി അവിടുന്ന് ഭക്ഷണം കഴിച്ചു. എല്ലാ ആളുകളും ഒരു മറ്റൊരു അല്ലെങ്കിൽ എല്ലാറ്റും കൊള്ളുന്ന ആളുകൾ ഒരൊക്കെ ലീഗുമാണ്. EMS എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞു ഈ കാക്കാന്മാരുടെ എന്ന് പറഞ്ഞാൽ പിന്നെ കാച്ചിമുണ്ടെടുക്കുന്ന പെണ്ണുങ്ങളുടെയും തലയെ കെട്ടുന്ന ആണുങ്ങളുടെ ഒക്കെ കാലം കഴിഞ്ഞാൽ ലീഗ് തീരുന്ന പറഞ്ഞ്. അക്കാലം തീരില്ലല്ലോ, മുലന്മാരും ഉസ്താദന്മാരും കാലം കഴിയില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ബേജാറുണ്ടായില്ല. പിന്നെ പറഞ്ഞു അതൊന്നുമല്ല, വേറെ പറയാനുണ്ട്, ആളുകൾക്ക് വിദ്യാഭ്യാസം വരുമ്പോൾ ലീഗ് തീരുമെന്നാ പറഞ്ഞ് അല്ലേ. അത് ഞാൻ പറയണില്ല, കുറച്ച് കഴിയുമ്പോൾ നവാസിയുടെ വരുന്നുണ്ട്, മൂപ്പർ പറഞ്ഞു തരും ഇല്ലേ. യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ നവാസ് വരുന്നോ എന്താണ് വരുന്നുണ്ട് അല്ലെ, നവാസ് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. ക്യാമ്പസുകൾ കയ്യിലെ തമ്മാനമാടാണ് നമ്മുടെ മക്കൾ അല്ലേ. ക്യാമ്പസുകൾ കയ്യിലെ തമ്മാനമാടാണ് നമ്മുടെ മക്കൾ. ആരെ കൊണ്ടും പറയിപ്പിച്ചിട്ടല്ല, വർഗീയത പറഞ്ഞു തന്നെ. മനുഷ്യൻ പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. കഷ്ടപ്പെടുന്നവന്റെ കൈകൾ ഗ്രഹിച്ച് കാര്യം പഠിച്ച് കണ്ണ് തുടച്ചിട്ട് ബൈത്തുറഹ്മകളും CH സെന്ററുകളും കുടിവെള്ള പദ്ധതികളും മംഗല്യ നിധികളും KMTCയും വൈഗാർഡും തുടങ്ങി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഒരു പാർട്ടിക്ക് അതൊക്കെ മുഴുവൻ ആൾക്കും കൊടുത്തിട്ട്. അധികം അകലൊന്നും അല്ലല്ലോ മെഡിക്കൽ കോളേജ്. ലീഗിന് അറിയണമെങ്കിൽ ഒരു പ്രസംഗത്തിന് നിങ്ങൾ വരണ്ട, ഒരു പുസ്തകം നിങ്ങൾ വായിക്കണ്ട, ഒരു പത്രം നിങ്ങൾ നോക്കണ്ട. പോയി നിൽക്കുമോ 10 മിനിറ്റ് CH സെന്ററിന്റെ മുന്നിൽ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിരുന്നു, ബസറയിലേക്ക് ഞാൻ ഈത്തപ്പഴം കയറ്റിയേക്കണോ? വേണോ? അവിടെ 10 മിനിറ്റ് നിന്നാൽ മതി. ലീഗിനെ നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് വെള്ളാപ്പള്ളിക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, പിണറായി വിജയൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം ലീഗ് എന്താണ് എന്നല്ലേ. പറഞ്ഞു കൊടുക്കേണ്ട കുറെ ആളുകളുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തുണ്ടാവും. പുതിയ പുതിയ ആളുകളൊക്കെ രംഗപ്രവേശനം ചെയ്യും. ഞാൻ നിങ്ങളോട് കാര്യം പറയാണ്, ഇടനെഞ്ചിൽ ഇടിപ്പത്തൊട്ട് ഞാൻ നിങ്ങളോട് പറയാണ്. ആദ്യമേ അതങ്ങ് പറഞ്ഞു വെക്കുകയാണ്, ഞാൻ അവസാനം മറന്നു എന്ന് പഠിച്ചിട്ടാണ്. നീലക്കടവ് ശാഖയിലെ നമ്മുടെ ചെറുപ്പയിൽ എല്ലാ കൊടികളും പറന്നുണ്ട്. പാറട്ടെ, സ്വച്ഛന്തം എല്ലാ കൊടികളും പാറട്ടെ. ആരും ആരുടെ കൊടിയും എടുക്കാതിരിക്കട്ടെ. ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംഘർഷവും നാട്ടിലില്ലാതിരിക്കട്ടെ. അസമാധാനത്തിന്റെ വിത്ത് ആരും പാകാതിരിക്കട്ടെ. സന്തോഷത്തോടെ കൊണ്ടും കൊടുത്തും നമ്മളൊക്കെ എല്ലാറ്റും അതിലും ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും വേഷഭൂഷാദികൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി പരസ്പരം കൊണ്ടും കൊടുത്ത് സന്തോഷത്തോടെ പോകട്ടെ. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാണ്, എല്ലാ കൊടികളും പാറുന്ന തെങ്ങിലക്കടവിന്റെ മണ്ണിൽ, എല്ലാ കൊടികളും പാറുന്ന ചെറുപ്പയുടെ മണ്ണിൽ ഇതുവരെ ഏറ്റവും ഉയരത്തിൽ പാറിയ കൊടി പാണക്കാട് തങ്ങളുടെ പച്ച പതാകയാണ്. ഖിയാമത്ത് വരെ തലമുറ കൈമാറി ആർക്കും വിട്ടുകൊടുക്കരുത് ആ സ്ഥാനം. എല്ലാ കൊടികളും പാറുന്ന ചെറുപ്പയുടെ മണ്ണിൽ ഏറ്റവും ഉയരത്തിൽ പാറുന്ന കൊടി പാണക്കാട് തങ്ങളുടെ പച്ച പതാകയാവട്ടെ. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബാക്കി കൊടിയൊക്കെ പാറിക്കോട്ടെ. ആ പച്ച പതാകയ്ക്ക് അഭിമാന ഭംഗമുണ്ടാവുന്ന, പ്രയാസം ഉണ്ടാവുന്ന ഒന്നും ഉണ്ടാവരുത്. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്. ഇവിടെ ആരോ പറഞ്ഞു, സൂചന പറഞ്ഞു ഇല്ലേ, പല ആള് രംഗപ്രവേശനം ചെയ്യും. അറബിയിൽ ഉലായിക്ക എന്നാ പറയാ, അക്കൂട്ടര് വരും ആ സമയത്ത്. പലരും പറഞ്ഞാൽ വരും, ഉമ്മമാരെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ആ കൊടിയില്ലേ, നിങ്ങളുടെ പിറകിൽ കാണുന്ന ആ കൊടിയില്ലേ, ആ കൊടിയെ സാക്ഷ്യത്തിൽ ഞാൻ പറയാണ്, ആ കൊടിക്ക് പ്രയാസം ഉണ്ടാകുന്ന ഒന്നും നിങ്ങളുടെ അടുപ്പത്തുണ്ടാവരുത്. സ്വന്തം പുരക്കുള്ള നിങ്ങളുടെ കുട്ടിയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പോലും പാണക്കാട് തങ്ങളുടെ പച്ചയ്ക്ക് പ്രയാസം വരാതെ സൂക്ഷിക്കുന്ന ഉറപ്പെന്നാലേ ബാക്കി ഞാൻ പ്രസംഗിക്കുള്ളൂ. സൂക്ഷിക്കുമല്ലോ. പുരക്ക കുട്ടിയായിരുന്നാലും പറയാ, നീ എന്തിനാ മോനെ പറയാ പാണക്കാട് തങ്ങളെ പാർട്ടിക്ക് എതിർക്കണ്, എന്തിനാ പച്ച പതാകക്കെതിരെ നിൽക്കാൻ പോണ്, ഏണിക്കെതിരെ മത്സരിക്കാൻ പോണ്ട എന്ന് അവരോട് പറയാം. പറഞ്ഞ് കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ ഒന്നും നിങ്ങൾ പറയണ്ട, പിന്നെ ചെയ്താൽ മതി. ചെയ്യണ്ട. നമ്മളും പഠിച്ചവനും മാത്രം അറിയാം നമ്മുടെ ഒരു ഏർപ്പാട്. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ആയുധം അല്ലേ. ആ ആയുധം ഉപയോഗിക്കുമ്പോ പാണക്കാട് തങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം ഏണിയും പാണക്കാട് തങ്ങൾ അംഗീകരിച്ച പാർട്ടിയുടെ സ്ഥാനാർത്ഥിയും ബാലറ്റ് യൂണിറ്റ് ഉണ്ട് എങ്കിൽ മറ്റൊരാൾക്കും നിങ്ങൾ വോട്ട് ചെയ്യരുത്. അവർക്കേ ചെയ്യാവുള്ളൂ. കാരണം അത് നന്ദിയുടെ അടയാളമാണ്. നമ്മളെ നാമാക്കിയ, നമുക്ക് സൗഭാഗ്യം അത്രയും കൊണ്ടുവന്നു തന്ന നന്ദിയുടെ അടയാളമാണ്. നിങ്ങൾ ഒരാൾ കാരണം അറിയോ, ഞാനിപ്പോൾ പറഞ്ഞു, ഞാനിപ്പോൾ വരുമ്പോൾ ബന്ധപ്പെട്ട ആളുകളൊക്കെ കൊള്ളുന്നവരാണ്, അധ്യാപകരാണ്, ബിസിനസ് രംഗത്ത് മാഗ്നറ്റുകളായി തിളങ്ങുന്ന ആളുകളാണ്, അതുപോലെ വിദ്യാഭ്യാസ രംഗത്തെ വലിയ കൺസൾട്ടൻസികൾ നടത്തുന്ന ആളുകളാണ്. ഇവരൊക്കെയാണ് ഞാൻ ഇപ്പം ബന്ധപ്പെട്ട ആളുകളൊക്കെ. ഞാൻ നിങ്ങളോട് കാര്യം പറയട്ടെ,
മഹാനായ CS മുഹമ്മദ് സാഹിബിനെ അനുസ്മരിക്കുന്ന വേദിയാണ് ഈ വേദി. ഒരാൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ നടക്കണം. അതിലൊന്നാമത്തേത് നമ്മൾ അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ പറയണം. അദ്ദേഹത്തിന്റെ അപദാനങ്ങൾ, അദ്ദേഹത്തിന്റെ സിഫത്തുകൾ, അദ്ദേഹത്തിന്റെ നന്മകൾ നമ്മൾ പറയണം. ആരനുസ്മരിക്കുമ്പോൾ ഇപ്പോ അബ്ദുൽ അലി സാഹിബ് പറഞ്ഞില്ല അല്ലേ, എന്ന പേര്, അദ്ദേഹത്തെ അനുസ്മരിക്കും. അദ്ദേഹത്തിന്റെ നന്മകൾ നമ്മൾ പറയണം. കാരണം അറിയോ, അത് അവർക്ക് ഖബറിൽ മുതൽക്കൂട്ടാണെന്ന് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കുന്നു. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓർമ്മിച്ചിട്ടങ്ങ് എഴുന്നേറ്റ് പോവുക എന്നതിനപ്പുറത്ത്, അതിങ്ങനെ കേട്ടു ഇതിലങ്ങ് വിട്ടു പൊടിയും തട്ടി എഴുന്നേറ്റ് പോവുക എന്നതിനപ്പുറത്ത് അവരുടെ ജീവിതം എന്താവണം, അവരുടെ ഓർമ്മകൾ നമുക്ക് അതുവഴി നടക്കാനുള്ള പ്രചോദനമാവണം. അവർ നടന്ന വഴിയെ നടക്കാൻ നമുക്ക് പ്രചോദനത്തിന്റെ, പ്രോത്സാഹനത്തിന്റെ, പ്രേരണയുടെ പേമാരിയായി മാറണം ആ ഓർമ്മകൾ. മൂന്നാമത്തേത് നമ്മൾ അവർക്ക് ഇവിടെ ദ്വാരക്കണം. ഈ 3 കാര്യം നമ്മൾ ചെയ്യേണ്ടത്. ആ 3 കാര്യം ഇവിടെ നടക്കണം. 2 ഓൾറെഡി ഇപ്പൊ ദ്വാ കഴിഞ്ഞു. നമ്മൾ അദ്ദേഹത്തിന്റെ സിഫത്തുകൾ പറയും. പക്ഷെ എന്താണ് ബാക്കി? ഇവിടുന്ന് എഴുന്നേറ്റ് പോയിട്ട് കഴിഞ്ഞ് വേണ്ടതാണ്. ഇവിടുന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം വേണ്ടതാണ് ബാക്കി. അതെന്താണ്? ആ മനുഷ്യൻ നടന്ന വഴിയെ നടക്കാൻ ആ ഓർമ്മകൾ നമുക്ക് പ്രചോദനമാവണം. എങ്കിലേ അതുകൊണ്ട് കാര്യമുള്ളൂ, എങ്കിലേ അതൊരു ഇബാദത്താവുള്ളൂ, എങ്കിലേ അതൊരു ആരാധനയായിട്ട് മാറുള്ളൂ. അപ്പൊ നമ്മൾ പഠിച്ചു ഇഷ്ടപ്പെടുന്ന ഒരു കർമ്മമായിട്ട് അത് മാറണമെങ്കിൽ ആ രീതിയിലാവുള്ളൂ. ഞാൻ നിങ്ങൾ പറയാം. നിങ്ങൾക്കറിയാലോ, വാണിമേൽ എന്ന് പറഞ്ഞ സ്ഥലം കോഴിക്കോട് ജില്ലയിലാണ്, നാദാപുരത്തിനടുത്താണ് അല്ലേ വാണിമേൽ. അവിടെ ഞാൻ ഇങ്ങനെ പാർട്ടിയുടെ ഇൻഡോർ ക്ലാസ് ഐഡിയോളജി പറയാൻ വേണ്ടി പോയ സമയത്ത് പ്രായമുള്ളൊരു മനുഷ്യൻ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പണ്ട് കാലത്ത് മോനെ സ്കൂളൊന്നും ഇല്ല, നമുക്ക് പഠിക്കേ, ദൂരെ നടന്നു വേണം നമ്മൾ പഠിക്കാൻ പോകാൻ. അങ്ങനെ ഹൈസ്കൂൾ പഠിക്കാൻ ആഗ്രഹമുള്ള നമ്മൾ കുറച്ച് പേരെന്നും 5-6 കിലോമീറ്റർ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും. രസം പറഞ്ഞ് കളി പറഞ്ഞ് ഇങ്ങനെ നടന്നു പോകും. പഠിക്കാനുള്ള ഉത്കടമായ ആഗ്രഹം കൊണ്ടാണ്. സ്കൂളുകളില്ലാത്ത കാലമാണ്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമാണ്, ഒട്ടിയ വയറാണ്, ചട്ടിയ കവിളാണ്, $100 മാസം വരെയില്ലാത്ത കാലമാണ്, KMCC ഇല്ലാത്ത ലോകമാണ്. അങ്ങനെ ഒരു കാലത്ത് വിഷമിക്കുന്ന ബുദ്ധിമുട്ടുന്ന നമ്മൾ പഠിക്കാനുള്ള ഉത്കടമായിട്ടുള്ള ആഗ്രഹം കൊണ്ട്, കാരണം മഹാനായ സർ സയ്യിദിന്റെ ഒരു വെളിയുണ്ട്, മോഡേൺ എഡ്യൂക്കേഷൻ, മോഡേൺ പൊളിറ്റിക്സ്, ആധുനിക രാഷ്ട്രീയം, ആധുനിക വിദ്യാഭ്യാസം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ദൂരെ നടന്നിട്ട് പഠിച്ച് വരുന്ന സമയത്ത്, സ്കൂളിൽ പോകുമ്പോഴൊക്കെ, പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല, വരുന്ന സമയത്ത് പലയിടത്തും വെച്ച് നമ്മൾ ഇങ്ങനെ ആളുകൾ ഒരാവശ്യമില്ലാതെ പിടിച്ചടിക്കും. പറഞ്ഞാൽ മനസ്സിലാവും, പിടിച്ചടിക്കാതെ മനസ്സിലാവില്ലേ? കൊളോക്കിയൽ ഭാഷ ഒരു പ്രശ്നമാണ്. ഞാൻ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ നാടൻ ഭാഷ വരുമല്ലോ അല്ലേ. പ്രശ്നം വെച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ മലപ്പുറത്തുനിന്ന് ഒരു മോദ്യം പള്ളിയിൽ വന്നേ. പള്ളിയിൽ വന്നിട്ട് നമ്മുടെ നാട്ടിലൊരു കുട്ടീനെ വിളിച്ച് പറഞ്ഞു 100 രൂപ കൊടുത്തിട്ട്, 30 ബീഡി വലിക്കുന്ന ആളെ 100 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ പോയിട്ട് ഒരു കെട്ട് ദിനേശ് പൊടിയും ഒരു തീപ്പട്ടിയും ബാക്കി കായും. ഈ കുട്ടി നേരെ പോയിട്ട് എന്ത് ചെയ്തു, ഒരു കെട്ട് ദിനേശ് പൊടി, ഒരു തീപ്പട്ടിയും ഒരു നേന്ത്രക്കൊലയും കൊണ്ട് ഇങ്ങനെ വരും. അപ്പൊ ഉസ്താദ് എല്ലാ കുട്ടിയെ ഇജപ്പെടുക്ക പോണ്, കായ് ഇത് പഴമായിട്ട് ഇജപ്പെടുക്ക പോണു. അപ്പൊ നിങ്ങളെ പറഞ്ഞ ബാക്കി കായും, നമ്മുടെ നാട്ടിൽ കായ് എന്ന് പറഞ്ഞാൽ എന്നാ നേന്ത്രപ്പഴാണ്. ഉസ്താദ് ഉദ്ദേശിച്ചത് കായ് എന്ന് പറഞ്ഞാൽ പൈസയാണ് അല്ലെ. മലപ്പുറത്ത് കായ് എന്ന് പറഞ്ഞാൽ നല്ല കായുള്ള ആളാ എന്ന് പറഞ്ഞാൽ എന്താ, പൈസ. അപ്പൊ ഭാഷ ഒരു പ്രശ്നമാണ്. അപ്പൊ എന്റെ ഭാഷ നിങ്ങൾക്ക് പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾ ഏകദേശം മലപ്പുറത്തോട്, പിന്നെ കോഴിക്കോട് ഇങ്ങേറ്റത് മലപ്പുറത്തോടൊക്കെ പിന്നെ അതിര് പങ്കിടുന്ന അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന സമ്പർക്കമുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഞാൻ അതാ ചോദിച്ചത്, ഞാൻ എന്താ പറഞ്ഞേ, എന്നും പിടിച്ചടിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിങ്ങളത് പറ, മനുഷ്യന്മാർ നോക്കി പേടിപ്പിക്കില്ലേ, മനസ്സിലാവില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു എന്നും പിടിച്ചിട്ട് ഇങ്ങനെ തല്ലും. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്തു, എല്ലാ ദിവസവും ഇങ്ങനെ തല്ല. അവൻ സ്റ്റേഷനിൽ പോയി. സ്റ്റേഷനിൽ പോയിട്ട് നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, SI നമുക്കെതിരെ കേസെടുക്കുക. നമ്മൾ പോയിട്ട് പരാതി പറഞ്ഞാൽ എന്തെങ്കിലും ഇല്ലാണ്ട് നിങ്ങൾ അടിക്കൂല, അതുകൊണ്ട് നിങ്ങളെ പേരിൽ കേസ്. എന്തിനാ ഇതിങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടിയാ? കാരണം എന്താണ്, നീതി നിഷേധിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നവരാണ് ഈ അടികൊണ്ടവർ. അവർക്ക് നീതി വേണ്ടെന്നാണ് ഇവരുടെ ധാരണ. അങ്ങനെ പ്രചുരിച്ചുണ്ട്, മുൻധാരണയുണ്ട്. അങ്ങനെ അവർ സ്റ്റേഷനിൽ പോയിട്ട് അവർക്കെതിരെ കേസെടുക്കുക. പിന്നെ സ്റ്റേഷനിൽ പോവാതെ പിന്നെ ഇവർ ചോദിച്ചത് ഇപ്പൊ ആരോടെ പറയാ, നമുക്കാരെ ചോദിക്കാനും പറയാനുള്ളത്, ഒരാവശ്യമില്ലാതെ നമ്മുടെ അനീതി ചെയ്യും. പഠിക്കാൻ വേണ്ടി പോയതാണ്, വഴിയിൽ വെച്ച് അടിക്കുകയാണ്. ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആരോ പറഞ്ഞത്രേ, CH എന്ന് പറയുന്ന ഒരു വലിയൊരു നേതാവുണ്ട്, നമുക്ക് CS പോയിട്ടൊന്ന് കണ്ട് സംഗതി പറയാം. കാരണം മഹാനായ CS അടുത്ത് ഇവര് വേച്ച് എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. CH എല്ലാവരും ഇരിക്കുന്നൊക്കെ പറഞ്ഞു ചോദിച്ചു എന്താ പ്രശ്നം. അപ്പൊ അവർ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, സ്റ്റേഷനിൽ പോയി നമുക്ക് കേസെടുക്കണേ, നമ്മൾ വല്ലാതെ ഇവരിങ്ങനെ ബുദ്ധിമുട്ടിക്കണേ, അടിക്കണേ, വല്ലാതെ പെരുമാറണം. യെസ്, പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ഓക്കെ. എൻ്റെ ഒരു പ്രശ്നം, ഞാൻ 10-22 വർഷമായിട്ട് അധ്യാപകനാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിൽക്കുകയും ചിരിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ തുടിക്കൂലേ? ഇല്ലേ? അപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു, നിങ്ങൾ എന്നെക്കാൾ വലിയ ആളുകൾ എനിക്കറിയാം, ഒരുപാട് വലിയ വലിയ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഈ കുറച്ച് സമയം ഞാൻ നിങ്ങളുടെ മാഷും നിങ്ങൾ എൻ്റെ കുട്ടികളുമാണ്. അടങ്ങി ഒതുങ്ങിയാണ് ഇരുന്നു. ഒന്നിരുന്നാൽ നല്ലത്, അഗ്രാബിലെ രസമല്ലേ. ഇന്നെന്തോ തുടർച്ച കിട്ടും, അല്ലെങ്കിൽ എന്താവും, ഇതൊന്നും മനസ്സിലാകുന്ന ശേഷം ഞാനും ഡള്ളാവും, ഞാനും ഡൗൺ ആവും. അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നത് പറയുന്നത് മനസ്സിലാവുന്നില്ലേ? അപ്പൊ എന്ത് ചെയ്തു, ഈ ആളുകളോട് പറഞ്ഞു, CH പറഞ്ഞു എന്താ പ്രശ്നം ചോദിച്ചപ്പോൾ ഇന്ന വിഷയം എന്ന് പറഞ്ഞു, വിഷയമൊക്കെ അവതരിപ്പിച്ചു ഭംഗിയായിട്ട്. CH അവരോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയാം,
അവർ വിചാരിച്ചെന്നറിയോ, CHP SP വിളിക്കും, എൻ്റെ ആ സ്റ്റേഷനിൽ വിളിക്കും, എന്താടാ നമ്മുടെ കുട്ടികൾ വന്നിട്ട് അടിയിട്ട് നമ്മൾ കേസെടുക്കുന്നു എന്ന് പറയുന്ന വിചാരിച്ച്. മഹാനായ CH മുഹമ്മദ് സാഹിബ് പറഞ്ഞെന്നറിയോ, നിങ്ങളുടെ മനുഷ്യന്റെ വില മനസ്സിലാക്കാനാണ് ഞാൻ നിങ്ങളോട് പറയണത്. ആര് പിടിച്ച കൊടിയാ നമ്മുടെ കയ്യിലുള്ള കൊടിയെന്ന് അറിയാനാണ് ഞാൻ പറയണത്. ചെറുപ്പക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഈ സൗഭാഗ്യമൊന്നും മലയിറങ്ങി വന്നതല്ല, ഒരു സുപ്രഭാതം നമുക്ക് കിട്ടിയതല്ല. അതിനേക്കാൾ പ്രയാസം, വിഷമമുള്ള, ബുദ്ധിമുട്ടുകളുള്ള എല്ലാ ആളുകളും ആക്രമിച്ചിരുന്ന, മർദ്ദിച്ചിരുന്ന, അവഗണനയ്ക്ക് ബുദ്ധിമാക്കുന്ന ഒരു പഴയ കാലം ഉണ്ടായിരുന്നു നമുക്ക്. ആ കാലത്ത് മനുഷ്യന്മാർക്ക് കൊടി പിടിച്ചത് കൊണ്ടാണ് നമുക്ക് സുപ്രഭാതം ഉണ്ടായത്. അതുള്ളത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത്. മനസ്സിലാവേ, നമ്മൾ ഇങ്ങനെയൊക്കെ ആയതൊന്നാണെന്നറിയാം. ഇങ്ങനെ സംഘശക്തി നമുക്ക് ഉണ്ടായതുകൊണ്ട് ഇവിടുത്തെ ദളിതനെയും ഇവിടുത്തെ മുസ്ലിങ്ങളെയും ഇവിടുത്തെ ന്യൂനപക്ഷക്കാരെയും ഒക്കെ ആട്ടി ഓടിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോ AP ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും ആട്ടി ഓടിച്ചപ്പോ തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, തെട്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിൽ ഒന്നാത്തവർ, ഇങ്ങനെ ഉണ്ടല്ലോ ജാതിക്കോമരങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങൾ ആട്ടി അകറ്റിയപ്പോ, മുറ്റത്ത് കുഴികൊത്തി അതിലിലയിട്ട് കഞ്ഞി വിളമ്പി നിങ്ങൾ പട്ടികളോട് അടികൂടിയപ്പോ, മഹാനായ ബാഫക്തങ്ങളും പാണക്കാട്ടെ തങ്ങന്മാരും നടുത്തളത്തി കൂട്ടിപ്പോയിട്ട് അവരെ കൂടെ ഇരുത്തിയിട്ട് ഞങ്ങളെ ഭക്ഷിപ്പിച്ചു. അത് പച്ചപ്പതാകെ നിങ്ങൾ നന്ദി ഒരിക്കലും മറക്കില്ലേ, നിങ്ങൾ കാണിക്കില്ല എന്ന പച്ചപ്പതാക ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് AP ഉണ്ണികൃഷ്ണന്റെ പ്രസംഗം, വികാര നിർഭരമായ പ്രസംഗം. ദളിതരെ നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നറിയോ, അങ്ങനെ മഹാനായ CH മുഹമ്മദ് സാഹിബ് അവരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കും, ഇനി വല്ലതും കുടിക്കാൻ വേണോ? വേണ്ട. എന്നാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങളോട് അനീതി കാണിക്കുന്നത് ആരാ? ഒന്നിവിടെ അടിയല്ലേ. അടി സ്വാഭാവികമായിട്ടും നാട്ടിൻ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ പോയിട്ട് കേസ് കൊടുത്താൽ കേസെടുക്കേണ്ട ഏമാമാരില്ലേ? നിങ്ങളോട് പറയാ, നിങ്ങളോട് കൊടി അനീതി ചെയ്യാൻ ആരാ അനീതി ചെയ്യണത്? ആ കാക്കിട്ട ഏമാമാരാണ്. അത് നിങ്ങളെന്നാ വേണ്ടെന്നറിയോ? നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ ആ കാക്കി നിങ്ങളിടുന്ന, അവരിയ്ക്കുന്ന കസേരയിൽ നിങ്ങളിരിക്കുന്ന ഒരു കാലം വരണം, എങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടും. അതാണ് മുസ്ലിം ലീഗ്. നാളെ കുറിച്ചല്ല മുസ്ലിം ലീഗ് ചിന്തിച്ചത്, മറ്റന്നാളിനെ കുറിച്ച്. അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ സൗഭാഗ്യങ്ങൾ അത്രയും ഉണ്ടായത്. അതിനോട് നിന്ന് ചെയ്യാതെ ജീവിച്ചെന്ന് മരിച്ചു പോയാൽ ഞാൻ വിശ്വസിക്കുന്ന ഉറപ്പ് അള്ളാന്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും. നമ്മൾ നന്ദി ചെയ്യാതെ, ഞാനിപ്പോൾ ഇത്രയും ദൂരത്ത് നിന്ന് വരാതിരിക്കാൻ എമ്പാടും കാരണം എനിക്കുണ്ട്. എന്തെങ്കിലും ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണ്ടേ, വരാതിരുന്നൊക്കെ ഒന്ന് പഠിച്ചിട്ടാവാം. ഇവിടെ ഇപ്പോൾ ഷെരീഫ് മാഷൊക്കെ വളരെ ഭംഗിയായിട്ട് വിഷയം അവതരിപ്പിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് പുറത്തുള്ള ഒരാളുടെ ആവശ്യമൊന്നുമില്ലേ. പക്ഷെ നിങ്ങളുടെ ഒരു വെറൈറ്റി വേറാതിരിക്കട്ടെ എന്നുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചിട്ടുണ്ടാവുക. നിരന്തരം വിളിച്ചിട്ട് മാഷേ 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 എന്ന് പറയണം. പക്ഷെ എന്നാ വിഷയം അറിയോ ഞാൻ പറയണത്? ഞാനിത് വന്നപ്പോൾ പറയണതും, എനിക്ക് നാളെ രാവിലെ സ്കൂളിലേക്ക് പോകേണ്ട ആളാണ് ഞാൻ. ഒരുപാട് ദൂരം, എൻ്റെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി ഇറങ്ങിയാലും 30 കിലോമീറ്റർ എനിക്ക് അവിടുന്ന് വീണ്ടും പോകണം. എപ്പോഴാ വീട്ടിലെത്തുന്ന നിശ്ചയമില്ല. എൻ്റെ ഭാര്യ ഒറ്റൊക്കെ വീട്ടിൽ, ഓളെ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ട് ഞാൻ വന്നത്. എന്താണ് വരുന്നറിയോ? നന്ദി ബോധമുള്ളത് കൊണ്ടാണ്. ഈ പ്രസ്ഥാനത്തോട് നന്ദി ബോധമുള്ളത് കൊണ്ടാണ് നമ്മളെ നാമാക്കിയ പ്രസ്ഥാനത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ട നമ്മളും. ഇല്ലെങ്കിൽ നാളെ റബ്ബിന്റെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, 19 വയസ്സുള്ളൊരു മോളാണ് ആര്, മറിയം ജുമാന. ആ പെണ്ണ് ചേലമ്പ്ര പള്ളിയിലെ ഖത്തീബായിട്ട് 10-15 വർഷം ജോലി ചെയ്ത ഉമ്മർ ഉസ്താദിന്റെ മോളാണ്, ഉമ്മർ ഫൈസ് ഉസ്താദിന്റെ മോള്. ആ മോള് വിമാനം പുറത്തിയിട്ട് കരിപ്പൂരിൽ ഇറങ്ങി. ഓർമ്മണ്ട മറിയം ജുമാന? ഒരു 2 മാസം മുമ്പേ മറിയം ജുമാന എന്ന് പറയുന്ന ഒരു പെണ്ണ് മാനം മര്യാദയ്ക്ക് ഇസ്ലാമിക വേഷവിധാനത്തിൽ മൊത്തമായിട്ട് ആ പെണ്ണ് വിമാനം പറത്തി. ഒരു ഉസ്താദിന്റെ മോളാണ്. ഞാൻ ഉസ്താദിനെ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, ഉമ്മർ ഉസ്താദല്ലേ? അതെ. പിന്നെ എന്തൊക്കെയാന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നെ കേട്ടിട്ട് എനിക്ക് മോനെ കണ്ടിട്ട് അറിയില്ല. പിന്നെ ഞാൻ ചോദിച്ചു, മോൾക്ക് വിമാനമൊക്കെ ഓടിച്ചു, സന്തോഷമായില്ലേ? പിന്നെ മൂപ്പറൊന്നും കൊണ്ടില്ല. കരയാൻ. ആ കരച്ചിലിന് സന്തോഷത്തിന്റെ കണ്ണീരാണോ അല്ലെങ്കിൽ വിഷമമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം കരയാണ് അല്ലേ? ശാസ്ത്രത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ലേബി കൊടുക്കുകയാണ് ആ കണ്ണീര്. ഒരാൾ കരഞ്ഞു. ഒരു ഉമ്മയുടെ കുട്ടിയെ കാണാതെ പോയി. ഉമ്മ വാവിട്ട് നിലവിളിച്ച് കരയാണ്. കണ്ണുന്ന കണ്ണൂർ ധാരധാരി വരെ. ആ കണ്ണീരെടുത്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ ആ കുട്ടി വന്നിട്ട് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അപ്പോഴും ഉമ്മ കരയും അല്ലേ, അമ്മ കരയും അല്ലേ, അപ്പോഴും കണ്ണീര് വരും. ഈ 2 കണ്ണീരും കൊണ്ട് ലേബ് കൊടുത്താല് ലേബിന്ന് അത്ര റിസൾട്ടേ കിട്ടുള്ളൂ. മക്കളെ പ്ലീസ്, ലേബ് കൊടുത്താല് ഒറ്റ റിസൾട്ടേ കിട്ടുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഒന്ന് സന്തോഷത്തിന്റെ കണ്ണുനീരാണ്, മറ്റൊന്ന് സന്താപത്തിന്റെ കണ്ണുനീരാണെന്ന്. അവിടെയാണ് ശാസ്ത്രം തോറ്റ് മതം ജയിക്കണത്. അവിടെയാണ് ശാസ്ത്രം തോറ്റിട്ട് ധർമ്മം ജയിക്കണത്. ഇവിടെ ആ ഉപ്പ കരയാണ്. അപ്പൊ ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടെ. അപ്പൊ ഞാൻ പിന്നെ സംസാരം തുടങ്ങി. ഇനിയാണ് എന്തിപ്പോ തോന്നുന്നത്, എങ്ങനെയിപ്പോ മോളെ ഇങ്ങനെ, നിങ്ങൾ സാധാരണ പള്ളിയിലെ ഒരു സാധാരണ യാഥാസ്ഥിക സുന്നി പള്ളിയിലെ ഖത്തീബായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് മോളെ ഇങ്ങനെയൊക്കെ? ഒന്നുമില്ല മാഷെ, എന്നോട് കുട്ടി വന്ന് ചോദിച്ചു, പാപ്പച്ചി എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഞാൻ പഠിച്ചോട്ടെ. നമ്മുടെ കുട്ടികളുടെ സ്വപ്നമാണ്, പള്ളിയിലെ ഉസ്താദിന്റെ മോളുടെ സ്വപ്നം. ഞാൻ വിമാനം പുറത്തേക്കോട്ടെ പോയി വാപ്പച്ചി ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല മോളെ, റബ്ബിന്റെ നിയമം ലംഘിക്കാതെ എന്തോ നമുക്കാവാലോ. എന്നാ ശ്രദ്ധിക്കണേ വനിതാ ലീഗുകാരെ,
റബ്ബിന്റെ നിയമം ലംഘിക്കാതെ എന്തുമാകാലോ നമുക്ക് എന്ന് ഞാൻ മോളോട് പറഞ്ഞു. ഒരു പൈസ ഒക്കെ അല്ലേ, അള്ളാന്റെ ഖജന വിശാലല്ലേ. ഇനി ഒരുപാട് മാർക്ക് സുക്കംബർഗ്മാർക്കും അദാനിമാർക്കും അംബാനിമാർക്കും അസിം റംജിമാർക്കും MA ഉസ്മാൻമാർക്കും കൊടുക്കാൻ മാത്രം വിശാലമാണ് അള്ളാഹുവിന്റെ ഖജനാവ്. ആ ഖജാവിനെ കുറിച്ച് നിങ്ങൾ ആശ മുറിയല്ലേ, ആ ഖജാവിനെ കുറിച്ച് പേടിക്കല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, പൈസ ഒക്കെ ആയി മാഷേ, മോള് പഠിച്ചു, മോള് വിമാനപ്പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ഇപ്പൊ പറയാണ് ഏറ്റവും സന്തോഷം ഉണ്ടായത് ഇല്ലേ എന്നാ പറയാതെ പറയുന്നത് പോലെ നമുക്ക് തോന്നും. ആ കുട്ടി പറഞ്ഞെന്നറിയോ, കരിപ്പുറം ഇറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, അപ്പച്ചിയെ നമുക്ക് കുടിക്ക് പോണതിന് മുമ്പേ പാണക്കാട്ട് പെരക്ക് പോയിട്ട് പോകാം. പാണക്കാട്ട് പെരക്ക് പോയിട്ട് പാണക്കാട്ട് വലിയ തങ്ങൾ കണ്ടിട്ട് പോകാം കുടിക്ക്. അതാണ് കുട്ടിയുടെ നന്ദി ബോധം. കുട്ടിക്കറിയാം എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഈ പച്ചപ്പതാകയും പാണക്കാട്ട് തങ്ങളും. ആ നന്ദി ബോധമാണ്, ആ നന്ദി ബോധമാണ് കുഞ്ഞിലക്കടവിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്, നന്ദി കേടിന് റബ്ബിന്റെ മുമ്പിൽ സമാധാനം പറയേണ്ട ഒരു അവസ്ഥ വിശേഷം പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാൻ പാടില്ല. മനസ്സിലാവില്ലേ? ആ കുട്ടിയെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ സന്തോഷിച്ചിരിക്കാനുള്ള ഒരു നോവലുണ്ട്, ബിരിയാണി എന്ന നോവലിന്റെ പേര്. ബിരിയാണി എന്ന നോവലിന്റെ പേര്. ആ നോവലിൽ പറയുന്നതെന്ന് പറഞ്ഞാല് എന്തായി, ഒരു വീട്ടിൽ കല്യാണം നടന്നു, നമ്മുടെ നാട്ടിലെ വീട്ടിൽ കല്യാണം നടന്നു, ഒത്തിരി ബിരിയാണി ബാക്കിയാണ്. രാത്രിയാണ് സമയം, ബിരിയാണി കൊത്തി കുഴിച്ചിടണം, മറ്റാർക്കും കൊടുക്കാനൊന്നും നിവൃത്തിയില്ല, ഒരു രക്ഷയില്ല, അല്ലെ നാളെ ഇതിങ്ങനെ പൂത്ത് മണക്കും, അല്ലാതെ മാറും, ദുർഗന്ധം വരും. അപ്പൊ എന്ത് ചെയ്തു, ആരപ്പോ കുഴിവെട്ടുക, ഒരു ബംഗാളിയെ വിളിച്ചു. ബംഗാളി വന്ന് കുഴിവെട്ടിയിട്ട് ചെമ്പ് ചോറ് കൊണ്ടുവച്ചു, അതിലേക്ക് തട്ടാൻ ബംഗാളി ചോറ് നോക്കിയിട്ട് ഇങ്ങനെ കരയാൻ, പൊട്ടി കരയാൻ. അപ്പൊ എന്താന്ന് ചോദിച്ചു, പറഞ്ഞു, ഇത് ഞാൻ കുഴിച്ചു മൂടാൻ എനിക്ക് കഴിയില്ലേ. എന്താണെന്നറിയോ, ഞാൻ എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഇത് ബസുമതി അരിയുടെ ബിരിയാണിയാണ്, എന്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഒരു പൂതി പറഞ്ഞു, എനിക്ക് ബസുമതി അരിയുടെ ചോറ് തിന്നണോന്ന്. പക്ഷെ കൊടുക്കാൻ എനിക്ക് ത്രാണി ഉണ്ടായിരുന്നില്ല, എന്റെ കയ്യിൽ പണം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അപ്പുറത്തെ കടയിൽ പോട്ട് ആരും അറിയാതെ ഇച്ചിരി ബസുമതി അരി കട്ടിട്ട് എന്റെ ഭാര്യക്ക് കൊണ്ടുകൊടുത്തു. ഭാര്യ അത് കുറച്ചിട്ടാ പ്രസവിച്ചത്. കുട്ടി പെണ്ണായപ്പോ കുട്ടിക്ക് ബസുമതി എന്ന് പേരിട്ടു. ഒരു ലേഖനം, ഒരു നോവലാണ്, എന്തെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നറിയോ, ബംഗാളിലെ 35 വർഷക്കാരൻ കമ്മ്യൂണിസ്റ്റുകാരൻ ചുവന്ന പർവ്വതാനി വിരിച്ചു ഭരിച്ച ബംഗാളിലെ നമ്മുടെ ആളുകളുടെ അവസ്ഥയാണ് ഞാൻ പറയേണ്ടത്. അവരുടെ സ്വപ്നങ്ങൾ, 4 കോടിയുള്ള UP നമ്മുടെ സഹോദരങ്ങളുടെ സ്വപ്നങ്ങൾ ഇല്ലേ. നിങ്ങൾ ചോദിക്ക്, നമ്മുടെ നാട്ടിലെ +2 കഴിഞ്ഞ ഒരു പെൺകുട്ടിയെ വിളിച്ചിട്ട് ഒരു ആൺകുട്ടിയെ വിളിച്ച് നിങ്ങൾ ചോദിക്കേ, മോളെ സ്വപ്നം എന്താവേണ്ടത്? അവരെന്ന് പറയാം, എനിക്ക് AI മാനേജർ ആവണം, എനിക്ക് എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവണം, എനിക്ക് ഫെലോഷിപ്പോടെ ജർമ്മനിയിൽ പഠിക്കണം, സ്കോളർഷിപ്പോടെ എനിക്ക് ഫിൻലാൻഡിൽ പഠിക്കണം, ഞാനിപ്പം UK പോകാനിരിക്കുകയാണ്, ഞാൻ ഓസ്ട്രേലിയയിലൊക്കെ പരീക്ഷ എഴുതിയിട്ടുണ്ട്, എനിക്ക് മിക്കവാറും സ്കോളർഷിപ്പ് കിട്ടും, ഞാൻ കേന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ പോവാണ്. ഇങ്ങനെ പറയാം അല്ലെ. നമ്മുടെ കുട്ടികളുടെ സ്വപ്നം ആകാശത്തിനും അപ്പുറത്തും അനന്തവിഹായസുള്ള നീലമയിൽ അവർ പക്ഷികളെ പാറി നടക്കുകയാണ്. ആഴങ്ങളിൽ അവർ വിരകങ്ങളെ, അവർ മത്സ്യങ്ങളെ പോലെ ഒഴിയിടുകയാണ്. അവർ ചന്ദ്രനിൽ പോകാൻ ആഗ്രഹിക്കുകയാണ്. അവർക്ക് ചൊവ്വയിലേക്ക് പോകണമെന്ന പോലെ അവരുടെ സ്വപ്നങ്ങൾ എല്ലാറ്റിനും അപ്പുറത്താണ്. തൊട്ടപ്പുറത്ത് കർണാടകയിൽ, ഇപ്പുറത്ത് തമിഴ്നാട്ടിൽ, അതുമല്ലെങ്കിൽ 4 കോടിയുള്ള UP, അതുമല്ലെങ്കിൽ 2.25 കോടിയുള്ള ബീഹാറിൽ, അതുമല്ലെങ്കിൽ 2 കോടിയുള്ള ബംഗാളിൽ പോയിട്ട് നമ്മുടെ കുട്ടിയുടെ സ്വപ്നങ്ങൾ ചോദിച്ച് എന്നാ സ്വപ്നം പറയുന്നറിയോ? അവർ പറയും, എന്താ ഏറ്റവും വലിയ സ്വപ്നം വെച്ച് പറയും, ഒരു നേരത്തെ ഭക്ഷണം വയറ് നിറച്ച് കഴിക്കണം. അതാണ് അവരുടെ സ്വപ്നം. ലീഗ് ഉള്ളിടത്ത കുട്ടികളുടെ സ്വപ്നവും ലീഗ് ഇല്ലാത്തിടത്ത കുട്ടികളുടെ സ്വപ്നവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആ സ്വപ്നം ഞങ്ങളിലേക്ക് സന്നിവേശിപ്പിച്ചത് ഈ സംഘബോധമാണ്. ആരെയും വിഷമിപ്പിക്കാത്ത, സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിക്കുന്ന, വർഗീയതയോട് വല്ലാത്ത യുദ്ധം പ്രഖ്യാപിച്ച ഒരു പ്രസ്ഥാനം. നിങ്ങൾ അങ്ങനെയാണല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഒരു സതീശൻ മാസ്റ്ററും അദ്ദേഹത്തിന്റെ ഭാര്യ ഗൗരി തൊഴിലുറപ്പ് പരിപാടിക്ക് പോണ ആളുകളെ. അപ്പൊ എന്തായെന്ന് പറഞ്ഞാൽ ഈ അടുത്ത് വന്ന ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഒരു ദിവസം രാവിലെ അവരെന്ത് ചെയ്യാന്നറിയോ, ഗൗരിയും പണിക്ക് പോയില്ല, സതീശനും പണിക്ക് പോയില്ല. റോഡിന്റെ ഇരുവശത്തുള്ള കാട് ഇങ്ങനെ വാക്കി വെട്ടി വൃത്തിയാക്കണം. ആളുകൾ വെച്ച് എല്ലാ ഗൗരി ജന പണിക്ക് പോണില്ലേ, എല്ലാ സതീശ ഇത് പോണില്ലേ, ഇല്ലേ ആള് പോണില്ല. പിന്നെ എന്തിപ്പോ ചെയ്യണം, PWD ഏൽപ്പിച്ചാണോ നിങ്ങളെ? എന്തിപ്പോ ചോദിച്ചവർ പറഞ്ഞു, ഒന്നുമില്ല. ഒന്നുമില്ല, നിങ്ങൾ ഒന്നുമില്ല ഇപ്പൊ സാറല്ല. ചില ആളുകളുടെ ഉത്തരം കിട്ടാൻ ഓട്ടോറിക്ഷ എടുത്ത് പറയൂടും അല്ലെ. തൊഴിലുറപ്പിനല്ലേ അവർ പോകുന്നു. തൊഴിലുറപ്പിന് പോയാൽ ആരോ പറഞ്ഞിട്ടിരുന്നു, തൊഴിലുറപ്പിന് പോയാൽ തൊഴിൽ ഉറപ്പല്ല, തൊഴിൽ ഉറക്കാണ്. ശരിയാണോ? ഏതോ ഒരു പെണ്ണുങ്ങൾക്ക് സുഖമില്ലാതെ ആശുപത്രി പോയിട്ട് സൂചി വെക്കാൻ പറഞ്ഞത്രേ. ആര്? ഡോക്ടർ. സൂചി വെക്കേണ്ടത് എവിടെ? പൃഷ്ഠഭാഗത്ത് പിറകിലാണ്. സൂചി കയറണില്ല. ഡോക്ടർ വെച്ചത്രേ, സൂചി കയറണില്ല, നല്ല തഴമ്പാണല്ലോ, തൊഴിലുറപ്പിലാ പണിയും തോന്നുമല്ലേ, ഇരുന്നിട്ട് തഴമ്പൂട്ടിയതാണോ? ഇല്ലേ? രസത്തിന് പറയുകയാണെങ്കിലും എന്താണ്, ആ തൊഴിലുറപ്പ് പണിക്ക് പോണ ആളാണ് ആര്? ഗൗരി. പോകാതിരിക്കും. അപ്പൊ ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല ഞങ്ങൾ പോണില്ല. അവസാനം കുത്തി ചോദിക്കാൻ തുടങ്ങി. നമ്മള്
കുത്തി ചോദിക്കാന്ന് പറയില്ലേ, അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒന്നുമല്ല, ഞാൻ രാവിലെ എഴുന്നേറ്റ് തൊഴിലുറപ്പിൽ പോകാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് മാറ്റി ഇറങ്ങാൻ നേരത്തെ സതീശേട്ടൻ പറഞ്ഞു, ഗൗരിയേ ഇന്ന് നമുക്ക് അതിലൊന്നും പോണ്ട, ഈ റോഡ് മേലെ കാട് മുളക്കൊന്ന് ബാക്കി വൃത്തിയാക്കാം, ഇത് വരി ഒന്നും പറയണ്ട വരി. അപ്പൊ എന്തേന്ന് ചോദിച്ചാൽ പറയാണ്, ഇന്ന് വൈകുന്നേരം നമ്മുടെ തൊടിയിലെ പള്ളിയിലെ കുട്ടികൾ ദുഃഖമൊക്കെ മുട്ടി പാട്ടൊക്കെ പാടിയിട്ട് അങ്ങനെ ജാതിയായിട്ട് വരും, ആ മക്കളെ കാലിൽ കമ്പും മുള്ളും തട്ടണ്ട, അതങ്ങ് ഒഴിവായി കൊടുക്കല് പുണ്യം. നോക്കുമ്പോൾ അന്ന് റബീഉൽ അവ്വൽ 12, റബീഉൽ അവ്വൽ 12 ഘോഷയാത്ര വരുമ്പോ ആ മക്കളെ കാലപ്പോ ആരോ പറഞ്ഞു, ഓ പള്ളി പ്രസിഡന്റ് കുഞ്ഞുമൂട്ടിയാജി ഏൽപ്പിച്ചേൽക്കുമല്ലേ, നല്ല പൈസ കിട്ടുമല്ലോ, ഈ പൈസ വാങ്ങി. റബീഉൽ അവ്വൽ 12 നബിദിന ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന മക്കളുടെ കാലിൽ കമ്പും മുള്ളും തട്ടുമെന്ന് കരുതി തൊഴിലുറപ്പിന്റെ പണി ഉപേക്ഷിച്ച് കൂലിപ്പണി ഉപേക്ഷിച്ച് റോഡിന് ഇരുവശവുമുള്ള കാട് വയക്കി വൃത്തിയാക്കണ, ആ കാട് വയക്കി വൃത്തിയാക്കാൻ പണം വാങ്ങാതിരിക്കൽ പുണ്യമാണെന്ന് കരുതുന്ന ഗൗരിയുടെയും സതീശന്റെയും നാടായി നാട്. അഷ്ടമി രോഹിണി ഘോഷയാത്ര നടക്കുമ്പോ അതിലെ ഹൈന്ദവ ഭക്തന്മാർക്ക് പഞ്ചസാരയിട്ട് അരിപ്പായസം വെച്ച് വിളമ്പണ അബൂബക്കർ ഹാജിയുടെ നാടാണ് നമ്മുടെ നാട്. ആ നാട്ടിലെ നമ്മൾ തമ്മിലടിക്കരുതെന്ന് ആരെക്കാളും മുസ്ലിം ലീഗ് നിർബന്ധമുണ്ട്. ഏത് വോട്ടിന് വേണ്ടി ആര് വെള്ളാപ്പള്ളിയെ കൊണ്ട് നടന്നാലും, ആര് ഭൂലോക വർഗീയവാദി യോഗി ആദിത്യനാഥിന്റെ ആശംസ സ്വീകരിച്ചാലും മുസ്ലിം ലീഗ് പറയണേ, നിങ്ങളുടെ പരിപ്പ് കേരളത്തിന്റെ അടുത്ത് വേവാൻ ഞങ്ങൾ വിടില്ലെന്ന് പറയണം. അതാണ് മുസ്ലിം ലീഗ്. അതൊരു ജിഹാദ്, അതൊരു ജിഹാദ്. നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾ നോക്കി എന്തൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേവഗൌഡ എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് തൊട്ടപ്പുറത്ത് കർണാടകത്തിലുള്ള വലിയൊരു മതയാചരണ നേതാവാണ്. അദ്ദേഹത്തോട് ചോദിച്ചോ, നിങ്ങൾ BJP ആയിട്ട് സഖ്യം ചെയ്യാൻ തീരുമാനിച്ചോ, നിങ്ങൾ RSSുമായിട്ട് ചേരാൻ തീരുമാനിച്ചോ? അപ്പൊ അയാൾ പറയാണ്, പലതവണ ഞാൻ ആലോചിച്ചു, ഞാൻ എങ്ങനെ ആവുക, ഇന്ത്യൻ മതേതരത്തിന്റെ ഐക്കണല്ല ഞാൻ, ഇന്ത്യയുടെ ഇന്ത്യപുസ്തകത്തിന്റെ അധികാര പത്രത്തിന് പ്രധാനമന്ത്രി ഇരുന്ന ഒരാളല്ലേ ഞാൻ എങ്ങനെ അവർക്ക് കൂടാന്ന് പലപ്പോഴും ഞാൻ ആലോചിച്ചപ്പോഴൊക്കെ ഐ വാസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് ഇൻഡ്യൂസ്ഡ് ബൈ കേരള ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ നിർബന്ധിച്ചത് RSSനൊപ്പം ചേരാൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ദേവഗൌഡ സാക്ഷ്യം പറയാം. എന്നിട്ട് നമുക്ക് കുലുക്കയില്ലേ, നമ്മളിപ്പോഴും പറയാണ് ഇത് ഭയങ്കര എന്തോ സാധനമാണെന്ന്. ഇവിടെ മനസ്സിലായിട്ടില്ല, അങ്ങനെ സംഗതി നമ്മുടെ മനസ്സിൽ കണ്ടീഷൻ ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾ ചോദിക്കട്ടെ അല്ലേ, ഇപ്പൊ മെട്രോ ഉദ്ഘാടനത്തിന് മോഡിയെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നത്? പിണറായി വിജയൻ. ഉദാഹരണം കൂടെ പറയാം, മോഡിയെ കൊണ്ട് രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം പ്രത്യേകിച്ച് CHനെ ഓർക്കുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ. ഉദ്ഘാടനത്തിന് ആരെ കൊണ്ടുവന്നു? മോഡിയെ കൊണ്ടുവന്നു. ഇന്ത്യയിൽ മൊത്തം 8 മെട്രോ ഉള്ളത്. ഇതിനു മുമ്പ് 7 മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ, കേരളത്തിലെ 1ാമത്തെ മെട്രോ ആണ് കൊച്ചി മെട്രോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത മെട്രോ ആണ് കൊച്ചി മെട്രോ. ബാക്കിയൊക്കെ ഉദ്ഘാടനം ചെയ്ത് ഒന്നിക്ക് രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, രാഹുൽ ഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, സോണിയാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ, പിണറായി വിജയൻ പ്രധാനമന്ത്രി കൊണ്ടുവരില്ല. എന്തുകൊണ്ടാവുണ്ടെന്ന്? മോഡി ആയതുകൊണ്ട്. എന്ത് മോഡി? മടിയിൽ കനമുള്ളത് കൊണ്ട്, വാല് അമ്മിക്കുണ്ടിന്റെ ഉള്ളിലായതുകൊണ്ട്, അമ്മിക്കടിയിലായതുകൊണ്ട്. ലാബിൽ 34 തവണ മാറ്റിവെച്ചു. ഇനി മാറ്റിവെക്കണമെങ്കിൽ സന്തോഷിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് യോഗി ആദിത്യനാഥൊക്കെ ക്ഷണിക്കുന്നത്. അങ്ങനത്തെ രാഷ്ട്രീയം നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വനിതാ ലീഗ് സംഘടിച്ച് വളരെ വ്യക്തമായിട്ട് രാഷ്ട്രീയം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വടകരയിൽ നമ്മളത് കണ്ടു, വനിതാ ലീഗിന്റെ ശക്തി അല്ലേ. ഷാഫി അങ്ങ് ഏറ്റെടുത്തു. എന്നിട്ട് ഷാഫിയുടെ നോമിനേഷൻ അവരാ കൊടുത്തത്. ആണുങ്ങളോട് നിങ്ങൾ 2 പെണ്ണുങ്ങളെ കൊടുത്തത് നോമിനേഷൻ. എന്നിട്ടോ അതിനു മുമ്പ് സതീദേവിയെ നിർത്തി 1,34,000 വോട്ടും ജയിച്ചു. അപ്പൊ ശൈലജ ടീച്ചർ അതിനേക്കാൾ നല്ല വനിതാ സ്ഥാനാർത്ഥിയാണ്. പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? പെണ്ണുങ്ങൾക്ക് വോട്ട് ചെയ്യും. അതുകൊണ്ട് ഒന്നുമില്ലെങ്കിൽ ഒരു പെണ്ണുങ്ങളല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് നിർത്തിയതാണ് ടീച്ചറെ. എന്തായി? അവിടെയുള്ള സാധാരണ പെണ്ണിന് വോട്ട് ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാർ, നമ്മുടെ വീട്ടിൽ നമ്മുടെ പെണ്ണുങ്ങന്മാരെ എന്ത് ചിന്തിച്ചു? ഇന്ത്യ ഫാസിസത്തിന്റെ പിടിയിലാണ്. ഫാസിസം ആസുരഭാവം കൊണ്ട് ആടിത്തമ്മക്കണ കാലമാണ്. മോഡിസത്തിന്റെ കാലമാണ്. അടുക്കളയിൽ എത്തിയിട്ടുണ്ട്. ഭരണഘടന മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ കൈ ചൂണ്ടാൻ ടീച്ചറെക്കാൾ നല്ലത് ഷാഫിയാണെന്ന ബോധവും നിങ്ങൾക്കുണ്ടായി, രാഘവനാണെന്ന ബോധവും നിങ്ങൾക്കുണ്ടായി. അപ്പോ കുത്തനെ ഭൂരിപക്ഷം കൂടി. ആ ബോധമാണ് പഞ്ചായത്തിലുണ്ടാവേണ്ടത്. വ്യക്തിബന്ധോ രക്തബന്ധോ ഒക്കെ വേറെ, രാഷ്ട്രീയം വേറെ. എന്റെ നാട്ടിലുണ്ടായിരുന്നു സാർ തത്തോർ മരിച്ചുപോയി. ഞാൻ അവിടെ മത്സരിക്കാൻ, എനിക്കെതിരെ മത്സരിക്കുന്നത് നമ്മുടെ റബൽ സ്ഥാനാർത്ഥിയാണ്. കാരണം എന്റെ നാട്ടിൽ വേറെ മത്സരിച്ച കാര്യമില്ല. ലീഗിനെ തോപ്പിക്കാൻ ലീഗുകാർ തന്നെ പോകണം. അങ്ങനെ നാടാണ്. നിങ്ങളൊക്കെ നാട് പോലത്തെ നാടായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും എന്റെ നാടൊരു സാമ്യം തോന്നിയിട്ടുണ്ട്. ഞാനവിടെ 22 വയസ്സ് 2000 മത്സരിക്കാൻ യാദൃച്ഛികമായിട്ട് സ്ഥാനാർത്ഥിയാതാ ഞാൻ. അപ്പൊ എനിക്കെതിരെ ആദ്യം നമ്മൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. 30 ദിവസം ആശാഭം കൊണ്ടായി. 30 മറുകണ്ഠം ചാടിയിട്ട് അവരുടെ സ്ഥാനാർത്ഥിയെ, CPMന്റെ സ്ഥാനാർത്ഥിയെ.
ഓരോ ഈ സാറുത്താന്റെ നേരെ മോളുടെ ഭർത്താവിന്റെ ഏട്ടനാണ് ആ സ്ഥാനാർത്ഥി. സാറുത്താത്തന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ പിയാപ്പിള, നമ്മുടെ നാട്ടിൽ പിയാപ്പിള ഭയങ്കര സാധനമാണ്, നിങ്ങൾക്ക് ഇവിടെ പിയാപ്പിളക്ക് ഒരു വിലയില്ലാലുണ്ടാ, പിയാപ്പിളന്നില്ലേ നമ്മുടെ നാട്ടിൽ പിയാപ്പിള തന്നെ ഭയങ്കര, നിങ്ങൾ ഭാര്യ വീട്ടിൽ പോയി നോക്കണ്ടേ സുഖമാണെങ്കിൽ അല്ലേ, എല്ലാറ്റേരും കൊടോട്ട് ദോഷമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഭാര്യ വീട്ടിൽ വല്ലാത്ത അത് ആദ്യത്തെ 2 മാസമാണേ, പിന്നെ ഭയങ്കര കഷ്ടമാണ്. അപ്പൊ എന്താ പ്രശ്നം പറഞ്ഞാല് ഞാൻ പറഞ്ഞു വരുന്നത്, എല്ലാറ്റും അതിന്റെ പ്ലസ് മെറിസ് ഡിമെറിസ് കാണും, ഓരോന്നും കാണും ഇല്ലേ. ഞാൻ വരുമ്പോൾ പറയായിരുന്നു ഇവിടെ, പിന്നെ ഷബീർ സാഹിബായിട്ടും പിന്നെ ഷെരീഫ് സാഹിബ് സംസാരിക്കും പറയായിരുന്നു, ആ സിസ്റ്റത്തെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ പരസ്യം പോലെയാണ് 50-50 ടേസ്റ്റി. എന്താണ്, എവിടെ വേണമെങ്കിൽ നിൽക്കാം, അവിടെ നിൽക്കുക ഇവിടെ നിൽക്കുക, കുഴപ്പമില്ല. അപ്പൊ എന്താ വെച്ചാൽ പുതിയാപ്പിളിന്റെ ഏട്ടൻ പുതിയാപ്പിളിന്റെ ഏട്ടനാണ് സാറുത്താത്ത സ്ഥാനാർത്ഥി. അതുകൊണ്ട് നിങ്ങൾ സാധാരണ പോലെ എന്താവാൻ പാടില്ല, ശ്രദ്ധിക്കണം. അങ്ങനെ ഇങ്ങനെ മൂപ്പറിങ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പുതിയാപ്പിളനെ എടുക്കുമ്പോ ഞാൻ ബോട്ട് സ്ത്രീധനം പറഞ്ഞിട്ടില്ല കേട്ടാ, മനസ്സിലാവില്ലേ? പുതിയാപ്പിളിനെ എടുക്കുമ്പോ ഞാൻ ബോട്ട് സ്ത്രീധനം പറഞ്ഞിട്ടില്ല, ഞാൻ എന്റെ കുട്ടിക്കേ ചെയ്യൂ, ആർക്ക് എനിക്കേ ചെയ്യൂ. 2 ബൂത്തും പിടിച്ച് കള്ള വോട്ട് ചെയ്തിട്ടും അവസാനം നമ്മൾ ജയിച്ചു. കാരണം നിങ്ങൾക്കറിയാമോ, പ്രദേശങ്ങളൊക്കെ ഇലക്ഷൻ നടക്കുമ്പോൾ സംഗതി അറിയില്ലേ, ഒരാൾ 5-10 വോട്ടൊക്കെ ചെയ്യുക ഇല്ലേ. ഇലക്ഷൻ കഴിഞ്ഞ ദിവസം എല്ലാ വീടുകളിലും പാർട്ടി ഗ്രാമങ്ങളിലെ വീടുകളിൽ കൂട്ട നിലവിളിയാണ്. നീ അവരുടെ കാതോറും ചേർത്ത് വെച്ച് എന്താ പറഞ്ഞു ചോദിച്ചാൽ മതി. എന്നറിയോ, 10 കൊല്ലം മുമ്പേ മരിച്ച അപ്പോപ്പെ സ്കൂൾ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങോട്ട് വരാതെ തിരിച്ചുപോയി എന്നൊരു കാര്യമായിട്ട് അങ്ങനെ നാടാൻ അങ്ങനെ ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലേ. ആ ഒരു സ്ഥലം അവിടെ നമ്മുടെ നാട് മനസ്സിലാവില്ലേ. അവിടെ ഇവർ പറഞ്ഞിട്ടില്ല, 2 ബൂത്ത് പിടിച്ച് കള്ള വോട്ട് ചെയ്തിട്ടും പഠിച്ചവന്റെ ഗൃഹം കൊണ്ട് നമ്മൾ ജയിച്ചു. എന്താ അറിയോ, 86 വോട്ടിൽ നേടിച്ചിരുത്തി മത്സരം ഞാൻ ജയിച്ചു. പറയാൻ കാരണം എന്താ വെച്ചാല്, പിന്നീട് ആരോ പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നമായി, കള്ള വോട്ട് ചെയ്ത ആൾ എണിക്കായത്. അതൊരു ഇക്കുമത്ത്, അത് നമ്മൾ അറിയാത്തൊരു അദൃശ്യമായ സഹായം. അത് നിങ്ങൾ അനുഭവിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ഇവർക്കൊക്കെ അതറിയാം എങ്ങനെ ഇവർക്ക് പിടിച്ചു നിന്നത് എന്നുള്ളത്. ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു നമുക്ക്, പച്ച പിടിക്കാൻ പറ്റാത്ത, പച്ച തൊടാൻ പറ്റാത്ത, പച്ച പറയാൻ പറ്റാത്ത. പാനൂരിലൊക്കെ PR കുറുപ്പിന്റെ കാലഘട്ടത്തില് അവർ പറയും, പള്ളിന്റെ മേലെ യോഗം കൂടുക ലീഗിന്റെ. എന്നിട്ട് യോഗം കൂടി ആരും പറഞ്ഞ് വന്നു നോക്കുന്നതാണെന്ന് അറിയാം. വന്ന് നോക്കുന്ന കാണുമ്പോ മൗലൂദ്, മൗലായ പാർട്ടി യോഗം നടക്കണം. അത് മൗലൂദാണ്, നമുക്ക് പോകാന്ന് പറയും. മൗലൂദില്ല, മൗലൂദും പാർട്ടി യോഗവും ഒന്നിച്ചിട്ട് ഇന്ന് ആ പാനൂർ നഗരസഭ ഭരിക്കുന്നത് മുസ്ലിം ലീഗിന്റെ ചുണക്കുട്ടികളാണ്. അവർ ആ അധികാരത്തിന്റെ സകല ഭാവങ്ങളും കയ്യിലെടുത്ത അമ്മാനോടാണ്. നിങ്ങൾ മാവൂര് കണ്ടില്ലേ, പോയാൽ സന്തോഷം തോന്നും. എന്നാ മാവൂരെ ബസ് സ്റ്റാൻഡ് ഷോപ്പിംഗ് കോംപ്ലക്സ് ആരുടെ പേരില? അഹമ്മദ് സാഹിബിന്റെ പേരിലാണ് അല്ലേ. അതുപോലെ പാനൂർ ഷോപ്പിംഗ് കോംപ്ലക്സ് ആരുടെ പേരിലെന്നറിയോ? KM സൂപ്പി സാഹിബിന്റെ പേരിലാണ്. മുസ്ലിം ലീഗിന്റെ മുൻ MLA PR കുറുപ്പിനെ തോൽപ്പിച്ച, അദ്ദേഹത്തിന്റെ ശിഷ്യനായ PR കുറുപ്പിന്റെ ശിഷ്യനായിട്ട് വന്ന് അദ്ദേഹത്തെ തന്നെ തോൽപ്പിച്ച മഹാനായ KM സൂപ്പി, അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ പറഞ്ഞതെന്നറിയോ, എന്ത് പറയുമ്പോ ഞാൻ ഇങ്ങോട്ട് മാറിയേ, എന്ത് പറയുമ്പോ മാറിയേ, നിങ്ങൾ എന്റെ പോയില്ല. ഞാനതാ പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുകയല്ല, ഇങ്ങോട്ട് കാര്യങ്ങൾ പറയും. നിങ്ങൾ എന്തിനൊക്കെ പറഞ്ഞോളി എന്നോട്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ വെറുതെ എയർ പിടിച്ചിരിക്കുമ്പോഴേ ശരീരത്തെ മുഴുവൻ ടിഷ്യൂസ് ഒന്നിച്ച് വർക്ക് ചെയ്യും. ടിഷ്യൂസ് ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് വിശക്കുന്ന ആൾ എന്ത് വേണം, എന്തെങ്കിലും തിന്നാൻ തന്നെ വേണം. പ്രസംഗം വിശപ്പ് മാറ്റില്ല. അതുകൊണ്ട് എന്തോ അല്ലെങ്കിൽ നമ്മൾ സാറിന് പറയാറുണ്ട്, ഈ പ്രസംഗ പീഠത്തിന് മുന്നിലിരിക്കുമ്പോഴും പ്രസവ വാർഡിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒറ്റ ചിന്ത ഉണ്ടാവുള്ളൂ, എന്നാ ഇത് എപ്പോഴാ ഒന്ന് കഴിഞ്ഞിട്ട് അല്ലേ. പ്രസവിക്കാൻ ആരെങ്കിലും പാട്ടിക്കാൻ നമ്മൾ പുറത്തു വന്നിട്ട് പ്രസവിക്കല്ലേ പഠിച്ചോ, ഇപ്പൊ ഒന്നും പ്രസവിക്കില്ല എന്നാ പറയാ. എന്റെ ഉമ്മയൊക്കെ എന്ന ശേഷം മരിച്ചു, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എന്ന ശേഷം എന്റെ ഉമ്മക്ക് നഫീസത്ത് മാല ചൊല്ലുക, വേഗം പ്രസവിക്കാൻ. അതൊരു വിശ്വാസം അല്ലേ. ബദർ മുഴുവൻ ചെല്ലും, വേഗം പ്രസവിക്കുക, അതൊരു വിശ്വാസം. അത് ചെയ്തതുകൊണ്ട് പ്രസവിക്കും. ചിലപ്പോൾ ആ വിശ്വാസത്തോട് യോജിക്കാത്ത ആളുകളൊക്കെ കാണും. നമ്മൾ നന്മ അതാണല്ലോ അല്ലെ. നമ്മൾ സാധാരണ പറയാറുണ്ട്, AP ആള് വിളിച്ചാൽ AP കാരെ പോവുള്ളൂ, EK ആള് വിളിച്ചാൽ EK കാരെ പോവുള്ളൂ, തബ്ലീഗ് വിളിച്ചാൽ ഒരേ പോവുള്ളൂ, മുജാഹിദ് വിളിച്ചാൽ അവരെ പോവുള്ളൂ, ജമാഅത്ത് വിളിച്ചാൽ ഒരേ പോവുള്ളൂ. എല്ലാവരെയും വിളിക്കാൻ പറ്റുന്ന, വിളിച്ചാൽ എല്ലാവരും വരുന്ന ഒന്നേ നമുക്കുള്ളൂ, അതിന്റെ മുസ്ലിം ലീഗാണ്. അത് തകരാതെ സൂക്ഷിക്കണം. എല്ലാവരും വിളിക്കാൻ പറ്റുന്ന ഒന്നേ നമുക്കുള്ളൂ. എന്റെ മുന്നിൽ ഞാൻ സലഫി തട്ടം കാണുന്നു. ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ അറ്റ് ഓൾ ടു ദി മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. എന്തെങ്കിലും അവാന്തര വിഭാഗങ്ങളിൽ വിഷയങ്ങളും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ചില ആളുകൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെച്ച് പൂശുമ്പോൾ അവർ അഡ്രസ്സൊന്നും ആയിരിക്കൂല. ഏതെങ്കിലും അണ്ടനും അടകൂടനും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമായിരിക്കും. അതും പൊക്കി പിടിച്ച് നമ്മളിതാ അയാൾ അങ്ങനെ പറഞ്ഞ് ഇയാൾ ഇങ്ങനെ പറഞ്ഞ് കുഴപ്പത്തിന് പോവാ. ഞാൻ നിങ്ങളോട് പറയാണ്, ഇപ്പൊ സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ പ്രതി വിഷയം കാര്യങ്ങളുണ്ട്. ഏറ്റവും നല്ല പോളിസി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്ത് വേണ്ട, നിങ്ങൾ വലിയ സമസ്തക്കാരനായിട്ട് ലീഗിന്റെ തലയിൽ കയറണ്ട, നിങ്ങൾ വലിയ ലീഗുകാരായിട്ട് സമസ്തന്റെ തലയിലും കയറണ്ട. മാധ്യമ ഇടപെടാണ് നമുക്ക് ഏറ്റവും നല്ലത്. വാട്സപ്പും ഫേസ്ബുക്കും നോക്കി നിങ്ങൾ അതിന് അഭിപ്രായം പറയാൻ വേണ്ട. തല അവിടെ ഉണ്ടല്ലോ, എന്തിനാ നമ്മൾ വാലാടുന്നു? നമ്മളെന്താ വേണ്ടത്? ഈ കെട്ടുറപ്പ് തകരാതെ സൂക്ഷിക്കാൻ വേണ്ടത് നമ്മൾ സമുദായത്തിനകത്തുള്ള ഐക്യവും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യവും അല്ലേ. ഹിന്ദുവും മുസ്ലിം തമ്മിലുള്ള ഐക്യവും മുസ്ലിങ്ങൾക്കിടയിലുള്ള അവാന്തര വിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യവും
അത് വളരെ പ്രധാനമാണ്. എങ്കിലേ നാട്ടിൽ പുരോഗതി ഉണ്ടാവുള്ളൂ. മനസ്സിലാവണേ? ഞാൻ നിങ്ങളോട് പറയാം. ഞാനിപ്പോ ആഴമാല പഞ്ചായത്ത് മെമ്പർ അയക്കുന്ന സമയത്ത് അവിടെ ഒരു പോലീസ് ഓഫീസർ വന്നു, SI ആയിട്ട്, രാഘവൻ സാർ. ആ രാഘവൻ സാർ വന്നിട്ട് മൗലവി സാഹിബ് ഉള്ള കാലമാണ്. മൗലവി സാഹിബ് പറഞ്ഞോട് രാഘവൻ എന്റെ സുഹൃത്താണ്, നീ പോയിട്ട് പരിചയപ്പെടണം. ഞാൻ എന്ത് ചെയ്തു? പോയി. അപ്പൊ എനിക്ക് മൗലവി സാഹിബിന്റെ ആളെ തന്നിട്ട് എനിക്ക് കസേരൊക്കെ തന്നു, എന്നെ ഇരുത്തി. എന്നിട്ട് പറഞ്ഞു, മോനെ എവിടെയാണ്? ഞാൻ സുഹൃത്താണ്, ഞാൻ പഞ്ചായത്ത് മെമ്പറൊക്കെയാണ്. അങ്ങനെ. അപ്പൊ മോന്റെ നാട്ടിലെ അവസ്ഥ എന്താണ്? എന്ത് പറയാ? പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, എല്ലാവരും തമ്മിൽ സന്തോഷത്തോടെ? ഞാൻ ഒന്നുമില്ല സാറേ, 70% മുസ്ലിങ്ങളാണ്, 30% മുസ്ലിങ്ങളാണ്, നമ്മൾ പരസ്പരം സന്തോഷത്തോടെ കൊണ്ടും കൊടുത്തൊക്കെ കഴിയണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ലത്. അപ്പൊ മൂപ്പറിനോട് പറയാണ്, അവിടെ ഇരിക്കുന്നു പറഞ്ഞു, എന്നെ ഇരുത്തിയിട്ട് എന്റെ കണ്ണിലേക്ക് നോക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എന്നോട് പറയാണ്, ഞാൻ കാസർഗോഡ് നിന്ന് വരികയാണ്, കാസർഗോഡായിരുന്നു ഇതുവരെ എനിക്ക് ഡ്യൂട്ടി, ഇപ്പൊ ഞാൻ ഇവിടെ വരികയാണ്, എനിക്ക് 56 വയസ്സിന് അടുത്തായിട്ടുണ്ട്, ഞാൻ പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ പോവാണ്. അദ്ദേഹത്തിന്റെ തോളിൽ 3 സ്റ്റാർ ഉണ്ട് തിളങ്ങി നിൽക്കുന്നത്, രാഘവൻ സർ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഞാൻ പറയട്ടെ മോനെ, ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ നിങ്ങൾ നല്ലോണം ലീഗിനുണ്ടായിക്കോ, എന്നാൽ നിങ്ങളെ കുട്ടിക്ക് നല്ല പുയാപ്പിള്ളയും കിട്ടും, നിങ്ങളെ പറമ്പിന് നല്ല വിലയും കിട്ടും. ഓരോ ആളുകളുടെ റീഡിംഗ് ആണ് ഞാൻ പറയണത്. സാധാരണക്കാരനായ ഒരു കൈക്കോട്ട് പണിക്കാരനല്ല പറയണത്. അനുഭവങ്ങളുടെ അക്ഷയഖനിയായിട്ടുള്ള ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ പറയാൻ, മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ളിടത്ത് നിങ്ങൾ ലീഗിനുണ്ടായിക്കോ, എന്നാൽ നാട്ടിൽ സമാധാനം ഉണ്ടാവും. സമാധാനം ഉണ്ടായാൽ പറമ്പിന് വില കിട്ടും, നല്ല പുതിയാപ്പിള്ളയും കിട്ടും. റീഡിംഗ് നോക്കണം. ഇത് വെറുതെ അല്ല ലീഗാവണമെന്ന് പറയണത്. നിങ്ങളിപ്പോ ചെറുപ്പക്കാരൊക്കെ എന്താണ് മാറി നിൽക്കുകയാണ്, രാഷ്ട്രീയവാദം, നമുക്ക് ലീഗൊന്നും വേണ്ടപ്പ. ഇവർ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ ഉടനെ കുറെ ആൾ ലീഗിന്ന് പോകും. പരീക്ഷ കഴിഞ്ഞ ഉടനെ കുറെ ആൾ ലീഗിന്ന് പോകും. എന്തേ പ്രശ്നം? ഫാറൂഖ് കോളേജിന് സീറ്റ് വേണം. ഞാൻ കുറെ കാലമായില്ലേ പച്ചക്കൊടി ഇങ്ങനെ കുത്തുന്നു, പിടിച്ച് നടക്കണേ, എന്റെ കുട്ടിക്ക് ഒരു സീറ്റ് വേണം. എത്രയും മാർക്ക്? 70%. സീറ്റ് വാങ്ങിക്കൊടുത്തോളാം. ഞാൻ അങ്ങനെ 99.6% മാർക്കുള്ള ഒരു കുട്ടിക്ക് ബഷീർ സാഹിബിനെ കത്തും വെച്ച് അവിടെ കൊടുത്തു. അങ്ങനെ അവിടെ ലിസ്റ്റ് വന്നപ്പോ 56 എന്ത് വെയിറ്റിംഗ് ലിസ്റ്റ്. ഞാൻ വിളിച്ചു ചോദിച്ചു, അല്ലപ്പാ 99.6% മാർക്കുള്ള കുട്ടിക്ക് 56 വെയിറ്റിംഗ് ലിസ്റ്റാ, അപ്പൊ എന്നാ ഈ സംഗതി? മാഷ് ഒറ്റ മിനിറ്റ് മാഷെ ഒന്ന് വാട്സപ്പ് നോക്കണേ. ഉടനെ മൂപ്പർക്ക് വാട്സപ്പിൽ അയച്ചു. 100% മാർക്കുള്ള കുട്ടിന്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 26. 100% മാർക്കുള്ള കുട്ടിക്ക് 26. ഇവിടെയാണ് ഞാൻ സീറ്റ് വാങ്ങി കൊടുക്കണ്ടേ? ഇവരൊക്കെ സീറ്റ് വാങ്ങി കൊടുക്കണ്ടേ? സീറ്റ് വാങ്ങിക്കൊടുത്തിട്ടില്ലെങ്കിൽ വാങ്ങിക്കൊള്ളേ. അപ്പൊ മറ്റൊമ്പേക്ക് വന്നിട്ട്, എന്തിനാടാ നീ കയ്യിൽ കുത്തുന്നു, കുറെ കാലായില്ലേ ലീഗ് എന്ന് പറഞ്ഞ് നടക്കുന്നു, എന്നിട്ട് എന്റെ കുട്ടിക്ക് ഒരു സീറ്റ് വാങ്ങി തരാം, എനിക്ക് വേറൊന്നും പണിയില്ലടാ, എന്നിട്ട് എന്നോട് തിരിച്ചു വെക്കാൻ നീ വാങ്ങി തരുമോ? അത് ചോദിക്കൂല. നമ്മൾ ഉള്ളിൽ ഇങ്ങനെ കയറാൻ മൂച്ചുമ്പോ കയറ്റാൻ കുറെ ആൾ വരികയാണ്. ഞാൻ നിങ്ങളോട് പറയാണ്, ദുനിയാവ് ഡെസ്റ്റിനേഷൻ കണ്ടിട്ട് ലീഗ് പ്രവർത്തിച്ചാല് സമാധാനം ഉണ്ടാവില്ല. കിട്ടിയില്ലേ കിട്ടി, നമ്മൾ കിട്ടിയാൽ ഊട്ടി പോയാൽ ചട്ടി എന്ന് പറയില്ലേ. ഒരു പഞ്ചായത്ത് മെമ്പർ, പഞ്ചായത്ത് ഭരണമൊക്കെ ഓക്കെ, അത് നമ്മുടെ ലക്ഷ്യമല്ല, അത് മാർഗം മാത്രമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം മഹാനായ ഖായിദ് മില്ലത്ത് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ദ ഹോണറബിൾ എക്സിസ്റ്റൻസ് ഓഫ് മുസ്ലിം ആൻഡ് അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ്. അഭിമാനകരമായ ഏതാ അഭിമാന അസ്തിത്വം? സ്വച്ഛന്തമായിട്ട് പന്തലിന് ചോട്ടിൽ പച്ചക്കൊടിയും കെട്ടി ഇവിടെ ഇരുന്നിട്ട് പ്രസംഗിക്കാൻ പറ്റുക എന്നുള്ളത് അഭിമാനകരമായ അസ്തിത്വം. നിങ്ങൾ കണ്ടില്ലേ, കഴിഞ്ഞിപ്പോ റമദാൻ ഈ റബീഉൽ അവ്വൽ കഴിയാൻ ഓരോ ഇടങ്ങളിലും ദഫ് കൊട്ട് പാടത്താണ്, റോഡിലാണ്, മൈതാനങ്ങളിലാണ്, പള്ളികളിലെ മുറ്റങ്ങളിലാണ് ആസ്വദിക്കുകയാണ് നമ്മൾ ദഫ്. എവിടെ നിന്നാണ് ദഫ് വരണത്? ദഫ് വരുന്നത് എവിടെ നിന്നാണ്? എവിടെ നിന്നാണ് അതിന്റെ ശീല വരിക? സന്തോഷമുള്ളിടത്തു നിന്നാണ്, സമാധാനമുള്ളിടത്തു നിന്നാണ്, സുരക്ഷിതത്വ ബോധമുള്ളിടത്തു നിന്നാണ്. എന്റെ വീട്ടിലെ 4 കോടി ദഫ് കൊട്ടാത്തതും, എന്റെ കർണാടകത്തിൽ അവർ കൊട്ടാത്തതും, എന്റെ 2.25 കോടി ബീഹാറിൽ നിന്ന് ദഫ് കൊട്ടാത്തതും അവർക്ക് പ്രവാചകൻ ജനിക്കാഞ്ഞിട്ടാണോ? അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, സ്വപ്നങ്ങളില്ലാത്ത ഒരു സമൂഹമാണ് അവർ. ഞാൻ പറഞ്ഞു, ഇതെത്രയാ? നിങ്ങളെന്തോ പറ മനുഷ്യന്മാരെ. ചോറാവുണ്ട്, ചോറില്ലേ? ചോറാവുണ്ട്, ചോറുണ്ട് കേട്ടോ, ആരും പോയിക്കല്ല. ഇതെത്രയാ? ഇത് വേറെ ഒരൊന്ന്, ഇത് ഇനിയും ഒരൊന്ന്, ഇത് വേറെ ഒരൊന്ന്. ഇതെത്രയാ? ഒന്ന് വെച്ചിട്ട് പറഞ്ഞു 4 അല്ലേ? 4 എന്നാ നമ്മൾ പറയാ. പക്ഷെ ഇത് 4 അല്ല. ഒരു ഭാഷയിൽ 4 ഇങ്ങനെ എഴുതൂല. 4 ഒന്നിക്കൽ ഐവിയാണ്, അല്ലെങ്കിൽ 4 ഇത് 1111. തെങ്ങിൻ കടവിലെ ഒരു അബൂബക്കർ അവിടെയും, ഒരു പോക്കർ ഇവിടെയും, ഒരു നാസർ അവിടെയും, ഒരു മൈമോൻ എവിടെയും നിന്നാൽ 4 ഓരോന്നിന്റെ ശക്തി ഉണ്ടാവുള്ളൂ. ആ 4 പേർ ഒന്നിച്ചു നിന്നാൽ അവർക്ക് 4ന്റെ ശക്തിയില്ല, 1111 ശക്തിയാണ് പഠിപ്പിച്ച പ്രസ്ഥാനത്തിന്റെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ശരി, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മലയാളം ഇവിടെ വന്നിട്ടില്ലേ? വലിയ ലീഗുകാരാണ്, പക്ഷെ പലരും വരാതെ ഇപ്പോഴും വീണ്ടും മതിയാണ്. അവര് റെസിപ്പി നോക്കിയിട്ട് അച്ചാറുണ്ടാക്കുകയാണ് അല്ലേ? ചൂടുവെള്ളം എങ്ങനെ ഉണ്ടാക്കാം? ചൂടുവെള്ളം ഉണ്ടാക്കുന്ന റെസിപ്പി വേണോ? വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചാൽ പോരെ? ഞാനിങ്ങനെ ശ്രദ്ധിക്കണം, ഭാര്യയ്ക്ക് അച്ഛനാണ്, ഞാൻ കേൾക്കാണ്. പിന്നെ അടുത്തതായി ചൂടുവെള്ളം എങ്ങനെ ഉണ്ടാക്കാം? എന്നിട്ട് ഒരു ടംബ്ലറിൽ വെള്ളം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കുക. അതിനുശേഷം അതെടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഒരല്പസമയം കഴിയുമ്പോൾ ആ വെള്ളത്തിൽ വിരൽ പതിയെ കുത്തി നോക്കുക. പെട്ടെന്ന് വലിച്ചാൽ നന്നായി ചൂടായി എന്നാണ് അർത്ഥം. പതിയെ വലിക്കുന്നെങ്കിൽ ഒരല്പം കൂടെ ചൂടാവണം എന്നാണ് അർത്ഥം. ജസ്റ്റ് പറയാണ്, എന്താ ഭംഗി കേൾക്കാൻ. അവസാന ഭാഗത്തിപ്പോഴേ തമാശ എന്ന് മനസ്സിലായത്. അവസാനം പറയാണ്, ആരോ ചോദിച്ചു, സാർ നമുക്ക് വിരളതിൽ കുത്തി വെക്കാനാണ് തോന്നുന്നെങ്കിലോ?
അപ്പൊ പറയണേ നിങ്ങളുടെ നഖത്തിന് കുടിനകം കുത്തിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എന്തായത്? ചൂടുവെള്ളം ഉണ്ടാക്കാൻ റെസിപ്പി ഇപ്പൊ ഉണ്ടാക്കാൻ. ഞാൻ നിങ്ങളോട് പറയണ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുണ്ട് എനിക്കറിയാം. ഇപ്പൊ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് പർദ്ദയൊക്കെ ഇട്ട് നമ്മുടെ സഹോദരിമാരിങ്ങനെ കൂട്ടം കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ട് എനിക്കറിയാം. നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഉമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്കറിയാം. പക്ഷേ ഈ ഇരുത്തം വെറുതെ ആവില്ലേ? ഈ ഇരുത്തം വെറുതെ ആവില്ലേ? ചോദിക്കാനും പറയാനുമില്ലാത്ത നേരത്ത് ഈ ഇരുത്തം നമുക്ക് സഹായമായിട്ട് വരും. എപ്പോഴെന്നറിയോ? വായക്ക് സീൽ വെച്ച് കൈകൾ സംസാരിച്ച് കാലുകൾ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അത് എപ്പോഴാണെന്ന് അറിയില്ലേ. മാത്രമൊന്നും നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. നമുക്ക് വേണ്ടത് എന്താണ്? അഭിമാനത്തോടെ ഇസ്സത്തോടെ ജീവിക്കണം. നമ്മുടെ നാട്ടിലെ പള്ളികളിൽ ബാങ്ക് വിളി എന്നും മുടങ്ങണം. നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെയും പേടിക്കാതെ പറയണം. നമ്മളെ ശ്രീരാം പറയടാന്ന് പറഞ്ഞ് അടിച്ചു കൊല്ലാൻ പാടില്ല. നമ്മുടെ അവകാശം നിഷേധിക്കാൻ പാടില്ല. പശുവിനെ കൊണ്ടുപോയതിന്റെ പേരിൽ അടിച്ചു കൊന്ന് മരക്കൊമ്പിൽ കെട്ടി തൂക്കപ്പെടാൻ പാടില്ല. നമുക്കും ചോദിക്കാനും പറയാൻ ആരൊക്കെ ഉണ്ടെന്ന ബോധവും ഉണ്ടാക്കണം. നമ്മൾ ഈ നാടിന്റെ മക്കളാണെന്ന് സഹോദര സമുദായങ്ങളെ പഠിപ്പിക്കണം. ഇന്ത്യൻ ഭരണഘടന നമ്മുടെ കൂടെയാണെന്ന് അവരും അറിയണം. നമ്മൾ പരസ്പരം എല്ലാവരും സ്നേഹിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവണം. അതിനുണ്ടായ പാർട്ടിയാ മുസ്ലിം ലീഗ്. ആ ലീഗ വേണ്ടെന്ന് അഹമ്മദാബാദ് പറഞ്ഞത്, ആ ലീഗ വേണ്ടെന്ന് ഡൽഹി പറഞ്ഞത്, ആ ലീഗ വേണ്ടെന്ന് ബോംബെ പറഞ്ഞത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, മോഡി മുഖ്യമന്ത്രി അയക്കുന്ന സമയത്ത് 2002 കൗസർ ഭാനു എന്ന് പറയുന്ന നിറവയറുള്ള സഹോദരിയുടെ അടിവയറ്റ് ശൂലം കുത്തി കറക്കിയിട്ട് ഗർഭസ്ഥ ശിവനെ പുറത്തെടുത്തിട്ട് ആ കുട്ടിയെ കത്തിച്ച് കരിച്ച് കളയുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി. അഹമ്മദാബാദിലെ മുസ്ലിം എന്ന് പറഞ്ഞത്, ലീഗ് വേണ്ട, നിങ്ങൾക്ക് തുണിമില്ലും പണവും മതി. അല്ലേ? ഒരു തുണിമില്ലിനും പണത്തിനും ആ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയില്ല. ഡൽഹിയുള്ളവരെന്നാ പറഞ്ഞത്? ഫത്തേപൂർ കുത്തബ്മിനാറും താജ്മഹലിന്റെയും കഥ പറഞ്ഞത്. മുഗൾപ്പെട്ട മുഗളന്റെ വാസ്തുശില്പകലയുടെ കഥ പറഞ്ഞ് എന്റെ കായിക മില്ലത്തിനെ ആട്ടി ഓടിച്ചവർ എന്നാ സംഭവിച്ചത്? അവിടെ ബുൾഡോസർ വെച്ച് വീടുകൾക്ക് നേരെ RSSന്റെ കിങ്കരന്മാർ ആഞ്ഞെടുക്കുമ്പോ, പോലീസിനൊപ്പം ചേർന്ന് കളിക്കുമ്പോ ഒരു കുത്തബ്മിനാറും താജ്മഹലും അവിടെ സമ്പട്ടത്തിലെത്തിയില്ല. ബോംബെയിൽ എന്നാ പറഞ്ഞത്? നിങ്ങൾക്കറിയാം, ശ്രീകൃഷ്ണ കമ്മീഷൻ 1992 450 വട്ടക്കാലം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അല്ലാഹുവിന്റെ അമൃതമഴയ്ക്ക് വാഴപ്പള്ളിയുടെ തഴകിപ്പടങ്ങൾ ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ഐക്യരാമനം തകർത്തു ധരിപ്പണമാക്കിയപ്പോ ബോംബെയുടെ മണ്ണിൽ ഒരു കലാപം അരങ്ങേറി. ശ്രീകൃഷ്ണ കമ്മീഷൻ എന്നിട്ട് പറഞ്ഞു, ഇറ്റ് വാസ് നോട്ട് നിയർ എ കമ്മ്യൂണൽ റൈറ്റ്, ഇറ്റ് വാസ് റിയലി എത്നിക്കൽ ക്ലെൻസിംഗ് എന്ന് പറഞ്ഞത്. പൂർണ്ണമായ വംശോന്മൂലനം നടന്നത്. എന്തല്ല, ഒരു തരത്തിലും അതൊരു വർഗീയ കലാപായിരുന്നില്ല, വംശോന്മൂലനം. അതിനുശേഷം ബോംബെയിലെ മുസ്ലിമിനെ തലയോട്ട് നിൽക്കാൻ പറ്റില്ല. മുഴുവൻ ശിവസേനയുടെയും RSSന്റെയും കീഴിലായി ആ നാട് മുഴുവൻ. നമ്മൾ കണ്ടു അങ്ങനെ ഒരു കലാപം അവിടെ അരങ്ങേറിയപ്പോ ഒരു ഗസലും അവനെ സംരക്ഷിക്കാൻ എത്തിയില്ല. നമുക്കെതിരെ പലതരത്തിൽ വിരൽ ചൂണ്ടുമ്പോ, NRC വരുമ്പോ, വഖഫിന്റെ വിഷയങ്ങൾ വരുമ്പോ, ഏകസിനക്കൂടി വരുമ്പോ കോടതിയിൽ പോയിട്ട് ആദ്യം വാതിൽ മുട്ടാൻ നമ്മളാണുള്ളതെന്ന സത്യം നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഈ പാർട്ടിയുടെ മഹിമയും പൊലിമയും നമ്മൾ തിരിച്ചറിയുക. അപ്പോഴാണ് അതിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് തോന്നുക. പ്രിയപ്പെട്ടവരെ, ഈ കൊടി പിടിച്ചവർ ആരൊക്കെയെന്ന് നമ്മൾ അറിയണം. ഈ കൊടി പിടിച്ചവർ ആരൊക്കെയെന്ന് നമ്മൾ അറിയണം. ഞാൻ നിങ്ങളുടെ ജില്ലയിൽ നിന്നുള്ള ഒറ്റൊരാളുടെ കാര്യം മാത്രം ഞാൻ പറഞ്ഞ നേരം കൊള്ളുന്നവരെ പോകും. സമയം വല്ലാതെ വൈകും. സമയം മുമ്പാണ് കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വരുന്ന ആരെന്നറിയോ? മഹാനായ ബാഫക്ക് തങ്ങളെപ്പോലുള്ള വലിയ മനുഷ്യന്മാർ. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എന്തായിരുന്നു 12 വയസ്സ് വരെ പഠിച്ചിട്ടുള്ളൂ. എത്രയോ? 12 വയസ്സ് വരെ. മഹാനായ CS മുഹമ്മദ് സാഹിബോ ഇന്റർമീഡിയറ്റ് കണ്ടിട്ട് പിന്നെ പോയിട്ടില്ല. കെമിസ്ട്രി തോറ്റുപോവുക. എന്നിട്ട് പറഞ്ഞു, കെമിസ്ട്രി ഉള്ളിടത്തോളം കാലം ഞാൻ ജയിക്കൂല, അവിടെ ഞാൻ പോണില്ല. അതുകൊണ്ട് എന്ത് കിട്ടി? നമുക്ക് മഹാനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കിട്ടി. അല്ലെങ്കിലോ പഠിച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രൊഫസറോ ഒരു വക്കീലോ ഒക്കെ ആവുമായിരുന്നു അദ്ദേഹം. എന്ത് കിട്ടി? നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടി. പഠിച്ചോ ചില തീരുമാനിക്കുമല്ലോ. മഹാനായ CS മുഹമ്മദ് സാഹിബ് 948 മുസ്ലിം ലീഗ് ഉണ്ടാകുന്ന നേരത്ത് 927 ജനിച്ചിട്ട് 48 CS എത്ര വയസ്സ്? 927 ജനിച്ചേക്ക് 48 എത്ര വയസ്സുണ്ടാവുക? 21 വയസ്സ്. 21 വയസ്സിലെ CS ചോദിച്ചു, ഞാനും വരട്ടെ മദ്രാശിയിൽ ലീഗ് ഉണ്ടാക്കുന്നിടത്ത്, ഞാനും വരട്ടെ ലീഗ് ഉണ്ടാക്കുന്നിടക്കാൻ. CS പറഞ്ഞു, അന്ന് ആയിട്ടില്ല പറയും, വയസ്സായിട്ടില്ല പറയും. എന്നപ്പോ നിങ്ങൾ പോയി വാന്ന് പറഞ്ഞിട്ട് മഹാനായ CS എന്ത് ചെയ്തു? അന്ന് ചന്ദ്രികയുടെ ചെയർ കയറിയിരുന്നു. 948 ചന്ദ്രികയുടെ ചെയറിൽ അദ്ദേഹം ആദ്യമായി കയറിയിരുന്നു. ഇങ്ങനെ മദ്രാസിലേക്ക് നോക്കുകയാണ്, എന്താ സംഭവിക്കണം. ലീഗ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, വേണോ വേണ്ടേ, ഭയങ്കര കുഴപ്പം. PK മൊയ്തീൻകുട്ടി സാഹിബ് പ്രമേയം അവതരിപ്പിക്കുന്നു. അതിശക്തമായ ചർച്ച നടക്കുന്നു. വേണ്ട എന്ന് ചിലർ പറയുന്നു. ഉത്തരേന്ത്യയിൽ മധ്യ നിന്നാൾ മുഴുവൻ പറയുന്നു, ഇനി വേണ്ട ഇസ്മായിലി കൊടി, പച്ചക്കൊടി, മധ്യത്തിൽ ചന്ദ്രകല നക്ഷത്രോ, മുസ്ലിം ലീഗ് എന്ന പേര് ഇസ്മായിലി, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ, ഇനി നടക്കൂലേട്ടാ, നമ്മൾ ഇതിനില്ല എന്ന ബേജാറും വെപ്രാളവും പേടി ഇല്ലേ? തൊട്ടപ്പുറത്ത് കായികമിടത്ത് വേണമെന്ന്, സീൽ സാഹിബ് വേണമെന്ന്, പോക്കർ സാഹിബ് വേണമെന്ന് അങ്ങനെ ആവശ്യപ്പെട്ട് അവസാനം ചർച്ച നടന്ന് പ്രമേയത്തിന്റെ മുകളിൽ വോട്ട് 51 ആൾ പങ്കെടുത്തു. 34 ആളുകൾ വേണമെന്ന് പറഞ്ഞു, 17 ആളുകൾ വേണ്ടെന്ന് പറഞ്ഞു.
34 ആള് നേരെ ഇരട്ടി വോട്ടിന് ജയിച്ചു. അങ്ങനെ മുസ്ലിം ലീഗ് ഉണ്ടാവണം തീരുമാനിച്ചു. മഹാനായ CH മുഹമ്മദ് സാഹിബ് കോഴിക്കോട് ചന്ദ്രികയിലുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തോഷമായി. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് അദ്ദേഹം പിന്നെ ചന്ദ്രികയിൽ മുഖപ്രസംഗം എഴുതി. അൽഹംദുലില്ലാ, നല്ല തീരുമാനം വന്നിരിക്കുന്നു, ഇനി നമ്മളെ കയ്യും മയ്യും മറന്ന് ഇറങ്ങുക. പിന്നെ ചരിത്രം എന്നറിയോ, മഹാനായ CH മുഹമ്മദ് സാഹിബ് തുടർച്ചയായിട്ട് 2 വെള്ളിയാഴ്ച ഒരു പള്ളി പോയിട്ടില്ല. ഒരു പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച, അടുത്ത വെള്ളിയാഴ്ച വേറൊരു പള്ളിയിൽ. എന്നിട്ട് എന്നാ ചെയ്യാ? അവിടെ പോയിട്ട് പുറത്തേക്ക് വരുന്ന ആളുകളെ വിളിച്ചിട്ട് ചോദിക്കും, കായികബലത്തിൽ ലീഗ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് പാർട്ടി ഉണ്ടാക്കണ്ടേ? എല്ലാവരുടെ മുഖത്തും സന്തോഷമൊന്നുമില്ല, എല്ലാവരുടെ മുഖത്തും വല്ലാത്ത അന്ന് ബൈത്തുറഹ്മില്ല, അന്ന് CH സെന്ററുകളില്ല, അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ പിന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലെയും 105 വീടുകളില്ല, നമ്മുടെ ആപ്പില്ല, നമ്മുടെ പുരവില്ല, നമ്മുടെ കുടിവെള്ള പദ്ധതികളും മംഗലനിധികളില്ല, നമ്മുടെ KMCC ഗാർഡൊന്നുമില്ല, ഒന്നുമില്ലാത്ത വരണ്ട ഒരു കാലം. ആ കാലത്ത് CH വെച്ച് നമുക്ക് ലീഗ് ഉണ്ടാക്കണ്ടേ? അവർ പറഞ്ഞു, വേണ്ട, ലീഗ് വേണ്ട, പാകിസ്ഥാനിൽ പോയാൽ മതിയായിരുന്നു. നിങ്ങൾ ആലോചിച്ച് കിടന്ന് പോയെങ്കിൽ, നമ്മളൊന്ന് പാകിസ്ഥാനിൽ പോയി നിങ്ങൾ ആലോചിക്കേണ്ട ഏത് സമയം പൊട്ടുകയെന്ന് അറിയില്ല അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. CH പറഞ്ഞു, പോകണ്ട, നീ ഇവിടെ നിൽക്ക്, ആ മണ്ണൊന്നെടുത്ത് മണത്ത് നോക്ക്. CH എങ്ങനെയാണ് നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കിയത്? ആത്മവിശ്വാസമാണ് ചെറുപ്പക്കാരിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. സമാധാനത്തിന്റെ മാർഗത്തിൽ സംഘടിച്ചെങ്ങനെ നിൽക്കാമെന്നും അതുകൊണ്ട് എങ്ങനെ ആകാശം വെട്ടിപ്പിടിക്കാമെന്നും ആ മഹാൻ നമുക്ക് കാണിച്ചു തന്നു. മഹാനായ CH മുഹമ്മദ് സാഹിബ് മണ്ണെടുത്ത് മണക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ആ മണ്ണൊന്നെടുത്ത് മണത്ത് നോക്ക്. പറങ്കിപ്പടയോട് ധീരോദത്തമായ പോരാട്ടം നടത്തി അറബിക്കടലിന്റെ വിരുമാറിൽ ധീരതയുടെ വീര്യതിഹാസം രചിച്ച കുഞ്ഞാലി മരക്കാരുടെ നിണത്തിന്റെ ഗന്ധമുണ്ടാ മണ്ണിനെ, ഇത് നിന്റെ മണ്ണ്. ഞങ്ങളത്തെ പ്രായമുള്ള മനുഷ്യന്മാരോട് അല്ലേ, ഇവർക്കൊക്കെ അറിയാം. നഗറിന്റെ പേരിട്ടില്ല നിങ്ങൾ, അബ്ദുൽ അലി സാഹിബൊക്കെ അത് അറിയാം. അതില്ലാത്തത് കൊണ്ടാ കാലപ്പുറത്തുനിന്ന് നിങ്ങൾക്ക് അത് പറഞ്ഞു തരുന്നത് അല്ലേ, നിങ്ങൾക്കത് പറഞ്ഞു തരുന്നുണ്ട്. മനസ്സിലാവില്ലേ? ഇന്ന് തെങ്ങിൻകടവല്ലേ, ഓലക്കടവ, തെങ്ങുകടവുകാരോട് അത് പറഞ്ഞു തരുന്നുണ്ട്. തെങ്ങ് ഓലയെല്ലാം കണക്കാനല്ലേ പറഞ്ഞു തരുന്നുണ്ട്, കഥ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോഴും അവരിങ്ങനെ നിൽക്കാണ്, പേടിച്ചരണ്ടെങ്കിൽ നിൽക്കാണ്. അയ്യോ, നമുക്ക് മുമ്പിൽ പ്രവാസമില്ല, നമുക്ക് മുമ്പിൽ വെളിച്ചമില്ല, നമ്മൾ എന്തപ്പോ ചെയ്യാ വിഷമിച്ച് നിൽക്കണ. അവരോട് CH വീണ്ടും പറഞ്ഞു, ഒന്നുകൂടെ ആ മണ്ണ് മണത്ത് നോക്ക്. സൂര്യനാസ്തമിക്കാത്ത പട്ടിയെ സംഭാഷിച്ച ജോർജ് അഞ്ചാമന്റെ കുഞ്ചിറങ്ങും പിടിച്ച് ഒന്നുകിൽ സ്വാതന്ത്ര്യത്തിലെ 6 മണ്ണ് തിരുന്നു ചേർത്ത് ഘോഷിച്ച മൗലാന മുഹമ്മദരുടെയും ഷൗക്കത്തുലിയുടെയും നണത്തിന്റെ ഗന്ധമുണ്ട് മണ്ണിനെ, നിന്റെ മണ്ണാണ്. എന്നിട്ടും ആവശ്യമാണില്ല. മഹാനായ CH പറഞ്ഞു, 921 സ്വയം സന്ധ്യയിൽ ഏറനാടിന്റെയും വെള്ളവനാടിന്റെയും മലമടക്കുകളിലും വയലേലകളിലും കുന്നൻ ചെരുവുകളിലും അർത്ഥപുളകങ്ങളായി എരിഞ്ഞടങ്ങിയ ലവക്കുട്ടിയുടെ, ചെമ്പകേശ തങ്ങളുടെ, ചെമ്പൻ പോക്കരുടെ, അയ്യത്തിയാരുടെ, സുൽത്താൻ വാര്യംകുന്നന്റെ ചോരയുടെ മണ്ണമുണ്ടാ മണ്ണിനെ, ഇത് നിന്റെ മണ്ണ്. അവരിൽ ആത്മവിശ്വാസം ഉണ്ടാക്കി, ആത്മാഭിമാന ബോധത്തിന്റെ അഭിമാനം കുത്തിവെച്ചിട്ടാ ഈ പ്രസ്ഥാനം ഉണ്ടാക്കിയത്. ആ മഹാനായ CH മുഹമ്മദ് സാഹിബ് ഇന്ന് നമ്മുടെ ഒപ്പില്ലേ. പക്ഷെ അദ്ദേഹം, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, മുസ്ലിം ലീഗ് പാർട്ടി ഇനി നമുക്കൊന്നും ചെയ്തു തന്നില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ നന്ദി ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട് അല്ലേ? ഖിയാമത്ത് നാൾ വരെ നന്ദി ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നന്ദി ചെയ്യാതിരുന്നാൽ പഠിച്ചതുകൊണ്ട് സമാധാനം പറയേണ്ടി വരും. ഒരു പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരുമ്പോ നമ്മുടെ വാർഡില് മറ്റാരെങ്കിലൊക്കെ നിർത്തി താൽക്കാലാവത്തോടെ നിർത്തിയിട്ട് അവർ ജയിച്ചിട്ട് പാണക്കാട് തങ്ങളെ തെറി വിളിക്കുമ്പോ, പച്ചക്കൊടിയെ ചവിട്ടി താഴ്ത്തുമ്പോ, ഇവിടുത്തെ മുസ്ലിം ലീഗിലെ ബഹുമാനരുടെ നേതാക്കന്മാരെ തലയിൽ പാഞ്ഞു കയറുമ്പോ, ഓരോ വീട്ടിന് മുമ്പിൽ പടക്കം പൊട്ടിക്കുമ്പോ, അവർ തല താഴ്ത്തി പുറത്തിറങ്ങാൻ നിൽക്കാതെ വരുമ്പോ അറിയുക റബ്ബിനോട് സമാധാനം പറയേണ്ടി വരും. ഏത് കൊലവമ്പ നിങ്ങൾ വിളിച്ചോ, ഞാൻ എന്ത് ചെയ്യാം? അങ്ങനെ പറയോ, ലീഗിനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാണ്ട് പറയേണ്ടി വരും. അങ്ങനെ ഞാൻ പറയണത് നന്ദി ബോധമുള്ളവരാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞോട്ടില്ലേ? അങ്ങനെ പറയാൻ തീരുമാനിക്കണം നമ്മളൊന്നല്ല. പഠിച്ചോ ഉഹ്റവിയായിട്ടുള്ള പരോ പ്രതിഫലമൊക്കെ തീരുമാനിക്കേണ്ട പഠിച്ചോ നമ്മളല്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയും, നന്ദി ബോധം. ഖിയാമത്ത് നാൾ വരെ ലീഗ് ഒന്നും ചെയ്തു തന്നില്ലെങ്കിലും ഖിയാമത്ത് നാൾ വരെ നന്ദി ചെയ്യാനുള്ളത് ഓൾറെഡി ചെയ്ത് തന്നിട്ടുണ്ട്. എന്താണെന്നറിയണം നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞു തരാം. മഹാനായ CH മുഹമ്മദ് സാഹിബ് 1948 ഉണ്ടാക്കി 1950 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണ്. എന്താണ് പാർട്ടി എന്ന് അറിയാൻ വേണ്ടിയാ, എന്താണ് ഈ പാർട്ടി ചെയ്തെന്ന് അറിയാൻ വേണ്ടിയാ. കാൽപ്പുത്രി അഹമ്മദ് ഹാജി എന്ന് പറയുന്ന ആള് മരിച്ചുപോയി മലപ്പുറത്ത്. അദ്ദേഹത്തിന്റെ ഒടുവിലേക്ക് എന്ത് വേണം? മത്സരിക്കാൻ ഒരാളെ വേണം. ഒരാളും നിൽക്കണില്ല ലീഗിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ. നിങ്ങൾ ആലോചിക്കട്ടെ, ഈ പറഞ്ഞിട്ടുള്ള തെങ്ങിൻകടവ് വാർഡില് ലീഗിന് മത്സരിക്കാൻ സ്ഥാനാർത്ഥി ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ പരസ്യം കൊടുത്താല് തിക്കിലും തിരക്കിലും ഇവിടെ ഒരാൾ നിൽക്കും അല്ലേ? അന്ന് പത്രത്തിൽ പരസ്യം കൊടുത്ത പാർട്ടി മത്സരിക്കാൻ ആളാവശ്യം. ഞാൻ പറയാൻ വേണ്ടി ഇയാള് പള്ളു പറയാൻ അല്ല, ചരിത്രം പറയാൻ. പത്രത്തിൽ പരസ്യം കൊടുത്ത് മത്സരിക്കാൻ ആളാവശ്യമുണ്ട്. ആരും വരണില്ല. ചില ആളുകൾ പണ്ടൊരാൾ പത്രവായന നിർത്തിയിരുന്നു. വെച്ചാല് പുകവലിയുടെ ദൂഷ്യങ്ങൾ നടത്തി വലിയ ഫീസർ വന്നു പത്രത്തില്. അയാൾ ഇതെല്ലാം വായിച്ചിട്ട്, ഇയാൾ ഫുൾ പുകവലിക്കാരനാ, വായിച്ചിട്ട് എന്റെ മോളെ സൂറാ ഇങ്ങ് വാ, ഞാൻ നിർത്തി കേട്ടാ. സൂറ സമാധാനം നേരെ ഓതോടുത്ത് 2 ശുക്രന്റെ സുന്നത്ത് നിസ്കരിച്ച് ഇയാൾ പുകവലി നിർത്തിയിട്ട് വെച്ചിട്ടാണ്. അപ്പം അയാൾ എന്നാ നിർത്തിയേ? ഞാൻ പത്രം വായന നിർത്തി.
അയാൾ നിർത്തി പുകവലിയില്ല, പത്രം വായന നിർത്തി. അങ്ങനെ ചില പത്രം വായന നിർത്തി സ്ഥാനാർത്ഥിയായിട്ട് വരും വിചാരിച്ചിട്ട്. മനസ്സിലാവില്ലേ? അങ്ങനെയാണ് അമ്മൂട്ടി ഒരിക്കൽ പറയണത്, അസംകുട്ടി ഒരിക്കൽ പറയണത്. ഇന്നപോലെ എന്റെ മരുവനുണ്ട്, മൂപ്പർ നമുക്ക് മത്സരിപ്പിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, മഞ്ചേരിന്ന് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. ആദ്യമായിട്ട് മുസ്ലിം ലീഗ് ജയിക്കുക. എല്ലാവരും പറഞ്ഞു എവിടെ ജയിക്കാൻ പോകണം. ആദ്യമായിട്ട് ഒറ്റക്ക് മത്സരിച്ച് ലീഗ് 1950. അത് കഴിഞ്ഞ് 52 ഇലക്ഷൻ. ഞാൻ ചരിത്രം അങ്ങനെ പറയണില്ല, നിങ്ങൾ ബോറടിക്കും. 52 പിന്നെ തെരഞ്ഞെടുപ്പ് നടന്നു. മദ്രാശി നിയമസഭയിലേക്ക് ലീഗ് ഒറ്റക്ക് മത്സരിച്ചു. നമ്മള് 5 MLA ജയിപ്പിച്ചെടുത്തു അല്ലെ. ചാക്കിർ അമ്മൂട്ടി സാഹിബ്, പിന്നെ കെ മുഹമ്മദ് ഷാഫി സാഹിബ് പെരുമണ്ണ, പിന്നെ അന്നുണ്ട് ചടയൻ. വിളരികാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലെ. ബഹുമാനായിട്ടുള്ള ചടയൻ മുസ്ലിം ലീഗിന് MLA ആയിരുന്നു അന്ന്. ഉപ്പി സാഹിബ്, സേതി സാഹിബ്. ചടയൻ ഇപ്പൊ എല്ലാവരും വിളിച്ചു പാപ്പക്കത്തങ്ങള്. എന്നിട്ട് പറഞ്ഞു, ഉപ്പി സാഹിബേ ഓ അങ്ങ് വാ, ഷാഫി അങ്ങ് വാ, സേതി അങ്ങ് വാ, ചാക്കീരി അങ്ങ് വാ. നിങ്ങളൊക്കെ റോഡുമ്പിലെ പാടം നടച്ചുകൊണ്ട് ചടയൻ അവിടെ നിൽക്ക് എന്ന് വെച്ച് പറഞ്ഞു, എന്റെ ചടയനെ ഞാൻ ആനപ്പുറത്തേറ്റു. മനസ്സിലാണല്ലേ? എന്റെ ചടയനെ ഞാൻ ആനപ്പുറത്തേറ്റു. എന്റെ ചടയൻ മാത്രം പാടണം വിളിച്ചത് ആനപ്പുറത്ത് കയറി എന്നിട്ടാ ബാക്കിയെല്ലാം നടന്നാ പോയത്. അതാണ് മുസ്ലിം ലീഗ് ദളിതുകളെ ചേർത്ത് പിടിച്ചു. കാരണം എന്താണെന്നോ, അവർ അവഗണിക്കപ്പെടുന്നവരാണ്, അവർ അവകാശം നിഷേധിക്കപ്പെടുന്നവരാണ്. അവരെ കൂടെ നിൽക്കൽ സത്യവിശ്വാസിയുടെ കടമയും കർത്തവ്യവുമാണെന്ന് അറിയുന്ന ബാപ്പക്കത്തങ്ങൾ ചേർത്ത് പിടിച്ചു ചടയനെ. എന്നിട്ട് 5 ആളുകൾ നമ്മളിപ്പോ അധികാരത്തിനൂടെ അടികാണല്ലേ. ചില ആളുകൾ ലീഗിൽ എനിക്ക് സ്ഥാനം ഉണ്ടെങ്കിലേ ഞാനുള്ളൂ, എന്നെ മത്സരിപ്പിക്കുമെങ്കിലേ ഞാനുള്ളൂ, എന്നൊക്കെ ഞാൻ ഓണപ്പം കൊടുന്നൊക്കെ പറഞ്ഞ ആളുകളില്ലേ. അന്ന് വലിയ പ്രശ്നമായിരുന്നു. 5 ആള് ജയിച്ചിട്ട് പാർലമെന്റ് പാർട്ടി ലീഡർ ആരാവണം പറഞ്ഞ ഭയങ്കര അടി. എന്നടി ഉപ്പി സാഹിബ് പറഞ്ഞു, സീതി എന്നെക്കാൾ എന്തുകൊണ്ട് കൊള്ളുന്നു നീയാണ്, അതുകൊണ്ട് നീ ആവണം. സീതി സാഹിബ് പറഞ്ഞു, ഇങ്ങളുള്ളപ്പോ ഒന്നായി ഞാനാവൂല. ഇതേ അടി. ഇങ്ങളുള്ളപ്പോ ഒന്നായി ഞാനാവില്ല. അതാണ് അടി. കാപ്പി വരുന്നുണ്ട് അൽഹംദുലില്ലാ. അപ്പൊ ആകാംക്ഷയുടെ കാത്തുന്ന കാപ്പി നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു കയറുകയാണ്. അപ്പൊ എന്തായി? അതാണ് പ്രശ്നം. അവസാനം എന്ത് ചെയ്തു? ഫൈദം ബാഫക്കത്തങ്ങൾ ഇടപെട്ട് പറഞ്ഞു, എല്ലാ ഉപ്പി സാഹിബ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ, ഇങ്ങളുള്ളപ്പോ സീത് നിൽക്കൂലാന്ന്, എല്ലാ കാര്യത്തിലും സീത് കൂടെ ഉണ്ടാവും, നിങ്ങൾ നയിക്കോളി അല്ലാഹു അക്ബർ. ആരായ? ഉപ്പി സാഹിബ് അല്ലേ. എന്ന് അന്ന് നമുക്ക് എന്തായി, അന്ന് പാർക്കും ഭൂരിപക്ഷാത്ത അവസ്ഥ. നമ്മൾ പിന്തുണ കൊടുത്തു. കോൺഗ്രസിന്റെ സിരാജ് അധികാരത്തിൽ വന്നു. അത് ചരിത്രമാണ് ജീവിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങ് ശേഷം പിന്നെ 52 കഴിഞ്ഞ് പിന്നെ 57 ആകുമ്പോ കേരളം ഉണ്ടായി. 56 കേരളത്തിൽ ഇലക്ഷൻ നടക്കുകയാണ്. അന്ന് EMS വന്നു. 59 വന്ന വിമോചന സമരം. EMS പുറത്തുപോയി. വീണ്ടും ലീഗും കോൺഗ്രസും PSP കൂടെ മത്സരിച്ചു. വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. PSP കോൺഗ്രസും മന്ത്രിസഭ ഉണ്ടാക്കി. ലീഗിനെ കൂട്ടിയില്ല. എന്താ കൂട്ടാതിരുന്നത്? ആർ ശങ്കർ അകത്തേറും പറഞ്ഞു വായിരിക്കുന്നു, ചായ കൊടുക്കുന്നു. പട്ടണാടപ്പുള്ള ഇങ്ങനെ പറഞ്ഞു വായിരിക്കുന്നു, ചായ കൊടുക്കുന്നു. മഹാനെ കായികത്തി ബാബക്ക് ഞങ്ങൾ കാലുവെക്കും പറഞ്ഞു, കടക്ക് പുറത്തു. നിങ്ങളെ കൂട്ടൂല, ലീഗിനെ കൂട്ടൂല. പച്ചപ്പതാക ഒരു പ്രശ്നമാണ്, നിങ്ങളെ കൂട്ടിയാൽ പറ്റൂല. വേറൊന്നും ഉണ്ടായിട്ടില്ല, മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു വിഷയമായി വരും അന്ന് പറഞ്ഞ ആ ആളുകൾ ഇന്ന് വട്ടം കൂടി നിൽക്കുകയാണ് നമ്മളെ കെട്ടിപ്പിടിക്കാൻ. ചോദിക്കുക, വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നിട്ട് രാഹുൽ ഗാന്ധി വന്നപ്പോ ബഹുബന്ധനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വന്നു. രാഹുൽ ഗാന്ധി തന്റെ സീറ്റ് ഒഴിഞ്ഞിട്ട് അപ്പുറത്ത് പോയിരുന്നിട്ട് സാദിഖ് അലി തങ്ങൾക്ക് സീറ്റ് കൊടുത്തു. സാദിഖ് തങ്ങൾ ഇരിക്കാതെ രാഹുൽ ഗാന്ധി ഇരിക്കാത്ത സാഹചര്യം ഉണ്ടാവണം. നിങ്ങൾ ആലോചിക്കുക, ആ മാറ്റം വലിയൊരു മാറ്റമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അവിടെ നിന്ന് എന്താ നീ പറഞ്ഞു വരുന്നത്? വന്ന് അങ്ങനെ 60 നമ്മള് പിന്നെ സ്പീക്കർ ഞാൻ പറയണില്ല, അങ്ങനെ വന്ന് 67 എത്തുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അറിയോ, ലീഗ് എന്ന ചെയ്തെന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് വനിതാ ലീഗിന് അവരുടെ വാട്സപ്പ് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വാട്സപ്പ് വലിയൊരു അനുഗ്രഹമാണ്. വാട്സപ്പ് വേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം വാട്സപ്പിന്റെ പ്രശ്നം എന്താണ്? നമ്മളിപ്പോ ഒരു ഗ്ലാസ് ഇല്ലേ, ഒരു ഗ്ലാസ് പഠിച്ചൊരു അനുഗ്രഹമാണ്. ആ ഗ്ലാസ്സിൽ നമുക്ക് പാല് ഒഴിച്ച് കുടിക്കാം, കള്ള് ഒഴിച്ച് കുടിക്കാം അല്ലെ. പാല് ഒഴിച്ച് കുടിക്കാം, കള്ള് ഒഴിച്ച് കുടിക്കാം. പാലൊഴിച്ച് കുടിച്ചാൽ ശരീരം പൊട്ടിപ്പെടും. കള്ളൊഴിച്ച് കുടിച്ചാലോ കരളിനൊന്നും ക്യാൻസർ വരും. കള്ള് കുടിച്ച ഒരാളും കരളിന് ക്യാൻസർ വരാതെ മരിക്കില്ല എന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിലാവണില്ലേ? കഞ്ചാവ് കഴിച്ച ഒരാളും തലച്ചോറിന്റെ സെറിബ്രം നശിച്ചു പോകാതെ മരിക്കില്ല എന്ന് പഠനങ്ങൾ പറയുന്നു. ഓരോന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷയം അതെല്ലാം അതിലേക്ക് പോണില്ലേ. ഞാൻ പറഞ്ഞു വരുന്നറിയോ, അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം എന്ന് പറയാനാണ്. കള്ളു വെച്ചിട്ട് പാലോച്ച് കുടിക്കുക. പാലോച്ച് കുടിച്ചാൽ ഉഷാറാവും, കള്ളു വെച്ച് കുടിച്ചാൽ പ്രശ്നം. അതുപോലെ വാട്സപ്പ് അങ്ങനെ ഒരു അനുഗ്രഹമാണ്. അത് നല്ലതിനെ ഉപയോഗിച്ചോ. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഫാരിഷ ടീച്ചർ അല്ലേ, നിങ്ങൾക്ക് മാട്ടൂൽ പഞ്ചായത്തിന്റെ മുസ്ലിം ലീഗിന്റെ മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരു കുട്ടിക്ക് ഒരു അസുഖേ, അപ്പൊ ചോദിച്ചു മരുന്ന് വേണം. ആ മരുന്ന് വേണം. മരുന്ന് എത്രയാ പൈസ? 18 കോടി ഉറുപ്പ്യ. മരുന്ന് എത്രയാ? 18 കോടി ഉറുപ്പ്യ. ഉടനെ ഇതാരെന്ന് കിട്ടുക? ടീച്ചർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, വാട്സപ്പിൽ പറയാം, തിരഞ്ഞാൾ തരട്ടെ. ഒരാൾ 40 രൂപ വെച്ചിട്ട് പൈസ ഇഷ്ടം പോലെയല്ലേ? ഇത്ര ആളല്ലേ നമ്മുടെ നാട്ടിലെ. കിട്ടിയത് എത്രയാ? 48 കോടി ഉറുപ്പ്യ. പാഴ്ച ടീച്ചർ പറയാണ് 18 കോടിയെ കൊണ്ട് കിട്ടിയ 48 കോടി ഉറുപ്പ്യ. 30 കോടി ഉറുപ്പ്യ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ദുനിയാവ് നോക്കുന്നു, ബുദ്ധിമുട്ടി. എന്താണിത്? അതാണ് വാട്സപ്പ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വനിതാ ലീഗിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ സൈനബ ഭയങ്കര സാധുവാണെന്ന് വിചാരിക്കും. അവരുടെ കുട്ടി ആശുപത്രിയിലായി, ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് 50,000 റുപ്യ വേണം. 5 പൈസ സാധുവിന്റെ കയ്യിലില്ല, 50 റുപ്യ ഇല്ല. നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക? വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, സൈനബാനെ അവളോട് പട്ടങ്ങൾ ഡിലീറ്റ് ചെയ്യുക, റിമൂവ് ചെയ്യുക, എന്നിട്ട് ആ ഗ്രൂപ്പിൽ കാര്യം പറയാം.
കാര്യം പറഞ്ഞ് നിങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾ ഭർത്താവ് നാട്ടിൽ നിന്ന് വിളിക്കും, ഭർത്താവ് ഗൾഫിൽ നിന്ന് വിളിക്കും, നിങ്ങൾ ചിലപ്പോൾ ഫോൺ എടുക്കൂല, മൂപ്പർക്ക് ദേഷ്യം പിടിക്കും. അപ്പൊ എന്താണ്, പിന്നെ മൂപ്പർ വിളിച്ച് ഫോൺ എടുത്താൽ മൂപ്പർ പലതും പറയും. അന്നേരം അങ്ങോട്ടൊന്നും പറയരുത്, പറയുന്ന മുഴുവൻ പറയാൻ വിടുക. അങ്ങനത്തെ സംഘർഷമാണ് അവിടെ. മനസ്സിലാവില്ലേ? അവിടുത്തെ മരമണൽ കാറ്റിനോടും മരം കോച്ചും തണുപ്പിനോടും ചുട്ടുപൊള്ളുന്ന വെയിലിനോടും പടപൊരുതി ജീവിതായോധന നേടാൻ സൈതകബോബിൽ നമ്മുടെ സഹോദരങ്ങൾ, അള്ളാഹു എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകട്ടെ. ആ സഹോദരങ്ങൾ നമ്മൾ വിളിക്കുമ്പോ, എന്താ ജമീല എന്നെ വിളിച്ചിട്ട് നീ വമ്പത്തിയായി പോയി തോന്നുന്നു, നീ ഇപ്പൊ വനിതാ ലീഗിന്റെ അമേരിക്കൻ പ്രസിഡന്റാന്ന് എനിക്കറിയാം, എന്നോട് യൂസുഫ് പറഞ്ഞേ നീ വീട്ടിലൊന്നും ഉണ്ടായില്ല എന്ന്. അവിടെ എന്താന്ന് വെച്ചാൽ ഞാൻ വിളിച്ചപ്പോ നീ ഫോൺ എടുത്തിട്ടില്ല, ഏനിയാട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിൽ ഇങ്ങനെ കത്തിക്കാളും. മനസ്സിലാവില്ലേ? നിങ്ങളെന്തുകൊണ്ട് ഫോൺ എടുക്കാൻ? സൈനബാന്റെ കുട്ടി ആശുപത്രിയിൽ 9,000 രൂപ വിരിക്കേണ്ട തിരക്കിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ ശ്രദ്ധിച്ചില്ല. കാരണം വാട്സപ്പ് ഒരു ഫോണിലും വിളി വേറൊരു ഫോണിലും ശ്രദ്ധിച്ചില്ല നിങ്ങൾ. ഉടനെ നിങ്ങളെല്ലാം ക്ഷമിച്ചു കഴിഞ്ഞാൽ പറയാം, അവരോട് പറയാൻ ചിലക്ക് എന്നറിയാം, ഞാൻ ഇങ്ങനെയായിരുന്നു സംഗതി, അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത പോയത്, നിങ്ങളോട് പൊറുക്കണം. തീർന്ന് ആണുങ്ങൾക്ക് അത് മതി അല്ലേ? നമ്മൾ സാധാരണ പറയാറുണ്ട്, സ്ത്രീകൾ ഒരു ദിവസം 15,000 വേർഡ്സ് ഉപയോഗിക്കും അത്രേ. 15,000 വേർഡ്സ് ഒരു ദിവസം അവർ ഉപയോഗിക്കും അത്രേ. പുരുഷന്മാരാകെ 7,500, 8,000 കണ്ടേ ഉപയോഗിക്കുള്ളൂ. നമ്മളിപ്പോൾ ഞാനിപ്പോൾ അധ്യാപകനാണെങ്കിൽ, ഇപ്പോൾ ഷെരീഫ് മാഷൊക്കെ ആണെങ്കിൽ സ്കൂളിൽ പോയാൽ നമ്മളെ മൊത്തം തീരും, വാക്ക് പറഞ്ഞു തീരൂലേ? സ്കൂളിൽ നിന്നെല്ലാം പറഞ്ഞിട്ട് ഈ പെണ്ണാരോടും പറയാണ്ട് അവള് പറക്കലുള്ളത്. തിരിച്ചു വന്നാൽ ഓളം ചെയ്യും, പലതും നമ്മോട് പറയും. നമ്മളെല്ലാം ആ ആ ആ ഓ ഇങ്ങനെ പറയും. കാരണം നമ്മളെ വേർഡ് തീർന്നു, ഓക്ക് ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെയെങ്കിലും മൂളിയിട്ട് ഓളെ 15,000 കേട്ടേക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം അറിയാം, അത് 15 പോയിന്റ് പിറ്റേന്ന് 30 ആവും, നാട്ടുകാർ അറിയും. മനസ്സിലാവില്ലേ? അത് ഭയങ്കര ഭർത്താനേ വരും. അത് എന്ത് ചെയ്താൽ മതി? ആ 15 കേട്ടെടുത്താൽ എങ്ങനെ മൂളിയിട്ട് മുക്കിയിട്ട് അങ്ങ് തീർത്തേക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും അല്ലേ? അപ്പൊ ഇവിടെ എന്താണ് ഭർത്താവ്? നമ്മൾ അള്ളാന്റെ റസൂൽ എന്ന് പറയുന്നറിയോ? റസൂൽ കൃത്യമായിട്ട് പറയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. മുസ്ലിം ലീഗിന്റെ വേദിയിൽ നമുക്കിത് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ സമസ്തയുടെ മദ്രസയിലാണ് പഠിച്ചത്. പക്ഷെ ഞാൻ നിങ്ങൾ പറയട്ടെ, സമസ്തയുടെ മദ്രസയിൽ നിന്ന് പഠിച്ചതിനേക്കാളേറെ ഞാൻ ദീന് പഠിച്ചത് ലീഗിന്റെ ക്യാമ്പുകളിൽ നിന്ന്. മദ്രസ മോശമായിട്ടല്ല കേട്ടോ, അതിന്റെ പവറും പത്രസ്റ്റും കുറച്ച് കാണിക്കല്ല. സമസ്തയുടെ മദ്രസ എന്ന് പഠിച്ചതിനേക്കാൾ ഞാൻ ദീന് പഠിച്ചത് മുസ്ലിം ലീഗിന്റെ ക്യാമ്പുകളിൽ നിന്ന്. ഇപ്പൊ അത് കുറഞ്ഞു വരികയാണ് അല്ലേ? കുറഞ്ഞു വരികയാണ്. അതിന്റെ ഒരു പ്രശ്നം നമുക്കിടയിലുണ്ട് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. എന്താണ് റസൂൽ പറഞ്ഞു? ഒരാണ് നീ രക്ഷപ്പെട്ടു. എങ്ങനെ? ഒരു പെണ്ണിനെ കിട്ടിയാൽ. എങ്ങനത്തെ പെണ്ണ? ആദ്യം പറഞ്ഞു, നീ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും, നീ പറഞ്ഞാൽ അവൾ നിന്നെ അനുസരിക്കും. അതൊക്കെ നമ്മൾ ചെയ്യണതാണ്. പക്ഷെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കണേ അമ്മമാരെ, എന്താണെന്നറിയാം? നിന്റെ സമ്പത്തിലും അവളുടെ ശരീരത്തിലും അവൾ സൂക്ഷ്മത പാലിക്കും. നിങ്ങൾ സ്വന്തം ശരീരത്തിൽ പാലിക്കുന്ന സൂക്ഷ്മതയാണ് ഭർത്താവിന്റെ സമ്പത്തിൽ നിങ്ങൾ പാലിക്കേണ്ടത്. എന്നാലേ റസൂലിന്റെ പൊരുത്തം കിട്ടും. അള്ളാഹു അത്തരം കുടുംബിനികൾ ഉൾപ്പെടുത്തി നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഭർത്താവിന്റെ സമ്പത്ത്. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് കുറേ പട്ടണങ്ങൾ കണ്ടു. തലശ്ശേരി ഞാൻ കണ്ടു, കൊയിലാണ്ടി ഞാൻ കണ്ടു, പയ്യോട് ഞാൻ കണ്ടു, തിക്കോട് ഞാൻ കണ്ടു. വരുന്ന വഴികളിലൊക്കെ ഒരുപാട് പട്ടണങ്ങളിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ വേഷം കെട്ട്, ചില ആളിങ്ങനെ വിൽക്കുകയാണ്, ബിരിയാണി 60 രൂപ. ബസ്സൊന്ന് ചില ആളെ വിളിക്കുകയാണ്, കണ്ണൂരിതാദ്യം പോവുക, വട്ടോളി വിളിക്കുക. ചില ആള് കടകളിൽ, ട്രെയിനിൽ കടല അല്ലേ? പിന്നെ ചായ് കാപ്പി ബട. ഞാനിങ്ങനെ നോക്കിയപ്പോ എല്ലാ ആണുങ്ങളാണ്. ഓരൊക്കെ വേഷം കെട്ട്. എന്തിനാ വേഷം കെട്ടുന്നറിയോ അമ്മമാരെ? നമ്മൾ വീട്ടിൽ പട്ടിണി കിടക്കാതിരിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചിട്ടാൻ, നമ്മളെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്കൊരു കൂര കെട്ടാൻ അല്ലേ? അതിനവർ വേഷം കെട്ടാൻ അവർ പുറത്താളുള്ളത്. പല ആളുകൾ അത് ഗൾഫിലാണ് അല്ലേ? മലയാളത്തിൽ കട്ടപ്പടൽ സൈനിക സകല സ്വപ്നങ്ങളും ഹോമിച്ച് അവരിങ്ങനെ പടാപ്പാടുപെടാൻ. അവരൊരിക്കലും കരയില്ല, അവർ സങ്കടം പറയില്ല. ആത്മസംഘർഷത്തിന്റെ അലകടൽ അകത്തുള്ളപ്പോഴും വഴിക്ക നോക്കി ചിരിക്കാൻ കഴിയുന്ന വലിയൊരു പ്രതിഭാസത്തിന്റെ പേരാ ആണെന്ന് പറയണത്. അവര് ഒന്നും ചെയ്യില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ കയ്യിലാ എല്ലാം ഉള്ളത്. രാഷ്ട്രീയം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. മക്കളുടെ രാഷ്ട്രീയം കൂടെ സൂക്ഷിക്കണം. വഴിപഴച്ച് പോവാൻ പാടില്ല. ഒരു MSF കാരിയായാൽ, ഒരു ഹരിതകാരിയായാൽ വഴിപഴക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവർ കൂടുന്നതൊക്കെ സംസർഗമൊക്കെ അങ്ങനെയുള്ള ആളുകളുമായിട്ട്. ഞാൻ മുസ്ലിം ലീഗിന്റെ പരിപാടിക്കൊന്നും ഈ മനുഷ്യന്മാരോട്ടാണ് ഞാൻ കൂട്ടുകൊണ്ടത്. അവരാ എന്റെ കൈ പിടിക്കണത്, അവരാ എന്റെ തലയിൽ കൈവെക്കണത്, എനിക്ക് വേണ്ടി ദ്വാരക്കണത്. പഴക്കാൻ സാധ്യത വളരെ കുറവ്. പഴക്കില്ലെന്നല്ല, പഴക്കാൻ സാധ്യത വളരെ കുറവാണ്. സൂക്ഷിക്കണം രാഷ്ട്രീയത്തെ കൂടെ അല്ലേ? വല്യാപ്പ മോളെ കുട്ടിയുടെ കൈയും പിടിച്ചിട്ട് പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുപോയിട്ട് ഒപ്പം പോട്ടാൻ. വല്യാപ്പ പറയാണ്, എടാ നമുക്ക് നീ എന്റെ വോട്ട് ചെയ്യണ്ട, നീ എണിക്ക് ചെയ്യൂല. ആരോട്? മോളെ കുട്ടീനോട് വല്യാപ്പ പറയാൻ. മോളെ കുട്ടി എണിക്ക് വോട്ട് ചെയ്യുന്നത് ഉറപ്പില്ലാത്ത വല്യാപ്പയുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കണത്. എന്തുകൊണ്ടെന്നറിയോ? അവർക്ക് രാഷ്ട്രീയം എത്താത്തത് കൊണ്ടാണ്. പാലക്കാട് തങ്ങളവർ അറിയാത്തത് കൊണ്ട്, പച്ചപ്പതാകയുടെ പവറും പത്രാസും ഭംഗിയസും അവിടെ കല്യാണം ധാരാളം എത്തപ്പോഴുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ, മഹാനായ ബാപ്പക്ക് തങ്ങൾ 22ാമത്തെ ഹജ്ജിന് പോവാൻ. എപ്പോഴാ? 972.
അല്ലേ? 972 22ാമത്തെ ഹജ്ജിന് പോണ സമയത്ത് യോഗം നടക്കുക. ആരോ പറഞ്ഞു മഹാനായ തങ്ങൾ പതിവ് പോലെ ഈ വർഷവും ഹജ്ജിന് പോവാൻ. വലിയ വലിയ നേതാക്കന്മാർ കൂടെയുണ്ട്. ആരൊക്കെയുള്ളത്? കാസർഗോഡ് നിന്ന് കല്ലേട്ടറുണ്ട്, കണ്ണൂരിൽ നിന്ന് മമ്മൂക്കയുണ്ട്, കോഴിക്കോട് ഏലത്തൂരിൽ നിന്ന് ആലിക്കുഞ്ഞി സാഹിബ് കൂടെ ഉണ്ട്, റാബിത്തയുടെ പ്രതിനിധിയായി മഹബൂബിലെ ദിവാൻ സൽമാൻ സേഠ് സാഹിബ് അവിടെയുണ്ട്, പാകിസ്ഥാൻ സത്താർ സേഠ് സാഹിബ് അവിടെയുണ്ട്. മലബാറുകാരൻ പാകിസ്ഥാനിലേക്ക് പോയത് മലബാർ ജില്ലാ മുസ്ലിം ലീഗിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു സത്താർ സേഠ് സാഹിബ്. ചരിത്രം ഞാൻ പറഞ്ഞില്ല. എന്നിട്ട് അവരൊക്കെ അവിടെ ഉണ്ട്. നേതാക്കന്മാരുടെ സാന്നിധ്യം കൊണ്ട് സമൃദ്ധമാണ്, ഭൂമിയാണ്, പ്രൗഢമാണ് ഈ കൊല്ലത്തെ ഹജ്ജ്. ബഹുമാനായ തങ്ങൾ പതിവ് പോലെ പോവാണ്. ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇതോടെ തങ്ങൾ പറഞ്ഞോ തിരിച്ചു വരാനൊന്നും ആരും ദ്വാരക്കണ്ട കേട്ടാ. ഞങ്ങളോട് പറഞ്ഞു അറിയോ ഉമ്മമാരെ, മക്കൾക്ക് നിങ്ങൾ കഥകൾ പറഞ്ഞു കൊടുക്കണം, അവരുടെ കണ്ണിലേക്ക് നിങ്ങൾ നോക്കണം, ബാഫക്ക് തങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, സീച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്താണ് മഹാനായ ബാഫക്ക് തങ്ങൾ തിരിച്ചു വരാൻ ആരും ദ്വാരക്കണ്ട കേട്ടാ. പിന്നെ ആരും ദ്വാരമില്ല. അങ്ങനെ നേരെ അവിടെ എത്തിയിട്ട് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം 972 ഡിസംബറിലാണ് ഹജ്ജ്. 973 ജനുവരി മാസം 18-ാം തീയതി വ്യാഴാഴ്ച അവസാനിച്ച വെള്ളിയാഴ്ച രാവ് മഹാനായ തങ്ങൾ ഹജ്ജൊക്കെ കഴിഞ്ഞ് മക്കത്തെ ഹറമിലെ റൂമിലാണുള്ളത്. റൂമിൽ ഇങ്ങനെ ഇരുന്നിട്ട് ചെറിയൊരു അസ്വസ്ഥത കാണിച്ചപ്പോ കല്ലട്ടർ ചോദിച്ചു ഡോക്ടറെ വിളിക്കണോന്ന്. അപ്പൊ പറഞ്ഞു എന്തിപ്പോ കല്ലട്ടർ ഡോക്ടറെ വിളിക്കണേ? ഇവിടെ വന്നിട്ട് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങാണ്ട് മരിച്ചിട്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളാൻ അവസരം ഉണ്ടായാലേ ലോകത്തെ അഷ്ടദിക്കിൽ നിന്നും ഹജ്ജിന്റെ പുണ്യം തേടി വരുന്ന ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹജ്ജാജിമാരുടെ പുണ്യത്തിലൊരു പുണ്യം ഇവിടെ ഖബറിലേക്ക് എത്തും, നിങ്ങൾക്കറിയാവോ എന്ന് തങ്ങളും ചോദിച്ചു. കൂടെയുള്ളവർ ചോദിച്ചു. തമാശക്കാന്ന് വിചാരിച്ചിട്ട് ചിരിക്ക്. ഇടക്കിടക്ക് പറയും കല്ലട്ടറേ നമുക്കേ ആലിക്കുഞ്ഞേ ഒറ്റക്ക് പോണ്ടി വരും കേട്ടാ. ഇടക്കിടക്ക് ഇങ്ങനെ പറയും. തമാശക്കെന്നാണ് വിചാരിച്ചത്. ചരിത്രം ഞാൻ നിങ്ങളോട് പറയാം. അലിക്കുഞ്ഞി സാഹിബ് ചന്ദ്രയുടെ പത്രാച്ചി പറയാൻ അദ്ദേഹം കൂടെയുണ്ട്. അത്തവണ കൂടെ പോയത് അത് എഴുതാനാണ്, ചരിത്രം എഴുതാനാണ്. മനസ്സിലാവണല്ലേ പറയുന്നത്? പറഞ്ഞോട്ടെ, ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. പ്രയാസമുണ്ടോ? ഓർമ്മിപ്പിച്ചോട്ടെ. മഹാനായ ബാഫക്ക് തങ്ങൾ എന്നിട്ട് ഒരിക്കൽ പറഞ്ഞു അത്രേ, മമ്മൂക്കയെ അടുത്ത വെള്ളിയാഴ്ച നിങ്ങളൊക്കെ ഹറമില് എന്റെ പിറകെ നിന്ന് നിസ്കരിക്കും. അപ്പോ മമ്മൂക്കയെ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട്ട് വെല്ലങ്ങാടിയിലെ ഹാജയാണ്, നിങ്ങൾ കോഴിക്കോട്ട് വലിയ ആളാണ്, നിങ്ങൾ കൊയിലാണ്ടി പാണ്ഡികശാലയിലെ വലിയ ആളായിരിക്കും. പക്ഷേ സൗദിക്കാർ നിങ്ങൾ നിമ്മാമത്തൂല, അവർക്ക് അറബികൾ തന്നെ വേണം. തമാശക്ക് പറഞ്ഞു. നിങ്ങൾ കണ്ടോ അടുത്ത വെള്ളിയാഴ്ച ഹറമിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും, നിങ്ങൾ എന്റെ പിറകെ നിസ്കരിച്ചു. അടുത്ത വെള്ളിയാഴ്ച നിസ്കരിച്ചു. 973 ജനുവരി മാസം 18-ാം തീയതി വ്യാഴാഴ്ച അവസാനിച്ച വെള്ളിയാഴ്ച രാവ് അല്ലേ? വെള്ളിയാഴ്ച രാവ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും അസ്വസ്ഥത കാണിച്ചു. സമ്മതം ചോദിക്കാതെ ഡോക്ടറെ കൊണ്ടുവന്നു. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു വെയിറ്റ് എന്ന് പറഞ്ഞു. കുറച്ച് സാർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അത്തപ്പോഴാണ് വിളിക്കണത് കല്ലേട്ടറേ എന്ന് വിളി. അപ്പോൾ ഓടി ചെന്നപ്പോൾ പറഞ്ഞു, എന്നൊന്ന് വലത് ഭാഗത്ത് ചെരിച്ചു കിടത്തുമോ എന്ന് ചോദിച്ചു മഹാനായ ബാഫക്ക് തങ്ങൾ. വലത് ഭാഗത്തില്ലാതെ മനുഷ്യൻ ചെരിഞ്ഞ് കിടക്കാറില്ല. അന്ന് പറ്റണ കിട്ടണം. കയ്യിൽ ഒരു കുഞ്ഞു മുസാഫ് ഉണ്ടാവും, ഒരു കുഞ്ഞിക്കിണ്ടി എന്നും ഉണ്ടാവും, ഒരു മുസല്ല ഉണ്ടാവും. പട്ടിക്കാട് ജാമ്യാനൂരിയുടെ തിറക്കല്ലിടാൻ ആരുണ്ട് ഓർമ്മയിൽ? സുബഹി നിസ്കാരം കലാക്കത്താളം ചോദിച്ചപ്പോ സകല പണ്ഡിതന്മാരും ഭയം നിന്നപ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞു. ആ ശിലാപ്പാക്കിയ ആളാ മഹാനായ ബാഫക്ക് തങ്ങൾ. മഹഫറത്ത് പ്രധാനമാവട്ടെ, ഒപ്പം നമ്മയും സ്വർഗത്തെ നിർമ്മിച്ചു കൊണ്ടട്ടെ. നിങ്ങളുടെ കയ്യിലുള്ള കൊടി, പ്രിയപ്പെട്ട തെരഞ്ഞെടുപ്പുകാരെ, നിങ്ങളുടെ കയ്യിലുള്ള കൊടി ആര് പിടിച്ച കൊടിയാണെന്ന് നമ്മൾ അറിയണം. എനിക്കത് അറിയാം, ഞാൻ പഠിച്ചോണ്ടാണ്, നിങ്ങൾക്കും അറിയാം. പക്ഷെ ഞാൻ നിങ്ങളിലേക്ക് നിങ്ങൾ കാണില്ലേ പശുവിനൊക്കെ അറക്കണ അല്ലെ കൂട്ടിനൊക്കെ അറക്കണ ആളുകളെ അല്ല മുറിച്ചുണ്ടാവും വാളിന്, എന്നാലും ഒന്നിങ്ങനെ ആക്കണ കണ്ടില്ലേ? രാഗി മിനിക്കണത് അതൊരു ആത്മവിശ്വാസമാണ് മഹാനായ ബാഫക്ക് തങ്ങള്. എന്നിട്ട് ഡോക്ടറെ വിളിച്ചു. അവനെ ഭരതവാൻ ചെരിച്ചു കിടത്തി അമ്പങ്ങളെ ചെരിച്ചു കിടത്താം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറുമ്പോ പിന്നെ കേൾക്കണത് എന്നൊരു വർത്തമാനം. ഒരു കാലഘട്ടത്തിന്റെ വർണ്ണാഭമായ ചരിത്രം തന്റെ കൂടെ ചരിത്രമാക്കി മാറ്റി. ചരിത്രത്തിന്റെ മണിഗോപുര നടയിലേക്ക് ആ വലിയ പുരുഷൻ സത്യവിശ്വാസി കൊതിക്കുന്ന സമയത്ത് കൊതിക്കുന്ന കഴിയുന്ന ചൊല്ലി എല്ലാവരെയും സന്തോഷിപ്പിച്ച് കടന്നുപോയി. നിങ്ങൾ നോക്കി, ഇന്ത്യയിൽ വെച്ച് മരിച്ചാൽ ഇന്ദിരാഗാന്ധി കാണാൻ വരും, അങ്ങനെ ഒരുപാട് ആളുകൾ കാണാൻ വരും. തങ്ങൾ ആഗ്രഹിച്ചിരുന്നു അത്രേ അങ്ങനെയുള്ള ആളുകളൊന്നും എന്റെ ജനാസ കാണണ്ടായെന്ന്. ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു കാണും, അള്ളാഹു കേട്ട് കാണും. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങളുടെ കയ്യിലുള്ള കൊടി ആ മനുഷ്യൻ പിടിച്ച കൊടിയാണ്, ആ മനുഷ്യൻ പുതച്ച കൊടിയാണ്. അത് മറന്ന് കളിക്കരുത്. നിങ്ങളുടെ നാട്ടുകാർ നിഷ്കളങ്കരൻ, നിങ്ങളുടെ നാട്ടുകാർ സാധാരണക്കാരൻ, നിഷ്കളങ്കാട്ടുള്ള മനുഷ്യന്മാരാണ്. നിങ്ങളുടെ മനസ്സിൽ ഞാനിത് മറ്റൊന്നും കൊണ്ട് പറയല, എന്റെ ഉത്തരവാദിത്വം രൂപത്തിൽ പഠിച്ചത് നിങ്ങൾക്ക് പറഞ്ഞു തരും. മഹാനായ ബാഫക്ക് തങ്ങൾ പറഞ്ഞില്ലേ, പിറ്റേന്ന് വെള്ളിയാഴ്ച ഉച്ചക്ക് ജുമയോടുകൂടി എല്ലാ ജനാസയും കൊണ്ടുപോവാണ് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന അറബികളൊന്നടങ്കം സാക്ഷ്യം പറയാണ്. ഹസ്രത്ത് സയ്യിദ് അലവി മാലിക്കി എന്ന് പറയുന്ന വിഖ്യാത സൗദി പണ്ഡിതൻ മരിച്ചപ്പോഴല്ലാതെ ഇത്ര ജനസഞ്ചയത്തെ ഹറമ് കണ്ടിട്ടില്ല. ഒരു വലിയ ഉയ്യാരം കേൾക്കാൻ
നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പോത്തന്മാർ ഓടി വരികയാണ്, വലിയ പച്ച പതാകയുമായിട്ട്. ബാഫക്കി തങ്ങളെ പുതപ്പിച്ചു. ബാഫക്കി തങ്ങൾ അന്ന് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ്. 1970-കൾ നമുക്ക് വല്ലാത്ത വിഷമമുള്ള കാലമാണ്. 1972 കായിക മില്ലത്ത് കണ്ണടച്ചു. 1973 ബാഫക്കി തങ്ങൾ കണ്ണടച്ചു. ഒരു വർഷം ഇടവേള 75 പൂക്കോയ തങ്ങൾ അന്തരിച്ചു. അല്ലെ, 3 നാളുകൾ മുസ്ലിം ലീഗിന്റെ മുന്നേ നടന്ന മുന്നണി പോരാളികൾ നമുക്ക് താങ്ങായി തണലായി നമ്മുടെ എല്ലാമായി പാർട്ടിയുടെ നാവും നാരായവരും നടന്ന 3 പേർ ഒറ്റയടിക്ക് 4 കൊല്ലം കൊണ്ട് കണ്ടടിച്ചു. സമുദായ അനന്ത വിഹാസം നീരിനെ നോക്കി നിർനിമേഷമായി നിലവിളിച്ചു. ആരോട് ചോദിക്കാൻ? അപ്പോഴാണ് അവധൂതനായിട്ട് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കടന്നു വന്നത്. ഓഗസ്റ്റ് 9 വരെ 1975 മുതൽ 2009 ഓഗസ്റ്റ് 1 വരെ 34 കൊല്ലക്കാലം ആ മനുഷ്യൻ നടന്നു. അതിനുശേഷം നമ്മൾ പേടിച്ചു. ആരാണെന്ന് അള്ളാഹു നമ്മെ നിരാശരാക്കിയില്ല. നമുക്ക് ആറ്റപ്പൂത്തങ്ങളെ കണ്ടു. എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ആറ്റപ്പൂത്തങ്ങൾ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ചു, ആരെ പോന്നു അല്ലേ? ഒരു പ്രയാസം നോക്കണ്ടില്ല. നമുക്ക് മഹാനായ സാദത്ത് അലി ശിഹാബ് തങ്ങളെ കണ്ടു. ജീവിതത്തിൽ ഒരാളെയും ബസ്സിച്ചോട്ടില്ല, ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. എന്തെല്ലാം വിമർശനങ്ങളാണ്. അവരൊക്കെ എന്തൊക്കെയാ പറയണത്? എല്ലാം സഹിച്ചും ശ്രമിച്ചും ആളുകൾ നോക്കി പുഞ്ചരിച്ചും ബഹ്റിന്റെ സമയുടെ സബൂറിന്റെ ബഹ്റായി ആ മനുഷ്യൻ ഇങ്ങനെ കടന്നു പോവാണ്. നിങ്ങൾക്ക് പേടിക്കണ്ട, പേടി ബേജാറുമുണ്ട്. അബ്ബാസിന് തങ്ങളുണ്ട് പറഞ്ഞില്ലേ. അത് കഴിഞ്ഞ് വരാൻ പോണത് ഇതുവരെ നയിച്ച ആളുകളെല്ലാം പണക്കട്ടപ്പുറക്ക് പൂക്കോയത്തങ്ങളുടെ മാത്രം ബാക്കിയാണ്. പൂക്കോയത്തങ്ങളുടെ മാത്രം ബാക്കിയാണ്. ഇൻഷാ അല്ലാഹ് അബ്ബാസിന് തങ്ങളുടെ കൂടെ കഴിഞ്ഞാൽ നമ്മൾ നയിക്കാൻ പോണത് പൂക്കോയത്തങ്ങളുടെ മാത്രം ബാക്കിയല്ല, ബാഫക്കി തങ്ങളുടെ കൂടെ ബാക്കിയാണ്. അല്ലേ, പൂക്കോയത്തങ്ങളുടെ മോനാണ് ശിഹാബ് തങ്ങൾ, ശിഹാബ് തങ്ങളുടെ മോനാണ് മുനവർ തങ്ങൾ, ബാഫക്കി തങ്ങളുടെ മോനാണ് മോളാണ് ഫാത്തിമ മുത്തുബീവി. ആ ഫാത്തിമ മുത്തുബീവിയുടെ മകനാണ് മഹാനായ മുനവർ അലി ശിഹാബ് തങ്ങൾ. പ്രകാശം അർത്ഥമിച്ചിട്ടില്ല, പ്രഭാതം ചോർന്നു പോയിട്ടില്ല, ബേജാറാവേണ്ട ഒരു പ്രശ്നമില്ല. ഇതുവരെ നയിച്ചത് പൂക്കോയത്തങ്ങളുടെ മാത്രം ബാക്കിയാണ്. ഇന്ന് നയിക്കാനിരിക്കുന്നത് പൂക്കോയത്തങ്ങളുടെയും ബാഫക്കിത്തങ്ങളുടെയും ബാക്കിയാണ്. പ്രാർത്ഥിച്ചിരുന്നോ? സമസ്തയിൽ വിഷയമുണ്ടാകുമ്പോൾ അതും ഇതും പറഞ്ഞ് നമ്മൾ തമ്മിലടിക്കാൻ പോകണ്ട. ഒന്നിച്ച് ആ ഒരു നൂഹ് നബിയുടെ കപ്പലിനൊപ്പം ഇങ്ങനെ നമുക്ക് സഞ്ചരിക്കാം. അനസൂതം, അപങ്കുരം, അഭിരാമം, അനവരതം, അനന്തം നമുക്ക് കൂടെ നടക്കാം. പഴക്കില്ല. പാണക്കാട്ട പരക്കണ് പതിര് പറയണ പതിവ് അവർക്കില്ല. പതിര് പറയണ പതിവ് പാണക്കാട്ട പരക്കാർക്കില്ല. അതിന് കാലവും ചരിത്രവും സാക്ഷിയ കൂടെ നടന്നാൽ മതി. മഹാനായ ബാഫക്കി തങ്ങൾ പറഞ്ഞിരുന്നു, അടുത്ത വെള്ളിയാഴ്ച നിങ്ങൾ എല്ലാവരും ഹറമിൽ എന്റെ പറയിൽ നിന്ന് നിസ്കരിക്കും. അല്ലേ, എല്ലാവരും പറയിൽ നിസ്കരിച്ചു. പക്ഷേ ബാഫക്കി തങ്ങൾ ഇമാമായി എന്നിട്ടല്ല, ബാഫക്കി തങ്ങൾ ജനാസയായി കിടന്നിട്ട്. മനസ്സിലാവില്ലേ? മുസ്ലിം ലീഗിന്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ ഉമ്മമാരെ, നിങ്ങൾ മക്കൾ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങണം. വർത്താനം പറയാത്തൊരു പ്രശ്നം നമുക്കിടയിലുണ്ട്. എന്ത് വിഷയം നമ്മൾ സംസാരിക്കണില്ലേ? സംസാരം വളരെ കുറവാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു 114 മുമ്പ് ഈത്തപ്പനയുടെ മട്ടൽ കൊണ്ടുണ്ടാക്കിയ മദീനത്തെ പള്ളിയിൽ അല്ലാഹു റസൂൽ പറഞ്ഞു, എന്നാ പറഞ്ഞറിയോ? 3 കാര്യം ഞങ്ങളോട് പറയാം. ഖിയാമത്ത് നാൾ വരുന്ന 3 അടയാളങ്ങൾ. ഒന്ന്, അവരവർ അടുത്തിരിക്കുന്നവർ തമ്മിൽ ആശയവിനിമയം ഉണ്ടാവില്ല. അവർ ആശയവിനിമയം നടന്ന അകലങ്ങൾ ഉള്ള ആളുകളുമായിട്ടാണ്. ഞാനും ഒമ്മലിക്കയും ഒന്നിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഓറുമായിട്ട് മുണ്ടണില്ല. ഓറ് സംസാരിക്കുന്നത് ചാറ്റ് ചെയ്യുന്നത് ലണ്ടനിലെ മോനുമായിട്ട്, ഞാൻ ചേറ്റുന്നത് അമേരിക്കയിലെ എൻ്റെ ഏട്ടനുമായിട്ട്. മനസ്സിലായി? തമ്മിൽ സംസാരിക്കണില്ല. എപ്പോഴാ പറയണ ആലോചിക്കട്ടെ. നിങ്ങൾ ഇതിന്റെ പവർ, ഈ ദർശനത്തിന്റെ പവർ മനസ്സിലാക്കണം. കായികത്ത് വെറുതെ അല്ല ഈ പച്ചക്കൊടിയും ചന്തക്കാരൻ നക്ഷത്രയും മുസ്ലിം ലീഗ് പേരിട്ടത്. വെറുതെ അല്ല ദളിതരെ ചേർത്ത് പിടിക്കുന്നത്. മനുഷ്യന്മാരിൽ ഒന്നാണെന്ന് കാണിക്കാനും ഇത് മഹോന്നതമാണെന്ന് പറയാനും വേണ്ടിയാണ്. മനസ്സിലാവണില്ലേ? പറയുന്നത് തിരിയുന്നില്ലേ? ഉണ്ടല്ലോ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞറിയോ? രണ്ടാമത്തെ അടുത്തുള്ള തമ്മിൽ ആശയവിനിമയം ഉണ്ടാവില്ല, അകലങ്ങൾ തമ്മിൽ ആശയവിനിമയം കൂടുന്ന ഒരു കാലം വരും. പിന്നെ പറഞ്ഞറിയോ? ആട്ടിടയന്മാർ അമ്പരചുംബികളായ കെട്ടിടങ്ങൾ ഉണ്ടാക്കും. ഒരു കെട്ടിടം ഇല്ലാത്ത കാലത്താ. അറബികൾ ആട്ടിരമയ്ക്ക് മാത്തറിയുന്ന ഒരു കാലത്താണ് അല്ലാഹു റസൂൽ പറയണത്. ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് ആരാ? കിങ്ഡം ടവർ ആരതാ? ഫൈസലിയ ടവർ ആരതാ? അബുദാബിയിൽ വരണത് ആരതാ? ഒക്കെ ആട്ടിടയന്മാരുണ്ടാക്കിയതാണ്. 1970 പെട്രോൾ ഓറ കണ്ടെത്തുന്നു. പെട്രോൾ ഡോളറിന്റെ മാസ്മരികതയിൽ കണ്ണഞ്ചിപ്പോയ അറബികൾ ഉണ്ടാക്കിയത് അതൊക്കെ. പക്ഷെ ഗസയിൽ നമ്മുടെ കുട്ടികളുടെ കരച്ചില് ഒരു കാണില്ല. പടച്ചോൻ സലാമത്ത് കൊടുക്കട്ടെ. അല്ലേ, നിങ്ങൾ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം ഖത്തീബ് മുമ്പറിൽ കയറി ഖത്തീബ് പറയാണ്, നിസ്കരിക്കൽ പ്രധാനാണ്. ഞാൻ ഖുതുബ പറഞ്ഞ പിന്നെ നിസ്കരിക്കാൻ എനിക്ക് ആരും ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് നിസ്കരിക്കലേ എന്ന് പറഞ്ഞ് ഇറങ്ങാൻ. ആലോചിക്കട്ടെ, എത്ര ബിരിയാണി ഉച്ചക്ക് നമ്മൾ കളഞ്ഞത്, എത്ര നമ്മൾ കളയാൻ പോണത്. ഗസയിലെ മക്കളെ നമ്മൾ ഓർക്കണം. പോലൊരു കുട്ടിയോട് പത്രക്കാർ ചോദിച്ചു, പലസ്തീനിലെ മോളെ നിനക്ക് വലുതായാൽ എന്താവാൻ ആഗ്രഹം? ഉടനെ മറുപടി പറയാണേ, അതിന് ഞാൻ വലുതാവൂലോ, അതിനുമുമ്പ് ഇസ്രായേൽ എന്നെ കൊല്ലൂലേ. നിങ്ങൾ ആലോചിക്കട്ടെ, അങ്ങനെ കാലത്ത് നമ്മൾ ജീവിക്കണത്. ഇതൊക്കെ വലിയ. എന്നാലും നിങ്ങൾ ബേജാറാവണ്ട. കാരണം എന്നറിയോ?
ബനൂ ഇസ്രായേൽ ജനിക്കുന്ന ഏതോ ഒരു ആൺകുട്ടി നിന്നെ കൊല്ലും ഫിറൗൻ എന്ന് പറഞ്ഞതിന്റെ പേരില് ബനൂ ഇസ്രായേൽ ജനിക്കുന്ന മുഴുവൻ ആൺകുട്ടികളെയും ഫിറൗന്റെ കിങ്കന്മാർ കൊന്നു തള്ളുമ്പോഴും ഫിറൗനെ കൊല്ലേണ്ട മൂസയെ ഫിറൗന്റെ കൊട്ടാരത്തിൽ ഫിറൗന്റെ ഉപ്പും ചോറും തീറ്റിച്ച് വളർത്തിയവനാണ് അല്ലാഹു. പ്രതീക്ഷ കൈവിടണ്ട. യൂനുസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. കപ്പലിൽ യാത്ര പോകണം. ആരെ പറഞ്ഞത്ര കപ്പലിൽ ഒരു കള്ളനുണ്ട്, അയാളെ പുറത്താക്കണല്ലേ ഇപ്പൊ കപ്പൽ ഇപ്പൊ മുങ്ങും. അപ്പൊ ആര് കള്ളൻ എങ്ങനെ തിരഞ്ഞെടുക്കുക? ആര് പറഞ്ഞു എനിക്ക് നെറുക്കിടാൻ? നെറുക്കിട്ടു യൂനുസ്. രണ്ടാമത് നെറുക്കിട്ടു യൂനുസ്. മൂന്നാം നെറുക്കിട്ടു യൂനുസ്. എങ്കിൽ യൂനുസ് നീ കള്ളൻ തന്നെ, നിന്നെ കടലിലേക്ക് എടുത്തെറിയാൻ ഒരു പ്രശ്നമില്ല. കടലിലേക്ക് എടുത്തെറിയപ്പെട്ടപ്പോ അള്ളാഹു പറഞ്ഞു വെച്ചു മത്സ്യം അങ്ങ് വിഴുങ്ങി. മത്സ്യത്തോട് അള്ളാഹു പറഞ്ഞു, മത്സ്യമേ, യൂനുസിന്റെ പ്രവാചകനാണ്, നിന്റെ ഭക്ഷണമാണ്, ധരിക്കരുത്. യുവർ ഡൈജഷൻ പ്രോസസ് ഷുഡ് നോട്ട് ബി ഫങ്ഷൻഡ്. കാണാം നമുക്ക്, നിന്റെ ദഹന പ്രക്രിയ പ്രവർത്തിക്കണ്ട. എന്റെ യൂനുസിനെ നീ വല്ലാതെ ബുദ്ധിമുട്ടിക്കണ്ട, അവിടെ നിർത്തിക്കോ കോടലില്. അത് മത്സ്യത്തെ വേറൊരു മത്സ്യം വിഴുങ്ങി. കരയോടെടുത്ത കടൽ ഭാഗത്തെപ്പോ മത്സ്യം വന്ന് ഛർദ്ദിച്ചു. യൂനുസിനെ പുറത്ത്. യൂനുസ് ഒന്നും പറഞ്ഞിട്ടില്ല. പ്രയാസം ഉണ്ടാകും എന്നാ പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് മുസ്ലിം ലീഗിന്റെ വേദിയിൽ മറ്റൊരു പാർട്ടിയുടെ വേദിയിൽ അത് പറഞ്ഞിടാൻ കഴിയില്ലേ? അതാണ് വ്യത്യാസം. അതുകൊണ്ട് നിങ്ങൾ മക്കളെ ലീഗാക്കണം എന്ന് പറയുന്നത് മനസ്സിലാവില്ലേ? എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഒന്നും പറഞ്ഞില്ലേ? അല്ലാഹു ഈ യൂനുസ് അക്രമികൾ പെട്ടുപോയി, നീ പരിശുദ്ധനാണ്. എന്താണ് അക്രമം എനിക്ക് അറിഞ്ഞൂടാ, നീ പരിശുദ്ധനാണ് റബ്ബ്. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, കാറ്റും കോളും വരുന്നതിന്റെ മോളെ കല്യാണം, ഭയങ്കര കല്യാണമാണ്. ഇപ്പോൾ ഒരു 6,000 ആളെ വിളിച്ചിട്ടുണ്ട്, വലിയ കാറ്റും മഴയാണ്. ഞാനൊന്നും പറഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പഠിച്ചോനെ, നിന്റെ മഴ റഹ്മത്താണ്, നീ പരിശുദ്ധനാണ്. നിന്റെ മഴ റഹ്മത്താണ്, നീ പരിശുദ്ധനാണ്. കല്യാണം കഴിയുന്നവരെ ഒരു തുള്ളി മഴ പെയ്തില്ലെന്ന് അയാൾ പറയാം. എന്റെ അനുഭവമാണ് പറയുന്നത്. മനസ്സിലാവില്ലേ? അങ്ങനെ ദർശനമില്ല എന്നിൽ. ആ ദർശനത്തിന് പ്രൊമോഷൻ കൊടുക്കണ ഒരു സംഘടനയാവേണ്ടത് നമ്മുടേത്. അവർ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ പാടില്ല. സഹോദര സമുദായങ്ങൾ ചേർത്ത് പിടിക്കണം. CHS ചാനലിൽ ഭക്ഷണം കൊടുക്കുമ്പോ നീ ഇന്നതാണ് തരില്ലെന്ന് പറയാൻ പാടില്ല. PTH ആളുകളെ പോയിട്ട് പരിചരിക്കുമ്പോൾ, ഞാനിപ്പോ 1106 രോഗികളെ പരിചരിക്കുന്ന PTHന്റെ ചീഫ് കോർഡിനേറ്റർ ഞാൻ മട്ടന്നൂർ. ആ കൂട്ടത്തിൽ പകുതിയോളം, ഏകദേശം 40% മുസ്ലിം സഹോദരങ്ങൾ. എല്ലാവരും അട്ടിക്കരുവരുണ്ട്. അവരുടെ പണം നമ്മൾ എടുക്കുന്നു, പുഴുവിനെ നമ്മൾ എടുക്കുന്നു. അവരുടെ കിടപ്പുരോഗികളുടെ കിടക്കരികെ കരുണ കൊണ്ട് നമ്മൾ കഥ രചിക്കുന്നു. എന്റെ പാർട്ടി ഭർത്ത ആരാ പറഞ്ഞു? മഹാനായ അറ്റഭൂതങ്ങൾ, അതിൽ ശാബ്ദങ്ങൾ. ഒരാഴ്ച കടന്നു പോയിട്ടുള്ള മനുഷ്യൻ എത്ര നേതാക്കന്മാർ കിടക്കുന്നുണ്ട്? എന്തെങ്കിലും ഉപകാരത്തിലുണ്ടോ? അറ്റഭൂതങ്ങൾ ഒരാഴ്ച കടന്നുള്ളൂ. ഒരാഴ്ച കടന്നു പോയപ്പോ അദ്ദേഹം പറയാണ്, ലീഗാരോ നമ്മൾ വിളിച്ചിട്ട് പറയാണ്, കുട്ടികളെ നിങ്ങൾ വരി. എന്നാ തങ്ങളെ ഒന്നുമില്ല, ഞാൻ ഒരാഴ്ച കടന്നപ്പോൾ എനിക്ക് എന്റെ വിഷമം മനസ്സിലായി. അപ്പോൾ നിങ്ങൾ CHS സെന്റർ നടക്കട്ടെ, ബൈത്തുറഹ്മ നടക്കട്ടെ, നിങ്ങളുടെ KMCC ഒക്കെ നടക്കട്ടെ, ഉഷാറായിട്ട് പോട്ടെ. പക്ഷേ നിങ്ങൾ കിടപ്പ് രോഗികളെ കൂടെ ഒന്ന് നോക്കണം. അതിന് നിങ്ങളൊരു പരിപാടി തുടങ്ങണം. അതിനെന്റെ ബാപ്പാന്റെ പേരൂടണം. പൂക്കോത്തങ്ങളുടെ പേരില് എല്ലാം ഇടക്കില്ലേ PTS ഉണ്ട്. PTS ഉണ്ട്. ഞാൻ വരുമ്പോ അമീർ അലി ഡോക്ടർ കൂടെ വന്നത്. അദ്ദേഹം ഫോണിൽ എന്നോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് നേരെയില്ല. ഓരോ ആളുടെയും ആ മൂത്രത്തിന്റെ പോയി പഴകി പോയിട്ട്, അത് അവർ വന്നില്ലല്ലോ ഡോക്ടറെ, പിന്നെ ഈ പക്ഷെ അതെന്താ വേണ്ടത്, ഞാൻ റിപ്പോർട്ട് അയച്ചു നോക്കിയിട്ടൊന്ന് പറയണേ ഡോക്ടറെ, ഇത് ക്യാൻസറാണ്, അതാണ് ഡോക്ടറെ, ഇതാണ് ഡോക്ടറെ. കിടപ്പ് രോഗിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ വെച്ചിട്ട് ഒരു രാഷ്ട്രീയ പത്താനം. അവർക്ക് ഇലക്ഷനിൽ വന്ന് നിങ്ങളെ വോട്ട് വാങ്ങിയിട്ട് ജയിച്ചിട്ട് എളിഞ്ഞങ്ങ് പോയാൽ പോരെ? എന്തിനു രാവും പോയി പണിയെടുക്കണം? ഏതെങ്കിലും വിഷയത്തിൽ, നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതുണ്ടോ ഈ മനുഷ്യന്മാർ? നിങ്ങൾ പറയും, ഏതെങ്കിലും വിഷയത്തിലുണ്ടോ? പിന്നെ എങ്ങനെയാണ് ഇലക്ഷൻ വരുമ്പോ നിങ്ങൾ അവരെ ചവിട്ടി തള്ളിയിട്ട് അപ്പൊ വരുന്ന ആളിനെ പൊക്കാൻ പോകണം? എങ്ങനെയാ അവരെങ്കിലും പൊക്കി പിടിക്കുക? ആ മനുഷ്യന്മാർ സാധുക്കളായതുകൊണ്ട് ഒരു പിന്നെ നിങ്ങളൊക്കെ ചിരിക്കണം. അങ്ങനെന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ ചിരിക്കാൻ പോകണ്ട. ആ മനുഷ്യന്മാർ സാധുക്കളായതുകൊണ്ട്, ഭരമേൽപ്പിക്കുന്നത് റബ്ബിലായതുകൊണ്ട് എന്താ ചിന്തിക്കണം അറിയോ? അതൊക്കെ ചെയ്തെങ്കിൽ പിന്നെ നമുക്ക് പഠിച്ചോണ്ട് വന്ന കൂലിക്ക് വേണ്ടിയിട്ടല്ലേ. ബഷീർ സാഹിബ് ഒരു കഥ പറഞ്ഞിരുന്നു. ബഷീർ സാഹിബ് ബൈത്തുറഹ്മ കൊടുത്തിട്ട് കഷ്ടപ്പെട്ട് 12 ലക്ഷം ഉറുപ്പിക കണ്ടുണ്ടാക്കി ബൈത്തുറഹ്മ ഉണ്ടാക്കി കൊടുത്തു. പിറ്റേ ദിവസം പേരും അങ്ങ് മാറ്റിയിട്ട് അവിടെ CPM ബ്രാഞ്ച് കമ്മിറ്റി യോഗം. ആളുകൾ ഓടിപ്പോ ഇപ്പൊ പുര വിളിക്കണമെന്ന് പറഞ്ഞു. ബഷീർ സാഹിബ് എല്ലാവരും ഇരിക്കാൻ പറഞ്ഞു, നിങ്ങൾ പുരയെടുത്തോടത്ത് എന്തിനാടോ? നിങ്ങൾക്ക് അയാൾ വോട്ട് കിട്ടാനാ? നിങ്ങൾ പുരയെടുത്ത് കാണുന്നിടത്ത് മേലല്ലേ? അതവിടെ ഓൾറെഡി ചെയ്തല്ലേ? അതിന്റെ കൂലി നിങ്ങൾക്ക് വേണ്ട. നാളെ മരിച്ചുപോയാൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ? പഠിച്ചോൻ പറയാൻ പാടില്ലല്ലോ. ഇന്നത്തെ ദിവസം മാറി നിൽക്കുക അക്രമികളെ, അലമക്കതിരേക്കും ആദം, അതിന്റെ മക്കൾ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ? അല്ലാത്ത ചേർത്താനെ സൂക്ഷിക്കണമെന്ന്, ഇതിന്റെ വ്യക്തമായ ശത്രുവാണെന്ന് അറിയപ്പെട്ടു. നീ എന്നെ ആരാധിക്കണം. ആദാ സിറാത്തും മുസ്തഖീം, ഇതാണ് ചൊവ്വായ മാർഗമെന്ന്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കസീറ, എത്ര ആളുകളാ വഴികേടിലായി പോയത്. അഫലം തഖൂനു തഖിലൂൻ. Indeed, why don't you think? ഞാൻ ആലോചിക്കാത്ത ഖുർആൻ ചോദിക്കണം. യാസീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ നമ്മൾ ഓതാറുണ്ട്. ചില യാസീനും ഫാത്തിഹ ഒന്ന് ചോദിക്കുന്ന യാസീൻ ഖുർആനിലൊക്കെയും ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൽ മുസ്തഖീം സിറാത്തിൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. തീർന്നു. 2 ഓതി പോലും
യാസീനും ഫാത്തിഹ ഒന്ന് ചോദ്യം മനസ്സിലാണല്ലേ? പക്ഷെ നമുക്കതിന്റെ അർത്ഥം അറിയില്ലേ. അർത്ഥം അറിഞ്ഞാൽ മതി ലീഗാവാൻ. ഫാത്തിഹയിലെ ഒരു 10 ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയാൽ ഒക്കെ ലീഗാവും. മനസ്സിലാണല്ലേ? കാരണം നമ്മുടെ തൂണിലും തുരുമ്പിലും ഇരിപ്പിലും നടപ്പിലും ശരിയിലും ചിന്തയിലും നമ്മുടെ സകലമാന കരചരണ സ്ഥലത്തിലും ദീനിന്റെ കൃത്യമായ ടേസ്റ്റ് ഉണ്ടാവണം. വർഗീയത പാടില്ല. അത് കോൺഗ്രസ്സുകാരും മാർക്സിസ്റ്റുകാരും പഠിച്ചൊന്നുമല്ല. ആരെ പഠിച്ചിട്ടാ? അള്ളാനെ പഠിച്ചിട്ട്. വർഗീയത പാടില്ല. വർഗീയത പാടില്ലാത്ത വേറെ ഏതൊരു രാഷ്ട്രീയക്കാരനെ പഠിച്ചിട്ടല്ല, ഓരോ വോട്ട് കിട്ടില്ല വിചാരിച്ചിട്ടല്ല. മനസ്സിലാവില്ലേ? വർഗീയത പാടില്ലാത്ത പഠിച്ചാണ് പഠിച്ചിട്ട്. കാരണം എന്താ? പ്രവാചകൻ പറഞ്ഞു, വർഗീയ സംഘർഷത്തിൽ ഏർപ്പെടുന്നവൻ, കൊല്ലുന്നവൻ, കൊല്ലപ്പെടുന്നവൻ ലൈസ മിന്നാ, ഞങ്ങളിൽ പെട്ടവനല്ല. അതിനപ്പുറം പറഞ്ഞ പറയുന്നുണ്ട്, സദിക്കാൻ മസ്ബൂഖൻ, കള്ളം പറയാത്തവനാണ്, യഥാർത്ഥത്തിന്റെ സലമാന അവസരങ്ങൾ ജീവിതത്തിൽ ആവാഹിച്ച് ലോകത്തെ പിടിച്ചുലക്കിയ വിപ്ലവകാരി പറയാൻ ആ മാസമാണ് ഈ മാസം നാളെ തീരാൻ. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ലൈസ മിന്നാ, വർഗീയവാദി നമ്മിൽ പെട്ടവനല്ല. വർഗീയവാദി ആയാല് പെട്ടവനല്ല, ഉറപ്പു, ഒരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ലീഗ് അങ്ങനെ പറയണത്. ഒരു ഭാഗത്ത് സത്യവിശ്വാസി സ്വത്തുരാഷ്ട്രീയം മുറുകെ പിടിക്കുമ്പോഴും മറുഭാഗത്ത് വർഗീയതയ്ക്കെതിരെ പറയാൻ പറ്റുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം ജീവിതത്തിൽ, നിർബന്ധമായിട്ടുണ്ടാവണം. അത് നമ്മുടെ വ്യവസ്ഥാപിത ലക്ഷ്യത്തിന്റെ മാർഗത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഞാൻ പറയുന്നറിയോ, മഹാനായ ബാഫക്ക് തങ്ങൾ എന്നിട്ട് അവിടെ കൂടിക്കുന്ന ആളുകൾ പറയാണ്, ഒരുപാട് ജനാസ ഉണ്ട്, പക്ഷെ പച്ച പകപ്പിച്ച വലിയൊരു ജനാസ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ട് ആ ജനാസ ജന്നത്തുൽ മഹല്ലയുടെ ഉള്ളോട്ടൊന്നും കൊണ്ടുപോകാതെ ഖദീജ ബിയുടെ അടുത്ത് തന്നെ അവിടെ വെച്ചു. നിങ്ങൾ ആലോചിക്കുക, ബാഫക്ക് തങ്ങൾ എവിടെയുള്ളത്? ഞാൻ അനാദി കാലത്തെ അപസർപ്പക കഥ പറയല്ല നിങ്ങളോട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മക്കത്തുനെ കാണാം. ജന്നത്തുൽ മഹല്ലയിൽ നിങ്ങൾ പോകുമോ? അവിടെ നിങ്ങൾക്ക് കാണാം ഖദീജ ബിബി, അസ്വത്ത് ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ മലൈബാരി അവിടെ ഉണ്ട്. ആ ബാഫക്ക് തങ്ങളെ പുതച്ച കൊടിയാണ് കൊടി. ആ കൊടി നമ്മുടെ നാട്ടിലുള്ളപ്പോ നമ്മുടെ മക്കൾ മറ്റൊരു കൊടി പിടിക്കരുതെന്ന് ഞാൻ ഈ ജാഹിലായ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. ആ കൊടിയുടെ പവറിനും പത്രാശനും അഭിമാനത്തിനും പങ്കുണ്ടാകുമെന്നും ഒരു പഞ്ചായത്ത് എഴുതിപ്പ് ഉണ്ടാവാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിലെ പാണ്ഡികശാല എന്നല്ലേ മഹാനായ ബാഫക്ക് തങ്ങള് റേഷൻ സംവിധാനത്തിലൂടെ അരി വിതരണം ചെയ്തത്. എല്ലാവരും അരി കൊഴുത്തി വെച്ചപ്പോ ബാഫക്ക് തങ്ങൾ ഉള്ള അരി എടുത്തു കൊടുത്തു. അതാണ് ലക്ഷണം. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി പറഞ്ഞത്, ആ മനുഷ്യന്റെ മാസ്മരിക പ്രഭയ്ക്കും ഞാനും ഇരുന്നു പോയി. ബാഫക്ക് തങ്ങള് ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് ഇങ്ങനെ ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് ട്രെയിൻ കീപ്പർക്ക് കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ട്രെയിൻ കീപ്പർ വിളിക്കാൻ തുടങ്ങി. ആരെ? ഇന്ദിരാഗാന്ധിയെ. ഇന്ദിരാഗാന്ധി പറഞ്ഞു, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഗെറ്റ് ഔട്ട്, മാറിക്കണം, ശല്യം ചെയ്യല്ല. വന്നപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ 2 മിനിറ്റ് തന്നിട്ടല്ലേ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇരുന്നു. വേപ്പ പറയാണ്, ആ മനുഷ്യന്റെ മുഖത്തും നിർക്കടിച്ച മാസ്മരിക പ്രഭയിൽ ഞാൻ അറിയാതെ ഇരുന്നു പോയി. അങ്ങനെ മഹാനായ വഫാത്ത് തങ്ങളുടെ ആ തങ്ങൾ വരുമായിരുന്നു. ആ തങ്ങൾ വഫാത്തായാൽ ഇന്ദിരാഗാന്ധി വരും കാണാൻ. എന്തോ അത് അദ്ദേഹത്തിന് ഇഷ്ടമായിരിക്കില്ലേ ജനാസകൾ വന്നത്. അതുകൊണ്ടാണ് അവിടെ പോയിട്ട് ആ ബാഫക്ക് തങ്ങൾ ഉള്ളത് എവിടെയാ? ഖദീജ ഇവിടെ. എന്തുണ്ടാ ഖദീജ ഇവിടെ ചേർത്ത്? ഖദീജ ബീബിയുടെ പ്രത്യേകത എന്താ? അല്ലാഹു റസൂലിന് ദീനി ദഅവത്തിന് പണമില്ലാതെ വന്നപ്പോ ആരെ പൈസ കൊടുത്ത്? വിശദീകരിക്കണോ ഞാൻ? ആരെ പൈസ? അതുപോലെ ഇപ്പം രാവിലെ നിങ്ങളുടെ കുട്ടൊക്കെ മറിച്ച് പോലോ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ കണക്കെടുത്ത് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് രാവിലെ സമസ്തയുടെ മാത്രം ഏകദേശം 11,000-ലേറെ വരുന്ന മദ്രസകളിൽ നിന്ന് നമ്മുടെ കുട്ടികൾ രാവിലെ ചൊല്ലിയ സലാത്തിന് എണ്ണറിയാം നിങ്ങൾക്ക്? ഇല്ല, ഞാൻ പറഞ്ഞുതരാം. എത്രയാ? 42 ലക്ഷം സലാത്ത് ഇന്ന് രാവിലെ നമ്മുടെ കുട്ടികൾ ചൊല്ലി. ഒരാൾ 3 വെച്ചിട്ട്, മനസ്സിലാണല്ലേ? 42 ലക്ഷം സലാത്ത്. ഈ 42 ലക്ഷം സലാത്ത് നമ്മുടെ കുട്ടികൾ ചൊല്ലിയിട്ട് പരിശുദ്ധ പ്രവാചകന്റെ തിരുഹദത്ത് കാണിക്ക വെക്കുമ്പോൾ പടക്കുന്ന ഒരു ഖബറുണ്ട് ജന്നത്തുൽ മഹല്ലയിൽ. അത് നമ്മുടെ നേതാവ് ബാഫക്ക് തങ്ങളുടേതാണ്. ഒരു രാഷ്ട്രീയക്കാരനും അത് അവകാശപ്പെടാൻ കഴിയില്ല. മനസ്സിലാണല്ലേ? അപ്പൊ നോക്കൂ, അത് അന്നത്തെ ലീഗ് ഭയങ്കര ഉഷാറായിരുന്നു, ഇപ്പോഴത്തെ ലീഗ് പോരാന്ന് പറയാ. നമ്മൾ എന്താ പറയുന്നറിയാം? പിന്നെ ബാഫക്ക് തങ്ങളുടെ കാലത്ത് ലീഗ് ഭയങ്കര ഉഷാറാ, ഷിയാബാൻ കാലത്ത് പോരാ. ഇപ്പം മാറ്റി പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ? ഷിയാബാൻ കാലത്ത് വലിയ ഉഷാറായിരുന്നു, നല്ല കണ്ടീഷനാണ്, ഇപ്പം പോരാ. സാദിഖ് തങ്ങളുടെ കാലം എന്താ പറയുന്നറിയാ? ചിലപ്പോൾ നമ്മളൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അല്ലെ? എന്താ പറയുന്നറിയാ? സാദിഖ് തങ്ങളുടെ കാലത്ത് ഉഷാറായിരുന്നു, മൂന്നാമത് തങ്ങളത് പോരാ, അല്ല അബ്ബാസ് തങ്ങളത് പോരാ. ഇത് സ്ഥിരം അസുഖമാണ്. ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, അല്ല ബാഫക്ക് തങ്ങളുടെ കാലത്ത് നീ ഉഷാറ്, ഷിയാബാൻ കാലത്ത് ഉഷാറ്, അപ്പൊ ഷിയാബാൻ കാലത്ത് നിങ്ങളില്ലേ? അതുകൊണ്ട് നിങ്ങൾ ലീഗ് അതിനന്ന് ഞാനാവൂല, മൂന്ന് ലീഗ് അവനാവില്ല. അവന്റെ അസുഖം എന്താണ്? അതൊരു അസുഖം. ഒരുപാട് ആളിനി വരാണ്ടില്ലേ എന്ന് പറ മനുഷ്യന്മാരില്ലേ? എല്ലാവരോടും വന്നനാ ബോർഡ് കള്ളം കയറി പൊന്നെല്ലാം കട്ടോട്ടോ. എല്ലാവരോടും വന്നനാ. ഒരുപാട് ആൾ ഇനിയും വരാണ്ട്, പല കാരണങ്ങളോട് വരാത്തവരുണ്ട്. എല്ലാവർക്കും അങ്ങനെ വന്നിരിക്കാൻ കഴിയില്ല ലീഗിന്റെ വേദിയിൽ. ഇരിക്കണമെങ്കിൽ ഒരു സൗഭാഗ്യം വേണം, മനസ്സിലായില്ലേ? ഇപ്പം മൊത്തം കേരളത്തിൽ 1 കോടി മുസ്ലിങ്ങളുണ്ട്. വെറും മുസ്ലിം ദളിതിലൊക്കെ ഇവിടെ വെക്കട്ടെ, 1 കോടി മുസ്ലിങ്ങളുണ്ട്. മുസ്ലിം ലീഗ് മെമ്പർഷിപ്പ് എത്ര? നമ്മള് 35 രൂപ 30 രൂപ വാങ്ങി അവരുടെ മൊത്തം ID അപ്ലോഡ് ചെയ്ത്
പേരൊക്കെ ചേർത്ത് പൈസയൊക്കെ അടിച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തത്. എന്റെ എത്ര മെമ്പർഷിപ്പ്? 22,33,292 നമ്മുടെ മെമ്പർഷിപ്പാ. എത്ര? 25,33,292. എന്ന് പറഞ്ഞാല് ഏകദേശം 1/4 കോടിയേ ഉള്ളൂ മെമ്പർഷിപ്പ്. എല്ലാവർക്കും ലീഗിന്റെ മെമ്പർഷിപ്പ് ഒന്നും എടുക്കാൻ പറ്റൂല. അതിന് വേറെ തന്നെ ഒരു ഹല്ലും ഒരു തോഫിക്കൊക്കെ ഉണ്ട്. എല്ലാവർക്കും അത് കിട്ടൂല. എന്തെല്ലാവർക്കും ആയിക്കൂടെ വോട്ടൊക്കെ ചെയ്യും. പക്ഷെ മെമ്പർഷിപ്പ് എടുക്കാനും ലീഗാവാനും ആ കൊടി പിടിക്കാനും ബാപ്പൊക്കെ തങ്ങൾ പിടിച്ച കൊടി പിടിക്കാന്, CH പിടിച്ച കൊടി പിടിക്കാന്, സൂര്യസായി പിടിച്ച കൊടി പിടിക്കാന്, മഹാനാശാവങ്ങൾ പിടിച്ച പുതച്ച, അറ്റപ്പ് തങ്ങൾ പിടിച്ച പുതച്ച, ഇപ്പൊ സാധിക്ക തങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കണ ആ കൊടി പിടിക്കാന് എല്ലാവർക്കും അങ്ങനെ പറ്റൂല. അതിനൊരു സൗഭാഗ്യം വേണം. അതങ്ങനെ അതെന്തുകൊണ്ടാണ്? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് പറയാം, ഞാനിപ്പോ ശുഭൂരത്തുള്ള ലീഗുകാരനാണ്, നിങ്ങൾ തങ്ങളക്കടവ് ലീഗുകാരനാണ്. നിങ്ങൾ ആ റോഡിന്റെ മുകളിൽ നിങ്ങൾ വെറുതെ ദേശീയപാത ഓരത്ത് പോയി നിൽക്കുക. മെഡിക്കൽ കോളേജ് അടുത്താണല്ലോ. ഒരു ദിവസം ഒരു 100 ആംബുലൻസ് അല്ലെങ്കിൽ 10 ആംബുലൻസ് പോകുന്നതായിരിക്കും. 10 ആംബുലൻസ് പാതി വഴിയിൽ പിഴഞ്ഞു വീണ് ജീവനും എടുത്ത് ജീവൻ രക്ഷാ തീരം തേടി അലറി വിളിച്ചു പോകുന്ന 10 ആംബുലൻസുകളിൽ 8 എണ്ണത്തിലും ഒന്നിക്ക് ബാഫക്ക് തങ്ങളുടെ അല്ലെങ്കിൽ CHന്റെ ശവങ്ങൾക്ക് ചിത്രം ഉണ്ടാവും. ശരിയല്ലേ? പറഞ്ഞ ശരിയല്ലേ? ആ ഓരോ ആംബുലൻസ് പോയിട്ട് ഒരാൾ ജീവൻ രക്ഷിക്കുമ്പോ ഈ പറഞ്ഞ 25 ലക്ഷത്തിന് അതിന് ഗുണം കിട്ടണം. അള്ളാഹുവിന്റെ ഖജനാവ് വിശാലാണ്. അവന് കൊടുത്താൽ തീർന്നു പോകും ചെയ്യില്ല. മനസ്സിലാവില്ലേ? നിങ്ങൾ കണ്ട് കടലവണ്ടിക്കാരൻ സുഡാൻ എഴുതി വെച്ചത്, ഞാൻ എന്തിനു ഭയക്കണം, ലോകത്തിന്റെ അണ്ടകടാഹത്തിന്റെ അധിപന്റെ അടിമയാണോ ഞാൻ? അയാൾ എഴുതി വെക്കാൻ അയാളുടെ വിശ്വാസമാണ് കടലവണ്ടിക്കാരന്. പക്ഷെ ചോദിച്ച അണ്ടകടാഹത്തിന്റെ അധിപന്റെ അടിമയാണോ ഞാൻ ആരെ ഭയക്കണം? ഇല്ലേ? അള്ളാഹു റസൂലിനോട് പൈസ അല്ല നിങ്ങൾ വിചാരിക്കണ്ട. അള്ളാഹു റസൂലിനോട് ചോദിച്ചില്ല ഉഹദ് വല സ്വർണ്ണാക്കി തരട്ടെ എന്നാണ് പറഞ്ഞ അള്ളാഹു അമ്മത്തിനി മിസ്കീൻ അള്ളാഹു അക്കീനി മിസ്കീൻ അമ്മത്തിനി മിസ്കീൻ അൽഹത്തിനി ബിസ്വാലിഹിൻ. നിങ്ങൾക്ക് പൈസ വേണ്ട, അള്ളാഹ് എന്നെ മിസ്കീനായിട്ട് ജീവിപ്പിക്ക്, മിസ്കീനായിട്ട് മരിപ്പിക്ക്, എന്നിട്ട് സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തും. യൂസുഫ് നബി അലൈഹിസ്സലാം രാജാവായി എന്ന് അള്ളാഹുവോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് നീ എന്നെ രാജാവാക്കിയല്ല, നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു റബ്ബെ. പക്ഷെ അങ്ങനെ എനിക്ക് വേണ്ടത് ആകാശഭൂമികളുടെ അധിപനായ നാഥ, എന്നെ നീ മുസ്ലിമായിട്ട് മരിപ്പിച്ചിട്ട് എന്നെ നീ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തണേ. അതാണ് അന്തിമ ലക്ഷ്യം. അതിന് പൈസ ഒന്നും വേണ്ട. സദക്ക ഇല്ലേ? സദക്ക എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കല സദക്ക അങ്ങനെ ധരിച്ച ആളുകളുണ്ട്. നിന്റെ സഹോദരൻ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ സദക്കയാണ്. മനസ്സിലാക്കി നിങ്ങൾ പോകുന്നു, സാരഥികളായിട്ട് പോകുന്നു, പോയിട്ട് എന്ത് ചെയ്യുന്നു? മുഖത്ത് നോക്കി ചിരിക്കണം. ഇല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കഥ പറഞ്ഞില്ലേ? നേരത്തെ ഫോൺ വിളിച്ചിട്ട് ഭർത്താവ് ഫോൺ വിളിച്ച് പറഞ്ഞില്ലേ, ഞാൻ പിന്നെ ഇങ്ങോട്ട് മാറി വന്നതാണ്. സേനപ്പാടെ കുട്ടി ആശുപത്രി 50,000 റുപ്യ വേണം, പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നില്ല. നിങ്ങൾ സേനപ്പാനെ ഡിലീറ്റ് ചെയ്തു, റിമൂവ് ചെയ്തു, ഗ്രൂപ്പിൽ പറഞ്ഞു നിങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഉടനെ ചോദിച്ചു, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആരെ ഭർത്താവ് വിളിച്ചേ? ജമീല എന്നെ വിളിച്ച് കിട്ടില്ല എന്ന് കുഴപ്പമാക്കില്ലേ? അപ്പോൾ ഉടനെ ഭർത്താവ് വിശപ്പ് ഭർത്താവ് ഇന്ന സംഗതി എന്ന് പറഞ്ഞു ഭർത്താവിനോട്. അപ്പൊ പറഞ്ഞു അതി അന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, നമ്മളെ സാരില്ലേട്ടാ, ഇനി ഇപ്പൊ എത്ര പൈസയായി? 50 റുപ്യ വേണം, ബാക്കി എല്ലാം കൂടി ഇപ്പൊ ഒരു 10-28 റുപ്യ ആയിട്ടുണ്ട്, 22 കൂടെ വേണമല്ലേ? ഇനിയൊരു കാര്യം ചെയ്യ്, ചെക്ക് ഇട്ട് ഒപ്പുണ്ടാടാ, 22 എടുത്തിട്ട് കൊണ്ട് കൊടുക്കുക. എന്തിനാ പൈസ അല്ലേ? അവര് പറയാണ്, ഭർത്താവ് ഭാര്യനോട് പറയാൻ ജമീല പോയിട്ട് ചെക്ക് എടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഡിസ്ചാർജ് ചെയ്തിട്ട് റൂമിൽ കൊണ്ടാക്കാൻ. ആ കുട്ടിയുടെ ഉമ്മ സൈനബല്ലേ, ആ ഉമ്മ ആ കുട്ടീനെ അവിടെ കിടത്തിട്ട് നേരെ ബാത്റൂം പോയിട്ട് ഒതുകൊടുത്തിട്ട് വന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ കുമ്പിട്ടിട്ട് ദർബാറിലേക്ക് കരം എടുത്തിട്ട് പറയും, പഠിച്ചോനെ 50 റുപ്യ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുമ്പോ എന്നെ സഹായിച്ച ദീപാനിത് അല്ലെങ്കിൽ കുട്ടികളെ പഠിച്ചോനെ ഓരോ നീ വഴക്കാക്കല്ലേ അല്ല, ഭാര്യയും കോരും കൊടുക്കണേ പഠിച്ചോനെ. അതിനേക്കാൾ വലിയ കിട്ടൽ വേറെ കിട്ടണ്ടേ നമുക്ക്? മനസ്സിലാണേ? അതാണ് ഈ ഒരു ജമാഅത്തിന്റെ ഗുണം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ബാഫത്ത് തങ്ങൾ അവിടെ എന്താണ് അള്ളാന്റെ റസൂലിന് പണമില്ലാതെ ബുദ്ധിമുട്ടപ്പോ കിട്ടിയത് ആരുടെ? ഖദീജ ഇവിടെ പൈസയാണ്. ഇവിടെയോ മദ്രസ പഠിപ്പിക്കണില്ല. സ്കൂളിന്റെ ഭാഗമായിരുന്നു മദ്രസ. സമയമായിരുന്നു അല്ലെ? സ്കൂളിന്റെ ഭാഗമായിരുന്നു മദ്രസ. 1950 ഭരണഘടന നിലവിൽ വന്നു. ജനാധിപത്യ മതേതര ഭരണഘടനയായി മദ്രസ പഠിപ്പിക്കാൻ പറ്റൂല. സ്കൂളിൽ നിന്ന് മദ്രസ എടുത്ത് കളഞ്ഞു. ഒരു മതം പഠിപ്പിക്കാൻ പറ്റൂല. ഉടനെ ബാപ്പക്ക് തങ്ങൾ ഇതെന്നാ ചെയ്യാം. അപ്പൊ ആരോ പറഞ്ഞു ഓത്തുപള്ളി ഉണ്ടാക്കുന്നു. പള്ളിയുടെ ഓടിന്റെ ഭാഗം ചേർത്ത് കെട്ടി ഓല കെട്ടിട്ട് നമ്മൾ അറയും തറയും പറയും അലിഫും പാവും താവും പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ ഇത് ഇവിടെ ഒന്ന്, തൊട്ടപ്പുറത്ത് വേറൊന്ന്, അപ്പുറം വേറൊന്ന്, മാവൂര് വേറൊന്ന്, ഇപ്പുറത്ത് നമ്മളെ പിന്നെ യമാനിയുള്ള സ്ഥലത്തിന് വേറെന്ന ഇങ്ങനെ ഉറക്കം കളിട്ട് വെച്ചിട്ട് ഞാൻ പറയുന്നു. ഉറങ്ങണ്ടോ? ഉറങ്ങുമ്പോ എനിക്കൊരു അപേക്ഷ ഉണ്ടേ, ഉറങ്ങുന്ന ആൾ കൂർക്കം വലിക്കരുത്. ഉറങ്ങിക്കോ, യു ക്യാൻ സ്ലീപ് ബട്ട് ഡു നോട്ട് സ്നോർ. ഉറങ്ങിക്കോ, കൂർക്കം വലിക്കരുത്. അവിടെ കൂർക്കത്തിന്റെ രാഗം പലതായിരിക്കും. നമ്മൾ പിന്നെ ആകാംക്ഷയുടെ കാത്തിരുന്ന ബിരിയാണി സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഭാഗമായിട്ടൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. അപ്പൊ എന്തായി? ഓരോ സ്ഥലത്ത് ഓരോന്ന്. ബാപ്പക്ക് തങ്ങൾ ഇങ്ങനെ വെച്ചില്ല, ഇത് നമുക്ക് ഒന്നാക്കണം, വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കണം. ബാപ്പക്ക് തങ്ങളെ കാരനൂറ് വരക്കൽമലൊക്കെ തങ്ങൾ വടകരയിലുണ്ട്, പുസ്തകങ്ങളുണ്ട്. പാങ്ങിയ അമ്മൂട്ടി ഉസ്താദ് സംസ്ഥാന ബസ് സെക്രട്ടറി അവിടെ ഉണ്ട്, പ്രസിഡന്റ് സെക്രട്ടറി. ബാപ്പക്ക് തങ്ങൾ പോയിട്ട് പറഞ്ഞു എന്താ ചെയ്യാൻ? അപ്പൊ പറഞ്ഞു ഇത് ഒന്നാക്കണം, നമുക്ക് ഏകോപിപ്പിക്കണം, വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കണം. അപ്പൊ ബാപ്പക്ക് തങ്ങളോട് പറഞ്ഞു അതിനൊക്കെ ഇവിടെ കിട്ടിയ പൈസ വരക്കൽമലൊക്കെ തങ്ങൾ. ബാപ്പക്ക് തങ്ങൾ പൈസ പ്രശ്നം ഞാൻ വേറെ 10 പൈസ ഉണ്ടാക്കും.
നേരെ വടകരയിൽ കൊയിലാണ്ടിയിൽ അത് പറഞ്ഞ് തൊപ്പി ഊരില്ല, കിളിവാൻ തൊപ്പിയില്ലേ, അത് പോയി കാണിച്ചു. 1500 ഉറുപ്പ്യ കിട്ടി. അന്നത്തെ 1500 ഉറുപ്പ്യ ചരിത്രമാണ് ബാഫക്ക് തങ്ങൾക്ക്. 1500 ഉറുപ്പ്യ ഇന്നലെ ഉള്ള തിങ്കളാഴ്ച 2 ബ്രോസ്റ്റഡ് വാങ്ങുന്നുണ്ട്, കിട്ടുക ഇല്ല. അന്നത്തെ 1500 ഉറുപ്പ്യ ഇത് കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു ഇത് കിട്ടി. അപ്പൊ ഉടനെ പറഞ്ഞോ പരക്കൽ മൂലോ തങ്ങളെ, ഇതൊക്കെ കൊണ്ട് എന്ത് കഴിയാനാ കുട്ടിയെന്ന് വിളിക്കാൻ ബാഫക്ക് തങ്ങൾക്ക്. കാരണമല്ലേ പരക്കൽ മൂലൊക്കെ തങ്ങള് പായാമത്യാസം പറഞ്ഞ തങ്ങളെ ഇതെല്ലാം കൊണ്ട് തികയോ. ഉടനെ എന്തെന്നറിയോ, തന്റെ മേൽക്കുപ്പായങ്ങ് പൊക്കി അരി വിറ്റ് കിട്ടിയ മുഴുവൻ പണവും തന്റെ അരപ്പറ്റയിൽ നിന്ന് ഭാര്യ മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു, ഇത് തികയും തങ്ങളെ, ഇതുകൊണ്ട് തികയും ഉസ്താദേ. അല്ലേ നിങ്ങളോട് പറയാണ്, താരാമ്യം പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ മുസ്ലിം ലീഗിലെ വേദി ഒന്ന് ഞാൻ പറയാണ്. അള്ളാന്റെ റസൂലിന്റെ ദീനി ദൈവത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ ഉപകാരപ്പെട്ട പൈസ ഖദീജ ബീവിയുടേതാണ്. കേരളത്തിൽ ദീനി ദൈവത്തിന് പണമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോ നമുക്ക് ഉപകാരപ്പെട്ടത് പാണക്കാട് മഹാനായ ബാഫക്ക് തങ്ങളുടെ അരി വിറ്റ് കിട്ടിയ അരപ്പട്ടയിലെ പൈസ. അതുകൊണ്ട് അള്ളാഹു കരുതി കാണും ഖദീജന്റെ അടുത്ത് തന്നെ അബ്ദുറഹ്മാൻ കിടക്കട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി കൊടുക്കട്ടെ. അല്ലേ നമുക്ക് ദ്വാരക്കാം. ഇതാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ചരിത്രത്തിൽ ചെറിയ മൂളിയിട്ടേ ഉള്ളൂ, ഞാൻ അവസാനിപ്പിക്കാൻ. പ്രിയപ്പെട്ടത് ഞാൻ പറഞ്ഞറിയോ, ഏത് സമയമായിട്ടാണ് എനിക്ക് പോകാൻ ചെയ്യണം, അല്ലേ ശരി പക്ഷേ. അപ്പൊ എന്താ അറിയോ, മുസ്ലിം ലീഗ് എന്നാ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ തലമുറകളെ ലീഗാക്കാൻ വേണ്ടിയിട്ട്, ലീഗിന് പങ്കുള്ളതൊന്നും തെങ്ങിലക്കട ഉപദേശത്തില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, ചെറുപ്പില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാ കാലവും മാവൂരിൽ ഉയരത്തിൽ പറന്ന കൊടി ലീഗിന്റെ കൊടിയാവാൻ വേണ്ടിയിട്ട്, പാണക്കാട് തങ്ങളുടെ ലീഗിന്റെ കൊടിയാവാൻ വേണ്ടിയിട്ട്. എന്നറിയോ, ഒരു 50 കൊല്ലം മുമ്പ് നമ്മളൊക്കെ വീട്ടിൽ പോസ്റ്റ്മാൻ വരും. പോസ്റ്റ്മാൻ വന്നിട്ട് ചോദിക്കും, പാത്തുടിത്താ നിങ്ങൾക്ക് ഒരു കത്തുണ്ടേനു. എന്തിനാ കത്ത്? വായിക്കാൻ അറിയണ്ടേ? അക്ഷരം അറിയില്ലല്ലോ അല്ലേ? അക്ഷരം കൂട്ടി വായിക്കാൻ അറിയില്ല. സിയച്ചിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പഴവളി കരളിന്റെ പൂവെള്ള കടലാസിൽ തറയെഴുതി ഭാവിതൻ തറപണിയാൻ മറന്നുപോയവർ, അല്പം താവും മാത്രം അറബി മലയാളം കൊണ്ട് അപ്പം ചുട്ട് കളിക്കുന്നവർ, ഇംഗ്ലീഷ് ഭാഷ നരകത്തിലെ ഭാഷയാണെന്ന് പറഞ്ഞവർ, മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞവർ, അങ്ങനെ സമൂഹം ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ കത്ത് വരും, വായിക്കണില്ല. അപ്പൊ പാത്തുടിത്ത കത്ത് മങ്ങി നടക്കും, പൊളിച്ചു വെക്കും. അപ്പൊ 20 ഉറുപ്പിക എനിക്ക് അങ്ങനെ മാറ്റി വെച്ച് കത്തിങ്ങനെ പിടിച്ച് നിൽക്കും. പോസ്റ്റ്മാന് ബറ്റൽ കൈ കൊണ്ട് കോയൻ തെളിച്ച പോലെ പോകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കും. പാത്തുടിത്ത കുറച്ച് ഞാൻ ചോദിക്കും, കുട്ടിയെ ഇത് തിരക്കുണ്ടാവാനെ ഇല്ല, എന്തേനെ പാത്തുടിത്ത? എന്റെ കുട്ടി ഈ കത്ത് നിങ്ങൾ വായിച്ചാളാ. ആര്? പോസ്റ്റ്മാൻ. ഭർത്താവ് കത്ത് വായിക്കണത് നീണ്ടുന്ന വന്ന പോസ്റ്റ്മാൻ. അപ്പൊ വായിച്ചു പോവാൻ വായിച്ച് പാത്തുടി സുഖം തന്നെയല്ലേ, കുട്ടിയൊക്കെ അങ്ങനെയാണ്, എന്റെ കാര്യം എന്താണ്, നടുവേന സുഖമുണ്ടോ ചോദിച്ച് വന്ന് കത്ത് തീർന്ന് മുഴുവൻ കേൾക്കുക. കത്ത് തീർന്നപ്പോഴാണ് പോസ്റ്റ്മാന്റെ മനസ്സിലൊരു ബൾബ് കത്തുന്നത്. എന്താ? 20 ഉറുപ്പിക എന്നുള്ളത് ആര് കണ്ടിട്ടുണ്ട്? പോസ്റ്റ്മാൻ കണ്ടിട്ടുണ്ട്. ഉടനെ പോസ്റ്റ്മാൻ പിന്നെ കത്തിലില്ലാത്ത ഭാഗം വായിക്കാണ്. പിന്നെ പാത്തുട്ടിയെ ഞാൻ ഈ കത്തിന്റെ 20 ഉറുപ്പിക കൊടുത്തുവിടുന്നുണ്ട്, അതൊരു 5 ഉറുപ്പിക നമ്മൾ ആ പോസ്റ്റ്മാന് കൊടുക്കണം, ഓനൊരു പാവം ചെക്കനാണ്, പച്ചക്കള്ളവും ഇതിനുള്ളതാണോ? പാത്തുട്ടി ഡിസപ്പിയേർഡ്. പാത്തുട്ടി അപ്രത്യക്ഷമായി. അപ്പൊ പോസ്റ്റ്മാൻ പറയാണ്, ഇതുവരെ പറയുമ്പോ പെണ്ണുങ്ങളാണ് നിന്ന്, ഇപ്പൊ പൈസന്റെ കാര്യം പറയുമ്പോ പെണ്ണുങ്ങൾ മുങ്ങിയതല്ല, നേരെ അടുക്കളയിൽ പോയിട്ട് പള്ളി കൊടുക്കാൻ അരിയിട്ട് വെച്ച കാലത്തുനിന്ന് 5 ഉറുപ്പിക എടുത്തിട്ട്, അന്നത്തെ 5 ഉറുപ്പിയാണ്, 50 കൊല്ലം മുമ്പ് 5 ഉറുപ്പിക അല്ലേ, ഭവ്യതയുടെ പോസ്റ്റ്മാനോട് കൊടുത്ത് പോസ്റ്റ്മാൻ അത് വാങ്ങി ഉള്ളിച്ചിരിച്ചോട്ട് കീശയിലിട്ടിട്ട് നമ്മളെ നാട്ടിലെ ചിരിക്ക് ആക്കിയ ചിരി എന്നാ പറയാ. ഇവിടെ എന്നാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആക്ഷൻ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാ ചിരിന്നറിയോ? ആ ചിരിയുടെ ആഴവും പരപ്പും തിരിച്ചറിഞ്ഞ മുസ്ലിം ലീഗ്. അത് കേവലം ഒരു പാത്തുട്ടത്തെ പറ്റിച്ച ചിരിയായിരുന്നില്ല, പാത്തുട്ടത്തിയുടെ സമൂഹത്തെ പറ്റിച്ച ചിരിയായിരുന്നു. പാത്തുട്ടത്തെ അവിടെ ഉണ്ടേ, അങ്ങോട്ടല്ലേ? നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കരുവാരക്കുണ്ടിലേക്ക് ക്ഷണിക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷം മുന്നേ ഏകദേശം കരുവാരക്കുണ്ട് എന്ന് പറയുമ്പോൾ മലപ്പുറം ജില്ലയിലെ വണ്ടൂർ മണ്ഡലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പഞ്ചായത്ത് കേന്ദ്രമാണ്. അവിടെ വലിയൊരു +2 സ്കൂളുണ്ട്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അവിടെ സയൻസ് ബ്ലോക്കിന് വണ്ടൂർ മണ്ഡലമാണ്, വയനാടാണ്, രാഹുൽ ഗാന്ധിയാണ് അന്ന് MP. രാഹുൽ ഗാന്ധി സ്കൂളിന്റെ ശോചനീയ അവസ്ഥ കണ്ടിട്ട് വലിയൊരു ബിൽഡിംഗാണ് വെച്ചു. അപ്പൊ സയൻസ് ബ്ലോക്കിന് പുതിയ ബിൽഡിംഗ് പണിതു. അങ്ങനെ രാഹുൽ ഗാന്ധി അത് ഉദ്ഘാടന ദിവസമാണ്. പരാവരം പോലെ ആളുകൾ പരന്നിപ്പോൾ നിൽക്കുന്നു. വിദ്യാർത്ഥികൾ, ഗേൾസ് സ്കൂളാണ്. ഇപ്പൊ 90% മൊത്തം ടോട്ടലായിരിക്കുമല്ലോ മലപ്പുറം ജില്ലയിലെ. ഇങ്ങനെ ഇരിക്കണം. അത് കാണുമ്പോൾ ചിലർക്ക് ഭ്രാന്തളം. എന്തിനാ ഭ്രാന്തളെന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളുടെ സ്ഥലത്ത് പോകുമ്പോൾ ഒരു 200 കുട്ടികൾ, അത് 198 കുട്ടികൾ നല്ല പൊട്ടുകൊട്ടാ നല്ല മക്കൾ, ഇങ്ങനെ തോന്നുമോ? തോന്നാൻ പാടുണ്ട? നമ്മളെ മക്കളുള്ളവര് അങ്ങനെ പാടില്ല. ഓലെ ഡ്രസ്സു, ഓലെ പൊട്ടും, ഓലെ തട്ടൊക്കെ നോക്കി നമ്മൾ ആൾ തീരുമാനിക്കാം. എല്ലാം മനുഷ്യന്മാർ നമ്മളെ കുട്ടികളല്ലേ, അങ്ങനെ വേണ്ടത്, അങ്ങനെ പാടുള്ളൂ ലീഗും പറയണത് അല്ലേ? അപ്പൊ ഇങ്ങനെ കുട്ടികളിരിക്കുകയാണ്. അപ്പൊ ചില ആൾ പറയുന്ന വെച്ചാല് ഫുൾ വർഗീയതയാണ്. മഫ്തൊക്കെ കാണുമ്പോൾ ഒരു ഭ്രാന്ത അല്ലേ, എന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്നറിയോ, അപ്പൊ ഇങ്ങനെ കുട്ടികളിരിക്കുകയാണ്. ആരോ ക്ഷണിച്ചു, ഞാൻ ചുരുക്കി പറയാം, സമയമായിട്ടുണ്ട്. ആരോ ക്ഷണിച്ചു, എന്ത്
Next, we cordially invite our beloved MP, the icon of this conference, Rahul Gandhi ji, to deliver the inaugural address. Are announcement. Enna announcement? Enna parnje? Nammal parnjane? Organda? Njanenna parnje? Rahul Gandhi ക്ഷണിച്ചാണ് ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി. രാഹുൽ ഗാന്ധി വന്നു, മൈക്കൊന്ന് മുട്ടി തൊണ്ടി നനക്കി, വേർത്ത് നോക്കി, അടുത്ത് നോക്കി. എന്ന് ആരും അടിക്കുന്നുണ്ടോന്നാ നോക്കി? പരിഭാഷക്കാരുമില്ല. ഇംഗ്ലീഷ് പ്രസംഗം പരിഭാഷപ്പെടുത്തണ്ടേ? ആരില്ല. ഉടനെ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലൊരു ബൾബ് കത്തി. നേരത്തെ ബൾബ് കത്തിയില്ലേ? ഒരു ബൾബ് കത്തി. മുന്നിൽ കൂടിയിരിക്കണം പാരാവരമ്പല പരന്നിരിക്കുന്ന പൗണ്ടുക്കളുടെ മുഖത്തൊക്കെ വെച്ചു, എനിബഡി ഈസ് ദേർ ബിഫോർ മീ ടു കം ഓൺ ദ ഡയസ് ടു ട്രാൻസ്ലേറ്റ് മൈ സ്പീച്ച്. എന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ പറ്റിയ ആരെങ്ങളെ കൂട്ടത്തൊന്നും ഇടത്തേക്ക് വരും. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളല്ലേ, ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ഉടനെ ചോദിച്ചു, നമ്മളെന്താ ചെയ്യാ? അടച്ചോരെ അല്ലേ? ഇതങ്ങ് ചോദിക്കേണ്ട താമസം +1 പഠിക്കുന്ന സയൻസുകാരി ഫാത്തിമ സഫ പിറകുന്ന് ചാടി എണീറ്റ് പറഞ്ഞു, ഐ ഷാൽ സർ, ഞാനുണ്ട്. കൺഗ്രാചുലേഷൻസ്, കം ഓൺ ദ ഡയസ്, വാ സ്റ്റേജിലേക്ക് വാ. സാധാരണക്കാരി പെൺകുട്ടി, മലബാറിന്റെ മപ്പയിട്ട മാപ്പിള പെൺകുട്ടി, നമ്മുടെ മോളാണ്. മാപ്പിള പെൺകുട്ടിയും ഹിന്ദു പെൺകുട്ടിയും ക്രിസ്ത്യൻ പെൺകുട്ടിയും എല്ലാം നമ്മളെ മോളാണ്. എന്ത് ചെയ്തോ? വിളിച്ചു. അപ്പൊ അവിടെ കുട്ടി നേരെ സ്റ്റേജിലേക്ക് വന്നു. എല്ലാവരും ഇങ്ങനെ അന്തം പെട്ട് നോക്കുക, എന്റെ മോനെ ഇതേതോ ഒരു കാന്താരി പ്രൊപ്പസ് അല്ലേ? വന്ന് സ്റ്റേജിൽ നിന്നു, യുവർ ഗുഡ് നെയിം പ്ലീസ്? ഐ ആം ഫാത്തിമ സഫ സർ. യെസ് സ്റ്റാർട്ട് ഫാത്തിമ. യെസ് സർ. ഏതാ വർത്താനോ? എല്ലാവരും അന്തം പെട്ട് നോക്കുക. അങ്ങനെ വന്ന് സ്റ്റേജിൽ കയറിയുന്നു. സ്റ്റേജിൽ കയറ്റി രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങി. ഓ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് കരുവാരക്കുണ്ടു ആൻഡ് വണ്ടൂർ ആൻഡ് കേരള മലപ്പുറം. ഫാത്തിമ സഫയെ നോക്കി, കേരളത്തിലെ വണ്ടൂരിലെ മലപ്പുറത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, being here before you, I am very proud of it. ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ എനിക്കേറെ ഇതെന്ന് പറഞ്ഞോട്ടെ ഞാൻ കൊടുത്തു. എനിക്കേറെ അഭിമാനമുണ്ട്, അനർപ്പമായ സന്തോഷമുണ്ട്. അരമണിക്കൂർ പ്രസംഗം, പദാനുപദ തർജ്ജിമ, ഒരു തെറ്റില്ല. ചില കുട്ടികൾ വിചാരിക്കുക പഠിച്ചനെ ഒക്കെ തെറ്റിപ്പോട്ടേനും. എന്തിന്? ചിലർ അങ്ങനെയുണ്ട്. ഈ ഗ്രൂപ്പ് നമ്മളിപ്പോ ക്രിക്കറ്റൊക്കെ കളിക്കും. ക്രിക്കറ്റ് അറിയാവോ? ക്രിക്കറ്റൊക്കെ കളിക്കുമ്പോ ഓപ്പൺ 100 റൺ എടുക്കണം. 100 റൺ അവരെടുത്ത് നമ്മൾ 101 എടുക്കണേ. ഓപ്പണിംഗ് ജോഡി ഇറങ്ങിയിട്ട് 6, 4 ഒക്കെ അടിക്കുമ്പോ മൂന്നാമത് ഇറങ്ങേണ്ട ഞാനാ. ഞാൻ വിചാരിക്കുന്നറിയാ, ഓലടിച്ച് ജയിക്കട്ടെന്ന് ഞാൻ വിചാരിക്കണ്ടേ? ഞാൻ വിചാരിക്കുക പഠിച്ചോനെ ഓൻ ഔട്ടായിപ്പോട്ടെ, എനിക്ക് ബേറ്റിട്ട്. എന്റെ ചിന്ത എന്നാ, എനിക്ക് ബേറ്റിട്ടല്ല, ടീം ജയിക്കല്ല. അങ്ങനെ ചില ആളുടെ ഇലക്ഷനൊക്കെ വരുമ്പോ എങ്ങനെയും ലീഗ് ജയിക്കട്ടെ എന്നല്ലേ വിചാരിക്കുക. ഓൻ തോറ്റുപോട്ടേനും, എന്നാലും അടുത്ത പ്രാവശ്യം എനിക്ക് കിട്ടും. അങ്ങനത്തെ ചിന്ത ആരും കൊണ്ട് ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചത്. ഇവിടെ ആരും അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം നിഷ്കളങ്കരായിട്ടുള്ള പച്ച ലീഗുകാരൻ. അങ്ങനെ ആരും ഇവിടെ ഇല്ലെന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കും. എത്ര സമയം ഇരിക്കുന്നത്? നിങ്ങൾ എന്നെ പ്രാഗുണ്ടോ? എന്നെ പ്രാഗുണ്ടെങ്കിൽ എന്നാണ് ഇയാൾ നിർത്താത്ത വിചാരിക്കണ്ടോ? വിചാരിച്ചാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഈ രീതിയിൽ പദാനുപദ തർജ്ജിമ. ഏകദേശം 5 മിനിറ്റ് കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ വീഡിയോ കണ്ടു. ആ കുട്ടി അരമണിക്കൂർ കൊണ്ട് അഭിമാനത്തിന്റെ നെറുകയിൽ കസേരം വെച്ചിട്ട് കാൽമ ചടയുന്നു. നാട്ടിൻ പുറത്തുകാരി ഫാത്തിമ സഫ എന്ന് പറയുന്ന പെണ്ണ് ആരെ പ്രസംഗ തർജ്ജിമ ചെയ്തത്? ഒന്ന് പ്രധാനമന്ത്രി ആവണേ അള്ളാന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കുണ്ട? രാഹുൽ ഗാന്ധി ഉണ്ടാ? നമ്മളെ ഉമ്മ മരിച്ചു. ഉമ്മെന്ന് പറയുന്നറിയാ, ആ പഹയിലിരിക്കുന്ന കസേരയിൽ ആ കുട്ടി ഇരുന്നിട്ട് കണ്ടാൽ മതിയേനു. ആര്? മോഡി ഇരിക്കുന്ന കസേരയിൽ രാഹുൽ ഇരുന്നിട്ട് കണ്ടാൽ ഉമ്മക്ക് ആഗ്രഹം പൂർത്തിയായിട്ടില്ല. ഉമ്മ മരണപ്പെട്ടു. അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. ഉമ്മാന്റെ സ്വപ്നം അള്ളാഹു പൂവണിച്ചു തരട്ടെ. അല്ലേ? അങ്ങനല്ലേ? അതിലേക്ക് നീങ്ങാണ് കാര്യങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ ഉമ്മമാരെപ്പോലെ ഒരുപാട് ഉമ്മമാർ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നു വെച്ചാൽ അങ്ങനെ ഒരാളെ പ്രസംഗം. ആരെ പ്രസംഗം? ആരെ? രാഹുൽ ഗാന്ധി, നവഭാരത ശില്പി, നെഹ്റുവിന്റെ മകൾ ഇന്ദിരാഗാന്ധി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോ ലോക മാധ്യമം BBC പറഞ്ഞു, ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ പറഞ്ഞു, ഇന്ത്യയിൽ 63 കോടി ആളുണ്ടെന്ന്. 63 കോടി ആളുകളിൽ ഒറ്റ ആൺകുട്ടിയേ ഉള്ളൂ, ഇന്ദിരാഗാന്ധി. പറഞ്ഞ പൊണ്ണ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ മോനല്ലേ 21-ാം നൂറ്റാണ്ടിന്റെ വിഹായസിലേക്ക് രാട്ടത്ത് വയ്ക്കാൻ കാലം നിയോഗിച്ച കാൽപ്പനകളുടെ കർമ്മകുശലയുടെ കൽപ്പരമാറ്റം ശ്രീപെരുമ്പത്തൂറിന്റെ മണ്ണിൽ പെരുമഴ പോലെ പെയ്തവസാനിച്ചു പോയ മഹാനായ രാജീവ് ഗാന്ധിയുടെ പ്രിയപ്പെട്ട പുത്രൻ ഒന്ന് പ്രധാനമന്ത്രി ആവണമെന്ന് കോൺഗ്രസ്സുകാരെക്കാൾ ഏറെ ലീഗുകാരാഗ്രഹിക്കുന്ന, അല്ലെ ശരി ഞാൻ പറയുന്നു, കോൺഗ്രസ്സുകാരെക്കാൾ ഏറെ ലീഗുകാരാഗ്രഹിക്കുന്ന പ്രധാനമന്ത്രി ആവണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു. ചില ആളിന് ഉറക്കത്തിൽ ഞെട്ടിമുണരും, ഇത് ചിരിക്കും, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഏത് സ്വപ്നം കണ്ടിട്ട് ഇല്ലേ? അങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമാണ് പരിഭാഷപ്പെടുത്തിയത്. ആര്? നാട്ടിൻ പുറത്തുകാരി ഫാത്തിമ സഫ. ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ, പോസ്റ്റ്മാൻ പറ്റിച്ച പാത്തുട്ടയിൽ നിന്നും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒരു മുന്നൊരുക്കമില്ലാതെ സ്പോണ്ടേനിയസ് ആയി സ്റ്റേജിൽ വന്ന് പരിഭാഷപ്പെടുത്തിയ ഫാത്തിമ സഫയിലേക്കുള്ള ദൂരത്തിന്റെ പേരാ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.